15 ലക്ഷം ലോൺ ചോദിച്ചപ്പോൾ 1 ലക്ഷം കൊടുത്ത് നമ്മളാണ് അന്നേ നിർത്തിപ്പോകും. ആ 1 ലക്ഷം കൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന 200-300 കോടി രൂപയുള്ള ഒരു കമ്പനി എത്തിച്ചു. ഷാജു, ഇതൊരിക്കലും വിജയിക്കാൻ സാധ്യതയില്ല. ഒരു കാര്യം ചെയ്യും, അന്ന് ഈ ഈസ്റ്റേണിന്റെ കറി പൗഡറൊക്കെ ഇങ്ങനെ ഡെവലപ്പായി എല്ലാം അങ്ങനെ ബ്രാൻഡായി വരികയാണ്. എന്നോട് വിളിച്ച് ചോദിച്ച ചോദ്യമാണ്, ഒരു കുട്ടിക്ക് എത്ര ഉടുപ്പ് വേണം? ഷാജു ചിന്തിച്ചു നോക്കും, മുളക് പൊടി ഒരു വീട്ടിലേക്ക് എല്ലാ ആഴ്ചയിലും എല്ലാ മാസം മുളക് പൊടി വേണം, എല്ലാ മാസം മല്ലിപ്പൊടി വേണം, കുട്ടിക്ക് എത്ര ഉടുപ്പ് വേണം? പോപ്പീസ് എന്നുള്ള ബ്രാൻഡ് ഒരു രാത്രി കൊണ്ടുണ്ടായതല്ല. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് 2019 ശേഷം പോപ്പീസ് ഭയങ്കരമായിട്ട് വളർന്നത് 2019 ശേഷം എന്തോ മായാജാലാണെന്നുള്ളതാണ്. 2 ചെറുപ്പക്കാരെന്നെ കാണാൻ വന്നു, നിങ്ങളുടെ ലോകം തീരെ പോരാന്ന്. എൻ്റെ എല്ലാം ഞാൻ അത്രയും കാലം ഈ ലോകം കണ്ടിട്ടാണ് ജനങ്ങൾ ഇത് വാങ്ങുന്നത്. നമ്മളൊരു ചിന്തയാണല്ലോ. ഈ ജീവിതത്തിൽ വിജയിച്ച ആളുകളെ കാണാൻ പാടില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ജീവിതത്തിൽ തോറ്റുപോയ ആളുകളെ കാണണം. പക്ഷേ എന്നിട്ട് ഞാൻ എന്തിനു വിജയിച്ച ഒരാളെ വിളിച്ചു എന്ന് വെച്ചാൽ, ഞാൻ ആ സ്റ്റോറിൽ എൻ്റെ മോൻ ഭയങ്കര നിർബന്ധം വെച്ചിട്ട് ഞാൻ കയറിയിട്ട് ഞാൻ സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട്, നിങ്ങൾക്ക് ആ സ്റ്റോറിൽ കയറുമ്പോൾ ഒരു പെർഫ്യൂം അല്ലാതെ ഈ പ്രൊഡക്റ്റ് എടുത്ത് സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര സൾഫറിൻ്റെ സ്മെല്ലാണ്. നമ്മൾ ഇതിനകത്ത് MC ഇല്ല, ഉദ്ഘാടനം ഇല്ല, ആമുഖ പ്രസംഗമില്ല, സ്വാഗതമില്ല, ഇങ്ങനത്തെ പരിപാടികളൊന്നും ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് നമ്മൾ. ഈ പരിപാടിയുടെ പ്രാഥമികമായ ഉദ്ദേശം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് 2ാമത്തെ എഡിഷനാണ്. 1ാമത്തെ എഡിഷൻ കൊച്ചിയിൽ പവിഴം ആൻ്റണി സാറായിരുന്നു. അന്ന് വളരെ നീണ്ട ഒരു ഡിസ്കഷൻ നടന്നു. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വ്യവസായം നടക്കുന്നുണ്ട്, ട്രേഡിങ് നടക്കുന്നുണ്ട്. റോമിലാണ് ആദ്യത്തെ മാർക്കറ്റ് ഉണ്ടായത് എന്ന് പറയാം. അപ്പോൾ ഈ ആദ്യമായി ഉണ്ടായ മാർക്കറ്റും 20ാം നൂറ്റാണ്ടിൽ ജപ്പാനിൽ ആദ്യത്തെ റീറ്റെയിൽ സ്റ്റോർ, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ എന്ന പേരിൽ ഉള്ള റീറ്റെയിൽ സ്റ്റോർ ഉണ്ടാവുന്ന ഒരു കാലം മുതൽ ഇങ്ങോട്ട് റീറ്റെയിലിന് വന്നിട്ടുള്ള വലിയ വ്യത്യാസങ്ങളുണ്ട്. റീറ്റെയിലിൽ വന്നുകൊണ്ടിരിക്കുന്ന വ്യത്യാസങ്ങളുടെ എന്തൊക്കെയാണ് റീറ്റെയിലിൽ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്ക് ചില എക്സാമ്പിൾസിലൂടെ ഈ സ്റ്റോറി നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ആദ്യകാലത്ത് മോളുകളിൽ കണ്ടുകൊണ്ടിരുന്ന പല ബ്രാൻഡുകളും സിംഗിൾ ഔട്ട്ലെറ്റ് ആയിട്ട് മോളുകളുടെ പുറത്തേക്ക് വരുന്നു. മാക്സ് പോലെയുള്ള ബ്രാൻഡുകൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ പോലെയുള്ള ബ്രാൻഡുകൾ ആദ്യമൊക്കെ മോളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ സ്പേസിൽ നിന്നിട്ട് അവിടുന്ന് വലിയ ഒരു സിംഗിൾ ഔട്ട്ലെറ്റിലേക്ക് കഴിഞ്ഞ ഒരു കൊറോണയ്ക്ക് ശേഷം വന്നത് എന്തുകൊണ്ടാണ്? ഇത് ശരിക്കും വലിയൊരു ട്രാൻസിഷനാണ്. ഈ ട്രാൻസിഷൻ യഥാർത്ഥത്തിൽ എന്താണ് ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിക്കുന്നത്? 1980കളുടെ എൻഡിൽ തുടങ്ങിയ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ 1990കളുടെ പകുതിയോടുകൂടി ഉണ്ടായ അതിഭീകരമായ ഇ-കൊമേഴ്സ് ഇൻ്റർനെറ്റ് ഡ്രിവൺ ബിസിനസ്സുകളുടെ ഒരു ഇൻട്രൊഡക്ഷൻ, ഇതെങ്ങനെയാണ് റീറ്റെയിൽ ബ്രിക്ക് ആൻഡ് മോട്ടർ ബിസിനസ്സുകളെ ബാധിച്ചിട്ടുള്ളത്? ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു സാധനമാണ്. ഇ-കൊമേഴ്സ് വരുമ്പോൾ ബ്രിക്ക് ആൻഡ് മോട്ടറുകൾ ഇല്ലാതാകുമോ? അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് പൂർവാധികശക്തിയോടെ ബ്രിക്ക് ആൻഡ് മോട്ടർ വേറൊരു തരത്തിൽ ആവിർഭവിക്കുമോ? ഇപ്പം നമ്മൾ വെബ് റൂമിംഗ് എന്നൊക്കെ പറയുന്ന പുതിയ കോൺസെപ്റ്റുകളുണ്ട്. എന്താണ് വെബ് റൂമിംഗ്? വെബ് റൂമിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു വെബ്സൈറ്റിൽ കയറുകയും ഇ-കൊമേഴ്സ് സൈറ്റിൽ കയറുകയും അവിടുന്ന് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കുകയും എന്നിട്ട് നമ്മൾ ഷോറൂമിൽ പോയി വാങ്ങുകയും ചെയ്യും. ഇതിൻ്റെ നേരെ തിരിച്ചൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്, ഷോറൂമിംഗ് എന്ന് പറയും. നമ്മൾ ഷോറൂമിൽ പോയി നോക്കുകയും വെബ്സൈറ്റിൽ പോയി വാങ്ങുകയും ചെയ്യും. ഇതൊരു തിരിച്ചും മറിച്ചും ഉണ്ടാകുന്നൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ പ്രോസസ്സ് എങ്ങനെയാണ് റീറ്റെയിലിൻ്റെ മാർക്കറ്റിംഗ് സ്പേസിനെ ബാധിക്കുന്നത്? ഇത് റീറ്റെയിലിനെ മാത്രം ബാധിക്കുന്ന ഒന്നാണ്. ഇപ്പം ആമസോൺ ഗോ പോലെയുള്ള പ്രൊഡക്റ്റുകൾ വരുന്നു, ഗൂഗിൾ സ്റ്റോറുകൾ ഉണ്ടാകുന്നു. ആമസോൺ ഗോ പോലെയുള്ള പ്രൊഡക്റ്റുകൾ എന്തിനുണ്ടാകുന്നു? കാരണം ആമസോണിന് ഒരു ഇ-കൊമേഴ്സ് സ്പേസിൽ മാത്രം നിൽക്കാൻ പറ്റുമെങ്കിൽ അവരെന്തിനാണ് ഒരു ബ്രിക്ക് ആൻഡ് മോട്ടറിലേക്ക് വരുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും ഡിജിറ്റലായ കാലത്ത് മാക്സ് ഒക്കെ ഇത്രയും വലിയ സ്റ്റോറുകൾ ഉണ്ടാക്കുന്നത്? സുഡിയോ, നമ്മൾ ഒരുപാട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബ്രാൻഡുകളിലൊന്നാണ് സുഡിയോ. സുഡിയോ പരസ്യം ചെയ്യാതെ ഒരുപക്ഷെ 5000 കോടി ടേൺ ഓവർ എത്തി എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു സംഭവം. എന്താണ് സുഡിയോയിൽ സംഭവിക്കുന്നത്? പ്രൈസ് ഒരു ഫാക്ടറാണ്, പ്രൈസ് എല്ലാ കാലത്തും ഒരു ഫാക്ടറാണ്. പക്ഷെ പ്രൈസിൻ്റെ അപ്പുറത്തുള്ള ഈ പരസ്യത്തിനെ
മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ റീറ്റെയിൽ സ്റ്റോറ് ഒരു പരസ്യമായിട്ട് മാറുകയാണോ ചെയ്യുന്നത്? അതാണോ ശരിക്കും അവരുടെ ടേൺ ഓവറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? അപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരം വരെ ഒരു കാർ യാത്ര നടത്തി കഴിഞ്ഞാൽ നമ്മളൊരു 25 സ്റ്റുഡിയോ കാണുമ്പോൾ ഉണ്ടാകുന്ന ബ്രാൻഡ് റീകോൾ ആണോ സ്റ്റുഡിയോയുടെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ സ്റ്റുഡിയോനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എല്ലാവരും മാർക്കറ്റിങ്ങിൽ പറയുന്നതാണ് സ്റ്റുഡിയോ സാറയുടെ ഡീലർ ടാറ്റയായിരുന്നു ഇന്ത്യയിൽ, സാറയുടെ മോഡൽ അതേപോലെ കോപ്പി അടിക്കുകയായിരുന്നു എന്ന്. പക്ഷേ സാറയുടെ മോഡൽ ശരിക്കും സ്റ്റുഡിയോ പൂർണ്ണമായും കോപ്പി അടിച്ചെന്ന് പറയാൻ പറ്റില്ല. കാരണം സാറയുടെ മോഡലിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാന വ്യത്യാസം, അവർ ഒരു മോളിൻ്റെ, അതായത് ഹൈലി ഫുട്ഫോൾ ഉള്ളൊരു മോളിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വരികയാണ് ചെയ്യുക. ആ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് അവർ ആ ഫുട്ഫോളുള്ള കറക്റ്റ് ഗ്രാബ് ചെയ്യുന്നൊരു മോഡലാണ് സാറെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും സ്റ്റുഡിയോ അതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷേ കൊറോണയ്ക്ക് ശേഷം ഉണ്ടായ ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ കൊറോണ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇന്ത്യയിലൊക്കെ അത് കൊറോണയ്ക്ക് ശേഷം വളരെ വൈഡ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം ഒരു ട്രെൻഡുകളുടെയൊക്കെ എന്താണ് ഇതിൻ്റെ പിന്നിൽ ശരിക്കും സംഭവിക്കുന്നത് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും അറിയുന്ന ഒരാളോട് ചോദിക്കണം. ഏതൊരു ട്രെൻഡും ഇപ്പം നമുക്ക് പലതരത്തിൽ, ഞാൻ എന്തുകൊണ്ടാണ് മാർക്കറ്റിംഗ് വിത്ത് ബ്രാൻഡ് സ്വാമി ഇത്തരം ഒരു ചെറിയ വേദിയിൽ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിറങ്ങി തിരിച്ചെന്ന് വെച്ചാൽ, ഈ നമ്മളൊക്കെ മാർക്കറ്റിംഗ് ഐഡിയ ഉണ്ടാക്കും, നമ്മളൊക്കെ പലതും പറയാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം ലോകത്ത് ഏറ്റവും എളുപ്പമുള്ള പരിപാടി പറയാനുള്ളതാണ്. 1000 കോടിയുടെ ബ്രാൻഡ് ഉണ്ടാക്കുക എന്ന് പറയാൻ 2 മിനിറ്റ് മതി, ഒരു ബുദ്ധിമുട്ടുമില്ല, പറഞ്ഞിട്ടൊക്കെ പോയാൽ മതിയല്ലോ. അത് ചെയ്യാൻ ഞാനിപ്പോൾ പലരെയും കണ്ടിട്ടുണ്ട്. ഒരു സപ്പോസ് ഒരു 1 ലക്ഷം രൂപയുടെ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റുന്ന എത്ര പേര്? 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും. ആദ്യത്തെ 1 രൂപ ഉണ്ടാക്കാൻ വേണ്ടി വർഷങ്ങൾ മെനക്കെട്ടിട്ടുള്ളവരാണ് നമ്മളിൽ പലരും. അപ്പോൾ പിന്നെ നമുക്കൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ, ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു സൊസൈറ്റിക്കുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ, ഒരാൾ ജയിക്കുന്നത് ഓവർനൈറ്റിലാണ്. ഞാൻ ആക്ച്വലി എല്ലാ മീറ്റിങ്ങിലും ഇത്തരം ഈ മാർക്കറ്റിംഗ് വിത്ത് ബ്രാൻഡ് സ്വാമിയുടെ ഓരോ ചർച്ചയിലും നമ്മൾ പൊളിക്കാൻ നോക്കുന്നൊരു സങ്കല്പം ഇതാണ്. ഇതെന്തല്ല, ആരും ഒരു രാത്രി കൊണ്ട് ഉണ്ടാക്കിയതല്ല. പോപ്പീസ് എന്നുള്ള ബ്രാൻഡ് ഒരു രാത്രി കൊണ്ട് ഉണ്ടായതല്ല. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് 2019 ശേഷം പോപ്പീസ് ഭയങ്കരമായിട്ട് വളർന്നത് 2019 ശേഷം എന്തോ മായാജാലാണെന്നുള്ളതാണ്. അത് ചിലപ്പോൾ 2006 2008 തുടങ്ങി വെച്ച ഒരു യാത്രയുടെ എൻഡ് മാത്രമാണ്. ഈ യാത്രയുടെ വഴികൾ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ പലരും എന്താ ചെയ്യുക, ഒരു ചെറിയ കടം വന്നാൽ ഇട്ടിട്ട് പോകുന്നവരാണ് 90% ആളുകളും. പ്രശ്നം വരാൻ വേണ്ടി നോക്കിക്കേ. നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ പണ്ട് ഞാൻ കേട്ടൊരു കഥയുണ്ട്, മലബാർ ഗോൾഡ് ദുബായിൽ പോയിട്ട്, ആദ്യമായിട്ട് മലബാർ ഗോൾഡ് ദുബായിൽ പോയിട്ട്, ഇതേ ദിവസം കേട്ട കഥയാണ്. ദുബായിൽ പോയിട്ട് തോക്കുന്നു. തോക്കാനുള്ള കാരണം പല ഫാക്ടേഴ്സ്, പല സോഷ്യൽ ഫാക്ടേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും തോക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ തോറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവർ വളരെ സിമ്പിളായിട്ട് രണ്ടാമത് അവിടെ ഗ്രേറ്റ് ഡിപ്രഷൻ വരുന്നത് 2008 ഡിപ്രഷൻ വന്ന സമയത്ത് മലബാർ ഗോൾഡ് വീണ്ടും തിരിച്ചു പോവുക. ഈ ഡിപ്രഷൻ വരുന്ന സമയത്തുള്ള അഡ്വാൻറ്റേജ് റെൻറ്റ് റേറ്റിന് പെട്ടെന്ന് കുറയും. റെൻറ്റ് കുറഞ്ഞാൽ ടോട്ടൽ ഓപ്പറേഷണൽ കോസ്റ്റ് വലിയൊരു വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു ഡിപ്രഷൻ സമയത്ത് ശരിക്കും ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റും. ഒരു ബിസിനസ് തുടങ്ങാൻ ഏറ്റവും നല്ല സമയം ഡിപ്രഷനാണെന്ന് പറയുന്ന ഒരുപാട് ബിസിനസ്സുകാരെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് കേട്ടാൽ തന്നെ നമ്മൾ ഡിപ്രഷനിലാവും. അപ്പോൾ ഇങ്ങനെ കുറേയേറെ ചോദ്യങ്ങൾ, അതിൻ്റെ കുറേയേറെ ഉത്തരങ്ങൾ. ഞാൻ തിയററ്റിക്കലാണ് ഓരോ സാധനത്തെ നോക്കുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ പ്രശ്നം വെച്ചാൽ, നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് ഒരു മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റായിട്ട് കയറി ചെല്ലുമ്പോൾ നമുക്കെല്ലാം തിയറിയാണ്. ഇപ്പം എ ശരിയായാൽ ബി ശരിയാവും, ബി ശരിയായാൽ സി ശരിയാവും എന്നുള്ളൊരു സങ്കല്പത്തിലാണ് നമ്മൾ മൊത്തം. എന്താണ് ഇതൊരു സങ്കല്പങ്ങളാണ്. ഇപ്പം നിങ്ങൾ പലർക്കും അറിയാം, ഒരു കച്ചവടക്കാരനും ഒരു നല്ല കച്ചവടക്കാരനും ഒരു സിഇഒയും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കര. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു സിഇഒ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു സിഇഒൻ്റെ അടുത്ത് സംസാരിക്കുന്നതും കേരളത്തിലെ ഏറ്റവും ചെറിയൊരു ബിസിനസ്സുകാരൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഏതാണ് കൂടുതൽ അറിവ് തരിക എന്ന് ചോദിച്ചാൽ, ഞാൻ പറയും നിങ്ങളൊരു ബിസിനസ്സുകാരനോട് സംസാരിച്ചാൽ മതി. കാരണം സിഇഒയ്ക്ക് ഉള്ളത് പാർഷ്യലായിട്ടുള്ളൊരു തോട്ട് മാത്രമാണ്. അയാൾ സാലറിക്ക് വേണ്ടി പണിക്കുന്ന ഒരാളാണ്. അയാൾക്ക് സിമ്പിളായിട്ട് വേണ്ടത് സാലറി മാത്രം. ഇതിൻ്റെ വിഷമം അറിയുന്ന എപ്പോഴും ആരാണ്? അതിൻ്റെ വിഷമം, അതിൻ്റെ ഒരു വിഷൻ കറക്റ്റ് സെറ്റ് ചെയ്യുന്ന അതിൻ്റെ ഓണറാണ്. ഈ വിഷനാണ് സത്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു കഥ കൂടി പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ സെക്ഷൻ്റെ ആക്ച്വൽ ഡിസ്കഷനിലേക്ക് പോകാൻ തോന്നുന്നു. ഒരു 45 വയസ്സായ ഒരു സ്ത്രീ. ഈ കഥ ഞാൻ പറയുന്നത് ഒരുപക്ഷെ ഞാൻ ഈ അടുത്ത കാലത്ത് റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ ഇത്രയേറെ ഇൻസ്പയർ ചെയ്ത വേറൊരു സ്റ്റോറി. ഇത് പലതും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഒരുപക്ഷെ കേരളത്തിൽ, ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും നെറ്റ്വർത്തുള്ള ഒരു സ്ത്രീയുടെ കഥ. 45-ാമത്തെ വയസ്സിൽ
അവർക്കുണ്ടായിരുന്ന 2 മക്കളിൽ രണ്ടാമത്തെ ആളെയും കെട്ടിച്ചു വിട്ട് കഴിഞ്ഞപ്പോൾ വീട്ടിലൊറ്റയ്ക്കായിപ്പോയി. 28-ാമത്തെ വയസ്സിൽ ഭർത്താവുമായിട്ട് പിരിഞ്ഞ് 26-ാമത്തെ വയസ്സിൽ ഭർത്താവുമായിട്ട് പിരിഞ്ഞ് 28-ാമത്തെ വയസ്സിൽ അച്ഛനും അമ്മയും മരിച്ച് പിന്നെ 2 മക്കൾക്ക് വേണ്ടി അടുത്ത 17 വർഷം ജീവിച്ച് 45-ാമത്തെ വയസ്സിൽ ആ മോളെ കെട്ടിച്ചു വിട്ട് ഒറ്റയ്ക്കായി പോയപ്പോൾ വീട്ടിൽ ഒരു കാൻഡിൽ കത്തിച്ചു തുടങ്ങിയ ഒരു സ്ത്രീ, ഒരു കാൻഡിൽ, സാധാരണ കാൻഡിൽ ഉണ്ടാക്കി ഒരു കാൻഡിൽ വിറ്റു. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു സോപ്പ് വിറ്റു. അവർ പിന്നീട് ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ വലിയ വിപ്ലവം ഉണ്ടാക്കി. ആ ബ്രാൻഡിൻ്റെ പേര് ഫോറസ്റ്റ് എസെൻഷ്യൽ എന്നാണ്. ഒമ്നി ചാനൽ ബ്രാൻഡിങ്ങിൻ്റെ നമ്മൾ ഈ നേരത്തെ ഡിസ്കസ് ചെയ്ത സ്റ്റുഡിയോയുടെയൊക്കെ ഇന്ത്യയിലെ ഏറ്റവും നല്ല മോഡൽ ഫോറസ്റ്റ് എസെൻഷ്യലാണെന്ന് ഞാൻ പറയും. അവർ പ്രൊഡക്റ്റ് വിറ്റത് അവരുടെ പ്രൊഡക്റ്റിനെ പ്രീമിയം ആക്കാൻ വേണ്ടി അവർ ചെയ്ത ഏറ്റവും വലിയ കാര്യം പ്രീമിയം ലൊക്കേഷനുകളിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്ത്. ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളിലും മാത്രം ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്ന വളരെ അപൂർവം ബ്രാൻഡുകളിലൊന്നാണ്. അവർ ഓൺലൈനിൽ ഭയങ്കരമായിട്ട് വിൽക്കുമ്പോഴും അവരുടെ ബ്രാൻഡ് റീകോൾ മൊത്തം വന്നത് ഓഫ്ലൈനിൽ നിന്നാണ്. ഓൺലൈനിൽ അവിടെ പ്രസൻസ് വളരെ മിനിമമായിരുന്നു. പക്ഷേ അവർ ഓഫ്ലൈനിലെ ബ്രാൻഡ് പ്രസൻസ് കൊണ്ട് പ്രൊഡക്റ്റ് ഓൺലൈനിൽ വിൽക്കാൻ തുടങ്ങി. അപ്പോൾ 45-ാമത്തെ വയസ്സിൽ ക്യാൻഡിൽ വിറ്റ് തുടങ്ങിയ ഒരു സ്ത്രീ ഇന്ന് 1240 ക്രോറിൻ്റെ നെറ്റ്വർത്ത് ഉണ്ടായി. അവരുടെ കമ്പനി ഇന്ന് UK അടക്കമുള്ള ലോകരാഷ്ട്രങ്ങളിൽ ഏകദേശം 20ഓളം ഇൻ്റർനാഷണൽ സ്റ്റോറുകളും, അത് ഞാൻ പറഞ്ഞ ദുബായും ഒമാനും എന്നല്ല, UK US ഒക്കെയാണ്. ഇന്ത്യയിലെ മുഴുവൻ എയർപോർട്ടുകളിലും ഇന്ത്യയിൽ ഏകദേശം 100ഓളം പ്രീമിയം ഔട്ട്ലെറ്റ്. 45-ാമത്തെ വയസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 45-ാമത്തെ വയസ്സിൽ വചനയും ചൊല്ലി രാമായണം വായിച്ചിരിക്കണം എന്ന് പറയുന്ന ആളുകളുടെ മുന്നിലേക്കാണ് ഇത്തരം സ്റ്റോറികൾ നമ്മൾ വെക്കുന്നത്. അപ്പം ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഇവരെങ്ങനെയാണ്, സത്യം പറഞ്ഞാൽ ഒരു രാത്രി ഒരാൾക്ക് 1000 രൂപ കൊടുക്കാണ്ട് ഉറങ്ങാൻ പറ്റില്ല. നിങ്ങളിവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കും അറിയാം. ഒരാൾക്ക് ഒരു 1000 രൂപ കടം വന്നാൽ ഒരു സ്റ്റാഫ് വിട്ടിട്ട് പോയാൽ നമ്മൾ പേടിക്കും. ഞാനും നിങ്ങളും പേടിക്കും. ഞാൻ പേടിക്കലുണ്ട്. ഒരു സ്റ്റാഫ് വിട്ടുപോയാൽ പേടിക്കുന്ന നമ്മൾ എങ്ങനെയാണ് ഈ 1500-2000 കോടിയുള്ള ബിസിനസ് ഉണ്ടാക്കുക? ഇപ്പോൾ ഷാജി സാറുമായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു, എന്നെപ്പോലെ തന്നെ മനോരമയിൽ തുടങ്ങി. എന്നെപ്പോലെ തന്നെ ഞാൻ പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും ചെറിയ വ്യത്യാസത്തിൽ, പക്ഷേ എനിക്കറിയില്ലായിരുന്നു, ഈ അടുത്ത ദിവസം വരെ എനിക്കറിയില്ലായിരുന്നു സാറും ഞാനും ഏകദേശം ഒരേ സമയത്ത് ചെറിയൊരു ഇയറിൻ്റെ വ്യത്യാസത്തിൽ മനോരമയിലുണ്ടായിരുന്നു. അവിടെ നിന്ന് ഉള്ളിൽ തോന്നിയ ഉൾവിളിയിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നു. അതിൻ്റെ കഥ സാറ് പറയുന്നുണ്ട്, ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. പക്ഷെ എങ്ങനെയാണ് ഒരു ബിസിനസ്സുകാരൻ ജീവിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേരെങ്കിലും ബിസിനസ്സുകാരാണ്. ഈ ബിസിനസ് ഒരു 10,000 കോടിയിൽ എത്തിക്കാൻ പറ്റുമോ? ഒന്ന് IPO ചെയ്യാൻ പറ്റുമോ? 1000 പേരുള്ളൊരു കമ്പനി നടത്താൻ പറ്റുമോ? 5 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം കോടിയാക്കാൻ പറ്റുമോ? ഇന്നലെ നീത അംബാനിയാണ്, ഏതോ കണ്ടതാ, നീത അംബാനിയാണ് അത്ര ഇന്ത്യയിലെ ഏറ്റവും വിലയേറിയ കാർ ഓടിക്കുന്നത്. 1000 കോടി രൂപ, ചെറിയ പൈസേൻ്റെ കാറാ. അപ്പോൾ അവർ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ടാവും ഇത് നിലനിർത്തണ്ടേ? സോ നിങ്ങൾ ഇന്ന് ഈ കേൾക്കുന്ന കഥകൾ ജീവിതത്തിൽ നാളെ പ്രാവർത്തികമാക്കുന്ന ഒരു സാധനം. നമ്മളുടെ ബിസിനസ്സുകളിൽ ഓൺലൈൻ ഓഫ്ലൈൻ, പിന്നെ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത് എന്ത് പൊട്ടത്തരം ചോദിക്കുക എന്നുള്ളതാണ്. ഈ ചർച്ചയുടെ ഒടുവിൽ സാറിൻ്റെ കഥ കേട്ട് നമ്മൾ കുറേ ഡിസ്കഷൻ നടത്തി കഴിയുമ്പോൾ എന്ത് പൊട്ടത്തരം ചോദിക്കാനുള്ളൊരു ചോയ്സ് ഇവിടെ ഉണ്ട്. കാരണം നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ വന്നിട്ടുള്ളത് എന്തിനാണ്? ഇത് വളരെ സിമ്പിളായിട്ട് ഈ ജീവിതത്തിൽ വിജയിച്ച ആളുകളെ കാണാൻ പാടില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ജീവിതത്തിൽ തോറ്റുപോയ ആളുകളെ കാണണം. പക്ഷേ അതിൻ്റെ എന്നിട്ട് ഞാൻ എന്തിന് വിജയിച്ച ഒരാളെ വിളിച്ചു എന്ന് വെച്ചാൽ, വിജയിച്ച ആളാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തോറ്റിട്ടുള്ളത്. അയാൾ 100 ജയം നടത്തുന്നുണ്ടെങ്കിൽ 80 അതിലൊരു 2000 തോൽവി അയാൾ തോറ്റിട്ടുണ്ടാവും. ഇപ്പോൾ സാറിൻ്റെ കഥയിൽ ഞാൻ കഴിഞ്ഞ ദിവസം സാറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു. 1 ലക്ഷം രൂപ, ഒരു 15 ലക്ഷം രൂപ ഒരാളോട് ലോൺ ചോദിക്കുന്നു. 15 ലക്ഷം ലോൺ ചോദിച്ചപ്പോൾ 1 ലക്ഷം കൊടുത്ത് നമ്മളാണ് അന്നേ നിർത്തിപ്പോവും. 15 ലക്ഷം രൂപ വെച്ചപ്പോൾ 1 ലക്ഷം കൊടുത്തു. ആ 1 ലക്ഷം കൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന 200-300 കോടി രൂപയുള്ള ഒരു കമ്പനി എത്തിച്ചു. അടുത്ത 2-3 വർഷത്തിനുള്ളിൽ IPO ചെയ്യും. 100 സ്റ്റോർ എന്നുള്ളത് 300 സ്റ്റോറാവും. 100 സ്റ്റോർ വളരെ പെട്ടെന്നായത്. കാരണം അതെനിക്ക് പേഴ്സണലി ഈ പ്രോജക്റ്റിൽ ഞാൻ വേറൊരു തരത്തിൽ ഇൻവോൾവ് ആയിരുന്നതുകൊണ്ട് സാറിന് ഇപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനും ആ പ്രോജക്റ്റിൽ ചെറിയൊരു തരത്തിൽ ഞാനും ഇൻവോൾവ് ആയിരുന്നതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് ഇയർ ഓർമ്മയുണ്ട്. അപ്പം ആ കാലത്ത് മുതൽ ഈ ചെറിയ കാലം കൊണ്ട് എങ്ങനെയാണ് 100 സ്റ്റോറിലെത്തുക? ഇവിടെ ഒരു സ്റ്റോർ നടത്താൻ പറ്റുന്നില്ല, 2ാമത്തെ സ്റ്റോർ തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്ത് ചോദ്യവും ചോദിക്കാം. കുറച്ച് ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്,
അത് കുറേയൊക്കെ ഞാൻ എൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് ശ്രമിക്കുക. നിങ്ങളുടെ ഡൗട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്ലിയർ ചെയ്യണം. നമുക്കിതൊരു ചർച്ചയാക്കാം. ഓക്കെ, സാജു സാറിനെ ഞാൻ വെൽക്കം ചെയ്യാണ്. സാർ ഇല്ല, അപ്പം നമ്മളിതൊരു ഇൻറ്ററാക്റ്റീവ് സെഷൻ പോലെ ഒരു വർത്തമാനം പറയുന്ന രീതിയിലാണ് മാർക്കറ്റിംഗ് വിത്ത് ബ്രാൻഡ് സ്വാമി പോകുന്നത്. സാർ, നമ്മൾ തുടങ്ങിയതുപോലെ ഇവിടെ പലരോടും ഞാൻ ചെറിയ രീതിയിൽ സാറിൻ്റെ കഥ പറഞ്ഞു. പക്ഷെ എന്നാലും സാറിൻ്റെ കഥ സാറിൻ്റെ അടുത്ത് കേൾക്കുന്ന ഒരു സുഖമുണ്ടല്ലോ. ആ ഒരു ജേർണലിസം മുതൽ ട്രാൻസ്ഫർ ചെയ്ത് ഒരു പോപ്പീസ് എന്ന് പറയുന്ന ഒരു 200 കോടിയുടെ ബിസിനസ് ഉണ്ടാക്കിയ ആ ഒരു കഥ ഒന്ന് പറയാൻ പറ്റുമോ? ക്വിക്ക്ലി പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോവാം. ആദ്യം എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. അതുപോലെ എന്നെ കേൾക്കാൻ വേണ്ടി വന്ന എല്ലാവർക്കും വെൽക്കം ചെയ്യുന്ന എല്ലാവരെയും. ഞാൻ പറഞ്ഞു പോകുമ്പോൾ കുറേ കഥകൾ നീണ്ടുപോകും. ഇപ്പം ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം. കാരണം കുറേയൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ 70s ജനിച്ച ആൾക്കാരാണ്. ഈ 70s 80s ജനിച്ച ആൾക്കാർക്ക് അന്ന് എന്തൊക്കെ ചെയ്യണം എന്ന് അതൊന്നുമില്ല. കുറേ പഠിക്കുക. ഞങ്ങളുടെ കാലത്ത് ഒരാൾ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുന്നു, അപ്പോൾ പറയും, വീട്ടിൽ നിന്ന് പറയും, നിങ്ങൾ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ച് ബോംബെയിലൊക്കെ ജോലി കിട്ടുന്നത് ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുക. അപ്പോഴേക്കും കമ്പ്യൂട്ടറിൻ്റെ യുഗം വന്ന് കമ്പ്യൂട്ടർ പഠിക്കുന്ന കുറേ ആൾക്കാർ. അങ്ങനെ ഞാനും ഇതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു. 10th കഴിഞ്ഞ ഉടനെ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു. അതുപോലെ കമ്പ്യൂട്ടർ പഠിച്ചു. പിന്നെ എൻ്റെ പാഷനായിരുന്നു ഫോട്ടോഗ്രാഫി. ഞാൻ +2 അത് പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഞാനൊരു ഫോട്ടോഗ്രാഫി കോഴ്സ് ചെയ്ത്. ഫോട്ടോഗ്രാഫി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫസ്റ്റ് ഇയർ മമ്പാട് MES കോളേജിലായിരുന്നു. പ്രീ ഡിഗ്രി ചുങ്കത്തറ മർത്തോമ കോളേജ് ആയിരുന്നു. അങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ഇയർ തന്നെ ഞാനൊരു സ്റ്റുഡിയോ തുടങ്ങി. എൻ്റെ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് അത് ഇന്നത്തെ സലീം കുമാറാണെന്ന് സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടും പിന്നെയും ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിഗ്രി കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പം കുറച്ച് പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നു കോളേജിൽ. അത്യാവശ്യം കോളേജിലെ എല്ലാ പ്രോഗ്രാമും ഫോട്ടോഗ്രാഫർ ഞാൻ തന്നെയായിരുന്നു. അതുകൊണ്ട് ആ കോളേജിൽ ഏറ്റവും നല്ല എന്താ പറയുക ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിച്ചു. അപ്പം പക്ഷേ നമ്മുടെ അത് കഴിഞ്ഞപ്പോൾ ഇതൊന്നുമില്ല, ഫോട്ടോഗ്രാഫിയിൽ തന്നെ ഇനി എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജേർണലിസം പഠിച്ചു. ഞാൻ കോഴിക്കോട് പ്രസ് ക്ലബ്ബിലായിരുന്നു ജേർണലിസം. ഇന്നത്തെ എല്ലാ മീഡിയയിലുള്ള ഒത്തിരി ആളുകൾ എൻ്റെ കൂടെ പഠിച്ച ആളുകളുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മനോരമയിൽ ജോലിക്ക് കയറിയത്. അപ്പോൾ അതിന് മുമ്പ് സ്റ്റോറി നീണ്ടുപോകും. അതിന് മുമ്പ് ഞാൻ വയനാട്ടിൽ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോയിട്ടാണ് ഞാൻ മനോരമയിൽ ലാറ്ററൽ എൻട്രിയിലാണ് മനോരമയിൽ വരുന്നത്. അവിടെ വന്നപ്പം ഞാൻ ചിന്തിച്ചതും മൂവിയിൽ കണ്ടതൊന്നും അല്ല ജേർണലിസവും. നമ്മൾ വിചാരിച്ച കാര്യമൊന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. അതിനെല്ലാത്തിനും ഒരു പരിധിയുണ്ട്, പരിമിതികളുണ്ട് എന്നൊക്കെ മനസ്സിലായി. നമുക്കൊന്നും പ്രത്യേകിച്ച് കാര്യമായിട്ട് പത്രത്തിൻ്റെ കുഴപ്പമൊന്നുമല്ല കേട്ടോ. നമ്മൾ മനസ്സിൽ തോന്നുന്ന എല്ലാം എഴുതാൻ പറ്റും, എല്ലാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചെടുക്കുന്നതൊന്നും നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അപ്പം നമുക്കൊരു ക്രിയേറ്റിവിറ്റി ആയിട്ട് അവിടെ ഒന്നുമില്ല. അപ്പം ഓൾറെഡി എൻ്റെ ഫാദർ റബ്ബറിൻ്റെ ഹോൾസെയിൽ ഡീലറാണ്. അപ്പോൾ എനിക്കിങ്ങനെ വീട്ടിലോട്ട് ഇങ്ങനെ പ്രഷറുണ്ട്, വീട്ടിലേക്ക് തിരിച്ചു ചെന്നിട്ട് അവരുടെ കൂടെ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാനാണ്. പക്ഷേ അവിടെ എനിക്കൊരു തോന്നൽ, അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ പത്രത്തിൽ ജോലി ചെയ്യുന്നിടയ്ക്ക് ഞാൻ മഞ്ചേരിയിൽ ചെറിയൊരു ബേബി ഷോപ്പിൽ ചെറുതായിട്ടൊന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഷോപ്പിൽ പോയിരിക്കുമ്പോൾ ഞാൻ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ, ചെറിയ കുഞ്ഞുങ്ങളെ ഈ കുഞ്ഞുടുപ്പിന് ഭയങ്കര ഡിമാൻഡാണ്. ഈ ജില്ലാ ആശുപത്രിയുടെ മെഡിക്കൽ കോളേജിൻ്റെ നേരെ മുമ്പിലാണ് നമ്മുടെ ഷോപ്പ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പം ഈ കുഞ്ഞുടുപ്പ് വാങ്ങാം. അപ്പോൾ ഈ 6 രൂപ 8 രൂപയുള്ളൂ ഈ ജബല അങ്ങനെ കെട്ടുടുപ്പിന് വില. ഇത് വന്ന ഒരു 10 ബോക്സ് അല്ലെങ്കിൽ 20 ബോക്സ് വന്നാലും അത് പെട്ടെന്ന് വിറ്റ് പോകുന്ന സാധനം. അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ പാറ്റ ഗുളിക കെട്ടി ഈ ബോക്സ് തുറക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിരിക്കുക. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് തുറക്കുമ്പോൾ ഒരു സൾഫറിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ ഇത് സപ്ലൈ ചെയ്യാൻ വരുന്ന ആളോട് ഞാൻ ചോദിക്കും, ഇതെന്താണ് ഇങ്ങനെ ഇതിട്ട് വരുന്നതിന് കാരണം എന്താ? അപ്പോൾ പുള്ളി പറയും, ഇത് ഈ സൾഫറിൻ്റെ സ്മെല്ലുണ്ടെങ്കിൽ ഇത് വെട്ടിപ്പോവും, ഇങ്ങനെ പാറ്റ വന്നിട്ട് വെട്ടിപ്പോവും. അപ്പോൾ ഞാൻ പറയും, കുട്ടികൾക്ക് കിട്ടുമ്പോൾ അവിടെ നമുക്കൊരു ജേർണലിസ്റ്റിൻ്റെ ഒരു മൈൻഡ് വന്നു, കുട്ടികൾക്ക് അങ്ങനെ ഇടാൻ പാടുണ്ടോ? അപ്പോൾ ഞാൻ ആൾക്കാരോട് ചോദിക്കും, നിങ്ങൾ ഈ സാധനം വാങ്ങിയിട്ട് നിങ്ങൾ നേരിട്ട് കൊണ്ടുപോയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇടുകയാണോ? പിന്നെ അപ്പം നമ്മളൊരു സങ്കല്പം ഉണ്ടല്ലോ, കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് പിന്നെ ഡ്രസ്സ് വാങ്ങി വെക്കാൻ പാടില്ല എന്നൊക്കെ സങ്കല്പം ഉണ്ടല്ലോ പൊതുവെ. അപ്പം അതുകൊണ്ട് ഈ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കുട്ടി ഉണ്ടാകുമ്പം ഈ അവരെ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സ് വന്നിട്ട് മേടിച്ചു കൊണ്ടിട്ട് അപ്പം തന്നെ കുട്ടികൾക്ക് വെയർ ചെയ്യാം. അങ്ങനെ അതെനിക്കൊരു ഭയങ്കര ഒരു ചോദ്യം. അതൊരു അല്ല, നമുക്കൊന്നും തിരുത്താൻ പറ്റിയില്ലെങ്കിലും അങ്ങനെ ഞാൻ എനിക്ക് സ്വന്തമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയാലോ. ഈ കെട്ടുടുപ്പിൻ്റെ ഒരു ആശയം
അങ്ങനെ ഞാൻ കുറേ എൻ്റെ കസിൻസും ഈ വിദേശത്ത് നിന്ന് വരുന്നവരൊക്കെ കൊണ്ടുവരും, നല്ല നല്ല പ്രൊഡക്റ്റ് കൊണ്ടുവരും. നമ്മുടെ നാട്ടിൽ എവിടെ പോയാലും അന്ന് 2000 2001 ഇന്ന് കാണുന്ന ഈ പറഞ്ഞ ഷോപ്പുകളൊന്നുമില്ല, ബേബി ഷോപ്പ് എന്നുള്ള കോൺസെപ്റ്റേ ഇല്ല. അങ്ങനെ ഞാൻ അവരുടെ നിന്നൊക്കെ കുറേ പ്രൊഡക്റ്റ് കളക്ട് ചെയ്ത് ഞാൻ ഇതുമായിട്ട് ഞാൻ തിരുപ്പൂർ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ജേർണലിസമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എപ്പോഴും തിരുപ്പൂരും ഞാനെപ്പോഴും ഒരു ബിസിനസ് ജേർണലിസ്റ്റാണ് സെലക്ട് ചെയ്യാറ് നോർമലി. അപ്പോൾ അങ്ങനെ കുറേ എക്സ്പോർട്ടിൻ്റെ ഒക്കെ സ്റ്റോറിയൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് പരിചയമൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ അവിടെ ഈ സാമ്പിളും കളക്ട് ചെയ്ത് ഞാൻ തിരുപ്പൂർ എന്നിറങ്ങി, ട്രെയിനിൽ ഇറങ്ങി ഞാനിത് ഇങ്ങനെ ഈ സാധനമൊക്കെ കുറച്ച് അവിടെ ഉള്ള ആൾക്കാരെ കാണിച്ചു തന്നു. ഒരു ഐഡിയ ഇല്ല എവിടെയൊക്കെ പോകണമെന്ന് നമുക്കൊരു ഇതുമില്ല. അങ്ങനെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഇതെല്ലാം എക്സ്പോർട്ടാണ്. ഒരാളെന്നോട് പറഞ്ഞു ഇതൊക്കെ എക്സ്പോർട്ടാണ്, എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്, ഇത് എക്സ്പോർട്ട് ഹൗസിൽ കിട്ടുള്ളൂ, നിങ്ങൾക്ക് എങ്ങോട്ട് അയക്കാനാണ്. അപ്പം ഞാൻ പറഞ്ഞത് കേരളത്തിൽ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്നോട് ചോദിച്ചു നിങ്ങളെ MOQ എത്രയാണെന്ന് ചോദിച്ചു. ഈ ആളെന്നെ പരിചയപ്പെട്ട ആൾ ചോദിക്കുക. അപ്പം MOQ എന്നുള്ള വാക്കൊക്കെ അപ്പോൾ മിനിമം ഓർഡർ ക്വാണ്ടിറ്റിയാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിൽ എൻ്റെ ഷോപ്പും അതിന് തൊട്ടടുത്ത് 5 ഷോപ്പിലൊക്കെ വെക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞൊരു 100-200 പീസൊക്കെ ഒരു 10-20 സാമ്പിൾ ഉണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു ഇത് ഇവിടെ എന്തായാലും കിട്ടില്ല, നിങ്ങൾ കാതർപേട്ട് എന്ന സ്ഥലത്ത് പോയി. അങ്ങനെ ഞാൻ തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരം കാതർപേട്ടിൽ നടന്നു ചെന്നുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കെട്ടുടുപ്പുകളുണ്ട് അട്ടി വെച്ചിരിക്കുക, എല്ലാം കെട്ടി കയറുകൊണ്ടൊക്കെ കെട്ടിയിട്ട് ഈ വീടുകളിൽ തയ്ച്ചിട്ട് കൊണ്ടുവന്ന് അട്ടി വെച്ചിരിക്കുക. മണ്ണും പൊടിയും ചെളിയൊക്കെ ഉണ്ട്. ഈ സാധനമാണ് നമ്മളെ ബോക്സിലാക്കിയിട്ട് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വെയർ ചെയ്യാൻ വരുന്നത്. അപ്പം ഞാൻ പിന്നെ ഇതോട് ചെന്നാൽ പറഞ്ഞു ഇത്, അപ്പോൾ ഇവരോട് ഞാൻ ഈ സാമ്പിൾ കഴിച്ചാൽ പറഞ്ഞു ഇതിവിടെ ചെയ്യാൻ പറ്റില്ല, ഇത് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നത് വേണം. അപ്പം ഞാൻ ചിന്തിക്കുക എക്സ്പോർട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന ചോദ്യങ്ങൾ കേട്ടോ. എക്സ്പോർട്ട് ചെയ്യുന്ന അവിടെ ഉള്ള കുഞ്ഞുങ്ങളും നമ്മളെ നാട്ടിലുള്ളതും കുട്ടികളല്ലേ, ഇത് വേറെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ എക്സ്പോർട്ട് ഹൗസിൽ ഒരുപാട് ഞാൻ പിന്നെ അത് കഴിഞ്ഞ് എക്സ്പോർട്ട് ഹൗസിൽ ചെല്ലുന്ന സമയത്ത് സെക്യൂരിറ്റി നമ്മൾ അതിനുള്ളിൽ കയറ്റിവില്ല. അന്നൊക്കെ തിരുപ്പൂർ അത്രയും സ്ട്രോങ് ആണ്, എക്സ്പോർട്ട് അത്രയും സ്ട്രോങ് ആണ്. അപ്പോൾ ഇതിനുള്ളിൽ കയറാൻ പോലും സംഭവിക്കില്ല. അങ്ങനെ ഞാൻ കുറേ ഇതിനു വേണ്ടി നടന്നു. അപ്പോൾ ഒരു രക്ഷയില്ല, MOQ എന്നെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിരിക്കുക. അപ്പം അപ്പോഴേക്കും ഞാനൊരു ഒരാഴ്ചയൊക്കെ അവിടെ നിന്ന് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. നമ്മൾ എന്താ പറയുക ജേർണലിസം ഉള്ളതുകൊണ്ട് പഠനം ഭയങ്കരമായിട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് പഠിക്കാൻ തുടങ്ങി. പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഈ എക്സ്പോർട്ട് ചെയ്തതിൻ്റെ സർപ്ലസ് ഫാബ്രിക് വിൽക്കുന്ന ഒരു മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ സിമിലർ ഫാബ്രിക് അവിടെ നിന്ന് കളക്ട് ചെയ്ത് ചെറിയ യൂണിറ്റുകളിൽ ഞാൻ ഈ പ്രൊഡക്ഷൻ ചെയ്ത് ഞാൻ ഈ പ്രൊഡക്റ്റുമായിട്ട് കുറച്ച് ഭംഗിയുള്ള കുഞ്ഞ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് അന്ന് തന്നെ ചെറിയ എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് ഈ പ്രൊഡക്റ്റ് ഞാൻ ചെയ്ത് ഞാൻ നമ്മുടെ കടയ്ക്ക് അപ്പോഴേക്കും ഇവിടെ കൊണ്ടുവന്ന MRP 60 രൂപയോളം MRP ഈ കെട്ടെടുപ്പിന്. 6 രൂപ 8 രൂപ 9 രൂപയുടെ പ്രൊഡക്റ്റിന് എൻ്റെ 60 രൂപയായി. ആ 60 രൂപ MRP ഉള്ള പ്രൊഡക്റ്റ് ഇട്ട് കടയിൽ ചെന്നപ്പോഴാണ് അടുത്ത പ്രശ്നം. എന്നോട് പറഞ്ഞു ഇഷ്ടം പോലെ ഞങ്ങളുടെ ഷോപ്പിൽ വെച്ചു, ഞങ്ങളുടെ ഷോപ്പിൽ നന്നായിട്ട് പോകാൻ തുടങ്ങി. പക്ഷെ ഒരു ഷോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് വലിയ എമൗണ്ടിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പം ഇതെല്ലാം അവിടെ വിറ്റ് പോവില്ല അവസ്ഥ. അപ്പം ഞാൻ ഈ മറ്റുള്ള തുണിക്കടകൾ ഇങ്ങനെ നമുക്ക് പരിചയമെടുത്ത് മഞ്ചേരി ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ വേറൊരു ഷോപ്പിൽ ഇൻവെസ്റ്റ് ആയതുകൊണ്ട് അവിടെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ പതുക്കെ കൊണ്ടുവരുന്നപ്പം അവരൊക്കെ പറഞ്ഞു ഇത്ര വിലയുള്ള എന്തായാലും അവർ ഒറ്റയടിക്ക് കാണുമ്പോൾ തന്നെ കാണാനൊക്കെ നല്ലതാണ്, പക്ഷേ ഈ വിലയ്ക്ക് വിറ്റുപോല. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെയാണ് വെച്ച് നോക്ക്, ഇത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാശ് തന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ തിരിച്ചെടുത്തോളാം. അങ്ങനെ കുറേ കടകളിൽ വെച്ചു. ചില കടകളിലൊക്കെ ഇവർ കാണിക്കുന്നില്ല, വില കൂടുതലാണെന്നുള്ളതുകൊണ്ട് ഇവർ കാണിക്കുന്നില്ല. ചില ഷോപ്പിലൊക്കെ ഞാൻ തന്നെ പോയി നിന്ന് ഈ തിരക്കുള്ള സമയത്ത് എടുത്തിട്ട് ഈ കുട്ടികളുള്ള ഷോപ്പിൽ ഞാൻ തന്നെ എടുത്ത് ഡിസ്പ്ലേ ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോൾ ആൾക്കാർ പതുക്കെ അത് വാങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും ഇത് ചെറിയ ആൾക്കാർ പിന്നെ എനിക്ക് വിളിക്കാൻ തുടങ്ങി, കോൾ വരാൻ തുടങ്ങി, നിങ്ങൾ ആ പ്രൊഡക്റ്റ് നല്ല കേട്ടോ, ഇതിന് കുട്ടികൾ തന്നെ ചോദിച്ചു വരാൻ തുടങ്ങി. അതൊരു എനിക്ക് ഭയങ്കര അങ്ങനെ. അപ്പോഴേക്കും ഞാൻ ഈ പേര് മഞ്ചേരിയുള്ള ഒരു മാക്സിൻഡോ എന്ന് പറഞ്ഞിട്ട് ഒരു രാജ് എന്ന് പറഞ്ഞ പുള്ളിയുടെ കൂടെ ഞാൻ പോയിരുന്നു. അപ്പോഴേക്കും പോപ്പീസ് എന്നുള്ള പേര് ഞാൻ കുറേ പേരുകൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ ഉണ്ടാവും, നിങ്ങൾ പല ആൾക്കാരും സംരംഭകരാണ്, പേര് എസ്പെഷ്യലി ഗാർമെന്റ്സിന് പേര് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ജേർണലിസ്റ്റോ അഡ്വർടൈസ്മെന്റ് ഉള്ളതുകൊണ്ട് എനിക്കിത് ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ ഞാൻ ട്രേഡ് മാർക്ക്, ഇന്നൊക്കെയാണ് ട്രേഡ് മാർക്കിന്റെ ഒത്തിരി ആളുകളുണ്ട്, എവിടെ എല്ലായിടത്തും ട്രേഡ് മാർക്ക്. അന്ന് ട്രേഡ് മാർക്ക് അറ്റോർണി അതൊക്കെ വളരെ റെയർ കേസാണ്. അങ്ങനെ ഈ പേര് ഞാൻ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് പേര് കിട്ടുന്നേ ഇല്ല. അങ്ങനെ കുറേ പേരുകൾ ഉപയോഗിച്ചു നോക്കിയിട്ട് ഇതിലൊന്നും കിട്ടുന്നില്ല. മിക്കവാറും ബോംബെയിലും കൊൽക്കത്തയിലും ഒക്കെ പേരുകളെല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കും. അങ്ങനെ ഞാൻ ശ്രമിച്ചിട്ടാണ് എൻ്റെ ഒരു ലക്ഷ്യം ചെറിയ പേരായിരിക്കണം, ആളുകൾ എപ്പോഴും പറയുന്ന പേരായിരിക്കണം എന്ന് തോന്നി. അങ്ങനെ പോപ്പീസ് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ അത് കിട്ടി. പോപ്പീസ് ആ സ്പെല്ലിങ് കിട്ടി.
അത് ഞാൻ രജിസ്റ്റർ ചെയ്തു. ആ രജിസ്റ്റർ ചെയ്ത് ഈ ലോഗോ ഒക്കെ വെച്ച് പ്രൊഡക്റ്റ് ആയിട്ട് വീണ്ടും അപ്പോഴേക്കും ഞാൻ ഈ ലോഗോ വെച്ചിട്ട് അന്ന് 7 കളറായിരുന്നു പോപ്പീസിന്റെ ലോഗോയ്ക്ക്. അങ്ങനെ ആ ഇതുമായിട്ട് മാർക്കറ്റിൽ ചെന്ന് പതുക്കെ ചോദ്യങ്ങൾ തുടങ്ങി. അപ്പം എനിക്ക് അടുത്ത പ്രതിസന്ധി വന്നു. കാരണം ഒന്ന് ക്യാപിറ്റൽ ഇല്ല, ഇതെല്ലാം ഞാൻ കട കൊണ്ട് വെച്ചിരിക്കുന്നത്, വിറ്റിട്ട് പോലും പല ആൾക്കാരും കാശ് തരുന്നില്ല. പിന്നെ ഞാൻ തന്നെ സിംഗിൾ ഇതാണ്. അപ്പം 2005 ആയപ്പോഴേക്കും ഞാനൊരു സ്വന്തമായിട്ട് ഫാക്ടറി തുടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ ഞാൻ റിസൈൻ ചെയ്തു, ജോലിയൊക്കെ വിട്ടു. കാരണം എനിക്കൊരു റിസൈൻ ചെയ്തതോടുകൂടി ഈ മനോരമയിൽ ജോലി ചെയ്യുമ്പം എല്ലായിടത്തും ഭയങ്കര എന്താ പറയുക, ഒരു ഗ്ലാമർ ജോലി. അന്നത്തെ കാലത്ത് ഈ ജേർണലിസം എന്ന് പറഞ്ഞ ഗ്ലാമർ ജോലിയാണ്. അപ്പോൾ അതിന്ന് വിട്ടുപോകാനപ്പോൾ ആർക്കും വലിയ താല്പര്യമില്ലായിരുന്നു. എന്തായാലും ഞാൻ റിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ അവിടെ നിന്നൊക്കെ സ്വരൂപിച്ച ഇതൊക്കെയാണ് ഈ ക്യാപിറ്റലായിട്ട്. ഈ ക്യാപിറ്റലെല്ലാം ഞാൻ ഉണ്ടാക്കിയ മൊത്തം ക്യാപിറ്റലും വിവിധ ഷോപ്പുകളിലായി. അപ്പോൾ പുതിയ പ്രൊഡക്ഷൻ ചെയ്യണമെങ്കിലോ വേറെ ചെയ്യണം. അപ്പം ഞാൻ പിന്നെ ചിന്തിച്ച് നമുക്ക് എന്തായാലും വീട്ടിൽ നിന്നൊരു ഫണ്ടും സപ്പോർട്ടൊന്നും അന്നത്തെ സമയത്ത്, കാരണം അന്നത്തെ ഏറ്റവും വലിയ വിഷയം അന്നത്തെ സിനിമകളായിരുന്നു. വരവേൽപ്പും അന്നത്തെ പഴയ സിനിമകളെ കണ്ടിട്ട് വ്യവസായം തുടങ്ങിയിട്ട് അന്നത്തെ സിനിമകളൊക്കെ പരാജയപ്പെട്ട ആളുകളെ കഥകളെ സിനിമകൾ, ബിസിനസ്സുകാരൊക്കെ വില്ലന്മാരായിരിക്കും. അതെ. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഒരു ഫണ്ട് കിട്ടുക എന്നുള്ള ഇതില്ല. അപ്പം അങ്ങനെ ഞാനൊരു DIC റിട്ടയർഡ് ആയ ആളെ കൊണ്ടൊരു പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി. ഞാൻ കാനറ ബാങ്ക്, എൻ്റെ ഫാദറിന് കാനറ ബാങ്കിൽ ലോണൊക്കെ ഉണ്ട്. പക്ഷെ ഫാദറിന്റെ പേരൊന്നും പറയാതെ ഞാൻ കാനറ ബാങ്കിൽ പോയി SME ബ്രാഞ്ച് ഉണ്ട്, അന്ന് സ്മോൾ മീഡിയം എന്റർപ്രൈസസിന്റെ SME ബ്രാഞ്ചിൽ പോയിട്ട്, അന്ന് SSI ബ്രാഞ്ച്, അവിടെ പോയി ഈ പ്രൊജക്ട് റിപ്പോർട്ട് എടുത്തപ്പോൾ ആദ്യം മാനേജർ പറഞ്ഞു അവിടെ ഓഫീസർ ഉണ്ടോണ്ടി കാണിക്കാൻ. അപ്പോൾ ഓഫീസർ എൻ്റെ നാട്ടുകാരൻ, നിലമ്പൂർക്കാരനാണ്, എന്നെ വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ നന്നായിട്ടുണ്ട്, നല്ല റേഷ്യോസ് എല്ലാം ഉണ്ട്. പക്ഷെ ഷാജു പുള്ളി കുറേ സിനിമേൻ്റെ പേരെന്നോട് പറഞ്ഞു, അടിമകൾ, ഉടമകൾ, മില്ലുകൾ പൂട്ടിയ ഒത്തിരി സിനിമാ കഥ പറഞ്ഞിട്ട് പറഞ്ഞു, ഷാജു ഇത് ഒരിക്കലും വിജയിക്കാൻ സാധ്യതയില്ല. ഒരു കാര്യം ചെയ്യും, അന്ന് ഈ ഈസ്റ്റേണിന്റെ കറി പൗഡറൊക്കെ ഇങ്ങനെ ഡെവലപ്പായി എല്ലാം അങ്ങനെ ബ്രാൻഡായി വരികയാണ്. അതുപോലെ മഞ്ചേരിയിൽ സൂപ്പർനോവ എന്നൊരു കറി പൗഡറും അത് ഇങ്ങനെ AM സ്റ്റോറിൻ്റെ സൂപ്പർനോവയൊക്കെ ഇങ്ങനെ മാർക്കറ്റിലേക്ക് ഭയങ്കര ഇതാ വരിക. എന്നോട് പറഞ്ഞു, എന്നോട് പുള്ളി ചോദിച്ച ചോദ്യം, ഒരു കുട്ടിക്ക് എത്ര ഉടുപ്പ് വേണം? ഷാജു ചിന്തിച്ചു നോക്കും, മുളക് പൊടി ഒരു വീട്ടിലേക്ക് എല്ലാ ആഴ്ചയിലും എല്ലാ മാസം മുളക് പൊടി വേണം, എല്ലാ മാസം മല്ലിപ്പൊടി വേണം, കുട്ടിക്ക് എത്ര ഉടുപ്പ് വേണം? അപ്പം ഞാൻ പറഞ്ഞു, ഇതിനകത്ത് എനിക്ക് 2 കാര്യമുണ്ട് സാറേ. എനിക്കൊന്ന് 10 ലക്ഷം രൂപ എൻ്റെ പ്രൊജക്റ്റ് ഉള്ളൂ. ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്ന് ഒരു കുഞ്ഞുങ്ങളോട് എനിക്ക് താല്പര്യം. ഞാൻ എൻ്റെ വീട്ടിലെ ചെറിയ മോനാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാം. അപ്പം അത് മാത്രമല്ല എൻ്റെ പാഷനാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോഴേക്കും പുള്ളി കൺവിൻസ് ആയി. പക്ഷെ മാനേജർ ചെന്നപ്പോൾ മാനേജർ ഒരിക്കലും തയ്യാറല്ല. കാരണം കൊളാക്ടറൽ സെക്യൂരിറ്റി ഇല്ലാതെ എനിക്ക് ലോൺ തരുന്നത്. അന്ന് പുള്ളി ആ 10 ലക്ഷം രൂപയുടെ ലോൺ പുള്ളിക്ക് എല്ലാം കട്ട് ചെയ്തിട്ട് 1 ലക്ഷം രൂപ എനിക്ക് ലോണായിട്ട് തന്നു. ഇതാണ് എൻ്റെ എന്താ പറയുക ആദ്യത്തെ ക്യാപിറ്റൽ. ഞാൻ ഇട്ട കാശ് കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ. അപ്പോഴേക്കും പിന്നെ അപ്പോൾ പുള്ളി എന്നോട് ഒരു കാര്യം പറഞ്ഞു, ഷാജി ഒരു എന്താ പറയുക കൊളാറ്ററൽ സെക്യൂരിറ്റി കൊണ്ടുവരികയാണെങ്കിൽ ലോൺ തരാം. എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ കൊളാറ്ററൽ സെക്യൂരിറ്റി. നിങ്ങൾക്കറിയാം, നമ്മുടെയൊക്കെ പാരൻസ്, ഇപ്പോഴത്തെ പാരൻസ് ഒക്കെ മാറി. പാരൻസ് പേടിയാണ്, കാരണം ഇത് കൊളാറ്ററൽ സെക്യൂരിറ്റി വെച്ച് ലോൺ എടുത്താൽ ഇത് നഷ്ടപ്പെടുമോ? ഞാൻ നല്ലൊരു ജോലി, അത്യാവശ്യം മോശമല്ല ശമ്പളം കിട്ടുന്നൊരു ജോലി കളഞ്ഞിട്ട് ഇനി ഒരു ലോൺ എടുത്ത് അവർ പിന്നെയും അപ്പോഴേക്കും എനിക്ക് ഇന്ത്യ വിഷൻ എന്ന് വിളി തുടങ്ങി. എനിക്ക് വേറെ ചാനലിൽ നിന്നൊക്കെ എന്നെ അന്ന് ചാനലുകൾ വന്നു തുടങ്ങി, ജോലിക്ക് വിളിക്കാൻ, എൻ്റെ കൂടെ കോളേജ് ഒക്കെ വിളിക്കാൻ തുടങ്ങി, എനിക്ക് വേണ്ടി ജോലിക്ക് കയറാം. അപ്പം ഞാൻ എന്തായാലും ഇറങ്ങിപ്പോയി, ഇനി ഇതിനെ തിരിച്ചു കയറുന്ന ഇതില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി ഇങ്ങനെ കുറെ ആളുകളൊക്കെ കണ്ടു. അപ്പോൾ എൻ്റെ ഒരു ഭാഗ്യത്തിന് ഇപ്പം എൻ്റെ തിരുവാതിര ഓഫീസിലിരിക്കുന്ന തൊട്ടടുത്ത ആള് നമ്മുടെ പരിചയക്കാരനാവും. അദ്ദേഹം വന്നപ്പോൾ ഞാനിങ്ങനെ ഈ കാര്യം പറഞ്ഞു, അങ്ങനെ തിരുവാതിലെത്തുന്നത് ഷാജു ഇങ്ങനൊരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ പുള്ളി പ്രോപ്പർട്ടിയിൽ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പുള്ളി ആരും എടുക്കാതൊക്കെ ഇരിക്കുക. പറഞ്ഞു അത് വേണമെങ്കിൽ ഞാൻ ഷാജുവിന് അഡ്വാൻസ് റേറ്റ് തരാമെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊള്ളാം, നല്ലൊരു ആശയം. ലോകത്തില്ലാത്തൊരു വിലയ്ക്കാണിത് ഞാൻ എടുക്കുന്നത്. ആ നാട്ടിൽ ഏറ്റവും വലിയ വിലയ്ക്ക് ഞാൻ ആ പ്രോപ്പർട്ടി വെക്കാൻ, കാരണം അഡ്വാൻസ് റേറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് കൊണ്ടുപോയി വെച്ച് കുറച്ചും കൂടി എനിക്ക് ഫണ്ട് വന്നു. അങ്ങനെ എൻ്റെ ഭാഗ്യത്തിന് ഈ മാനേജർ സ്ഥലം മാറിപ്പോയി. ഒരു ചന്ദ്രരാജ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രിവാൻഡ്രത്തിലൊരു സാർ അവിടെ മാനേജർ, ദൈവദൂതരെ പോലെ ഒരാൾ വന്നു. അദ്ദേഹത്തിന് എൻ്റെ ഞാൻ നല്ല ഭംഗിയുള്ള ചെയ്തത്, അന്ന് ചെറിയൊരു ഫാക്ടറി ആണെങ്കിലും ചെയ്ത് നല്ല ഭംഗിയുള്ള എല്ലാ മെഷീൻസൊക്കെ നല്ല വൃത്തിയുള്ള ഒരു ഫാക്ടറി ആയിരുന്നു. ഇപ്പോൾ ആദ്യം കിട്ടിയ ഫണ്ട് കൊണ്ട് ചെയ്ത് എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ചെറിയതാണെങ്കിലും ചെറിയ സിസ്റ്റം ഉണ്ടായിരുന്നു. അങ്ങനെ അത് വിസിറ്റിന് പുള്ളി ഒരു ദിവസം, പുള്ളി വലിയ ലോണുകൾ കൊടുക്കും, പുള്ളിയുടെ മിനിമം പുള്ളിയുടെ 50 ലാഖൊക്കെ പുള്ളി കൊടുക്കാൻ ഉള്ള സീനിയർ മാനേജർ. പുള്ളി ഒരു വിസിറ്റിന് വന്നപ്പം
പുള്ളിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ പുള്ളി അത് ഒറ്റയടിക്ക് എനിക്കത് 50 lakh ആയിട്ട് ആ ലോൺ പുള്ളിയുടെ ഫുൾ റിസ്കിൽ എനിക്ക് 50 lakh ആയിട്ട് അതോടുകൂടി എനിക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലായി. എന്താ പറയുക, ഇത് വന്നിട്ട് ഞാൻ വിചാരിച്ചു ഇതോടെ എല്ലാ പ്രശ്നവും തീർന്നു. അങ്ങനെ എന്താ പറയുക, പ്രൊഡക്ഷനൊക്കെ കൂട്ടി. അപ്പം അന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു മലയാളികളായിരിക്കണം എൻ്റെ കമ്പനിയിൽ മുഴുവൻ ആൾക്കാരായിരുന്നു. അങ്ങനെ ഞാൻ തിരുപ്പൂരിൽ നിന്നൊക്കെ എന്താ പറയുക ആളുകളെ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള മലയാളികളെയൊക്കെ പഠിപ്പിച്ച് ഞാൻ പുറത്തുനിന്നൊക്കെ കിറ്റക്സിനൊക്കെ കുറേ ആളുകളെ എടുത്തതൊക്കെ തുടങ്ങി. കുറച്ച് ഒരു വർഷം 2 വർഷം കഴിയുമ്പോഴേക്കും നാട്ടിൽ എവിടെയെങ്കിലും ഒരു വെഡിങ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളെ കുറേ മെഷീൻസ് ഒഴിഞ്ഞിരിക്കും. കാരണം കല്യാണത്തിന് പോകാണ്ട് പറ്റില്ല, കല്യാണത്തിന് പോകാതിരിക്കാൻ പറ്റില്ല. പ്രൊഡക്ഷനൊക്കെ അവിടെ നിൽക്കട്ടെ. കാരണം ആ ഒരു ജോബ് കൾച്ചർ നമ്മുടെ ആളുകൾക്ക് വന്നില്ല. ഇപ്പോഴൊക്കെ ഒരുപാട് മാറിയിട്ടോ. അതൊക്കെ നമുക്ക് പിന്നെ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ മാർക്കറ്റിൽ നിന്ന് ഡിമാൻഡ് കൂടാൻ തുടങ്ങി. ഞാൻ ഒരു കാരണവശാലും ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ചയല്ല, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അതിൽ നല്ല നല്ല ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. ഇത് മാർക്കറ്റിൽ കൊണ്ടുവന്നപ്പോഴേക്കും നമ്മുടെ ഒരു ആളുകൾ 2 കൈ നീട്ടി സ്വീകരിക്കുക എന്ന് വരില്ല. അത് ശരിക്കും കമ്പാരിറ്റീവ്ലി വില കൂടുതലാണ്. കാരണം അത്രയും ക്വാളിറ്റി സ്റ്റിച്ച് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഈ മലയാളികളെ ഞാനത് പ്രൊഡക്ടിവിറ്റി അല്ല നോക്കുക, ഞാൻ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഉണ്ടാക്കിയെടുത്തത്. അത് എന്താ പറയുക 2 കൈ നീട്ടി സ്വീകരിച്ചു. ഇതൊരു പ്രതിസന്ധി ആളുകൾ കിട്ടാതായത്. പിന്നെ ക്രമേണ ആളുകൾ വരവും കുറഞ്ഞു. അതായത് ആളുകൾ ജോലിക്ക്, മലയാളികൾ ഒരു ബ്ലൂ കോളർ, അതെ ആ ഒരു നമ്മുടെ ടൈപ്പ് ജോലിക്ക് വരാനുള്ള ഒരു മടി തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് മൈഗ്രന്റ് ലേബേഴ്സിനെ കൊണ്ടുവന്നു, കുറച്ച് മറ്റേ നോർത്ത് ഈസ്റ്റും അവർക്ക് വന്നപ്പോഴേക്കും ഞങ്ങൾ അടുത്ത ദിവസം നമ്മുടെ നാട്ടുകാരും ബംഗാളീസിന്, ഇന്നത്തെ സമയത്തല്ല കേട്ടോ, ബംഗാളീസിന് പ്രത്യേകിച്ച് ഗ്രാമമാണ്, ഒരാളും വീട് തരില്ല. അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന പോലെയല്ല. ബംഗാളിയെ കണ്ടാൽ തന്നെ ബംഗാളിന്ന് വിളിക്കുക. ഏത് നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന ആളുകളെ നമ്മളെ ആൾക്കാർ ബംഗാളീസിനെ വിളിക്കുക. ബംഗാളീസിന് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗ്രാമത്തിൽ അത്ര ചെറിയ ഗ്രാമമാണ്. പിന്നെ ഇവർക്ക് അക്കോമഡേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വലിയൊരു അക്കോമഡേഷൻ വേണ്ടിയിരുന്നു. അപ്പോഴേക്കും എന്താ വെച്ചാൽ ബ്രാൻഡിന് ഡിമാൻഡ് ആകാൻ തുടങ്ങി. മാർക്കറ്റിൽ അത്യാവശ്യം ആളുകൾക്ക് റീകോൾ വന്നു തുടങ്ങി. അങ്ങനെ അതിനുള്ള ഒരു പരിഹാരം കണ്ടു. അങ്ങനെ ഞാൻ അത്യാവശ്യം കേരളം മുഴുവൻ ഡിസ്ട്രിബ്യൂഷനായി. ഞങ്ങൾ തന്നെ മാനുഫാക്ചറിങ്, ഞങ്ങൾ തന്നെ സപ്ലൈ ചെയിൻ, ഞങ്ങൾ തന്നെ ഡിസ്ട്രിബ്യൂഷനിലാണ് എല്ലായിടത്തും ഈ പ്രൊഡക്റ്റ് എത്തിക്കുന്നത്. ഇതിൽ 2 കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, പ്രതിസന്ധികൾ എങ്ങനെ വരുന്നു. ഇപ്പോൾ 1 ലക്ഷം എന്നുള്ളത് കിട്ടാതെ വന്നാൽ നിർത്തിപ്പോകാൻ എളുപ്പമാണ്. നമ്മളൊക്കെ ഒരു 80% ആൾ നിർത്തിപ്പോവും. ഏത് ലോൺ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നിർത്തിപ്പോവും. രണ്ടാമത്തെ പ്രശ്നം, ബംഗാളികളെ കൊണ്ടുവന്ന് ബംഗാളികളുടെ പ്രശ്നം വന്ന് അപ്പം നമ്മൾ നിർത്തും. എനിക്കൊരു എക്സാമ്പിൾ ഉണ്ട്. ഞാൻ ആദ്യം കമ്പനി തുടങ്ങിയ സമയത്ത് കുറച്ച് മലയാളികളെ വേണത് വാശിയുണ്ട്. സാറിന് നേരെ ഓപ്പോസിറ്റ്, നമുക്ക് ഈ മലയാളി സ്നേഹമൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് മലയാളികൾ വന്ന് നമ്മുടെ ഓഫീസിനടുത്ത് താമസിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പം നാട്ടുകാരെന്താ പറഞ്ഞു വെച്ചാൽ ഇവർക്ക് കൾച്ചറൽ പ്രോബ്ലം ഉണ്ടെന്നായി. എന്നിട്ട് നാട്ടുകാർ അതിൻ്റെ മുകളിൽ പ്രശ്നം ഉണ്ടാക്കി. കാരണം ഇവർ രാത്രി ബംഗാളിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ എന്തായാലും സാരി ഉടുത്ത് നടക്കൂലല്ലോ. അത് കേരളത്തിൽ വലിയ പ്രശ്നമായിരുന്നു. അപ്പം സാറ് പറഞ്ഞു വന്നത്, അപ്പം പിന്നെ ഇവർക്ക് അക്കോമഡേഷൻ ഒക്കെ റെഡിയാക്കി. അങ്ങനെ ഞാൻ ഒരു സേഫായി എല്ലായിടത്തും ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങൾ തന്നെ ചെയ്യുന്നു. അപ്പം ഒരു ദിവസം എന്നെ 2 പേര് കാണാൻ വന്നു. അപ്പോഴേക്കും ഞാൻ ചെറുതായിട്ട് ഈ ഈവനിങ് പത്രങ്ങളിൽ ഞാൻ ചെറിയ പരസ്യം കൊടുക്കും. ഞാൻ പത്രത്തിൽ നിന്ന് വന്നുകൊണ്ട് അന്നത്തെ നിങ്ങൾക്ക് അറിയുണ്ടാവില്ല, അന്ന് ഈ ദീപികയ്ക്ക് രാഷ്ട്രദീപിക എന്നൊരു പത്രം, അതുപോലെ ഫ്ലാഷ് എന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടായിരുന്നു, മറ്റേ കേരള കൗമുദിക്ക്. ഇതൊക്കെ ഇന്നൊക്കെ ഫോണിൽ ന്യൂസ് അറിയുന്ന കാലം. അന്ന് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് വാർത്തകൾ അറിയണമെങ്കിൽ ഈ ഇത്തരം സായാഹ്ന പത്രങ്ങളാണ് വാർത്ത അറിയാൻ വേണ്ടിയുള്ള ഇത്. അങ്ങനെ ഇത് പത്രങ്ങൾ വായിക്കുന്ന എനിക്കറിയാം. അങ്ങനെ ഞാൻ കുഞ്ഞു പരസ്യം, പോപ്പീസ് എന്നുള്ളൊരു പരസ്യം, അതിന് വലിയ പരസ്യം ചെയ്യാനുള്ള നമ്മുടെ ഒരു ഫണ്ടില്ല. അങ്ങനെ ഈ പരസ്യം ചെയ്തവർക്ക് അതിൻ്റെ അടിയിൽ ഫോൺ നമ്പറും വയ്ക്കും. എൻ്റെ ഫോൺ നമ്പർ തന്നെ വയ്ക്കുക. ആ ഫോൺ നമ്പറിൽ കണ്ട് ആളുകൾ വിളിക്കാൻ തുടങ്ങി. ഡിമാൻഡ് ഓൾ കേരള നമുക്ക് ഡിമാൻഡായി തുടങ്ങി. പിന്നെ എൻ്റെ സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു മോഡലായിരുന്നു. അവരെല്ലാവരും ഓർഡർപ്രണേഴ്സ് ആയിരുന്നു. കാരണം എൻ്റെ കൂടെ ഡ്രൈവ് ഞാൻ ഞാൻ തന്നെ ആദ്യകാലത്ത് ഓർഡർ എടുക്കാൻ പോയി. ഞാൻ ഓർഡർ എടുക്കാൻ പോയപ്പം എൻ്റെ കൂടെ വന്ന എൻ്റെ ഡ്രൈവറിൽ ഞാനൊരു സ്പാർക്ക് കണ്ടു. ഞാൻ സാധാരണ ഡ്രൈവേഴ്സ് നോർമലി വണ്ടിയിലിരിക്കുന്ന ആളാണ്. ഇദ്ദേഹം മഹേഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വരും, പെട്ടിയെടുക്കും. ഞാൻ ഒരു 4 ഷോപ്പ് ഞാൻ സാമ്പിൾ കാണിക്കണം, പുള്ളി സാമ്പിൾ കാണിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ മഹേഷിനോട് ചോദിച്ചു, മഹേഷ് നിനക്ക്, ആദ്യത്തെ എൻ്റെ സെയിൽസ്മാൻ മഹേഷ്, നിനക്ക് എൻ്റെ വണ്ടി എടുത്ത്, നിനക്ക് സ്വന്തമായൊരു വണ്ടി, ഞാൻ ചോദിച്ചു നിനക്ക് സ്വന്തമായൊരു വണ്ടി എടുത്ത് നിനക്ക് റൂട്ട് പോകാൻ ധൈര്യം ഉണ്ടോ ചോദിച്ചു. അത് പിന്നെന്താ, ഞാൻ പോയി നോക്കണം, എന്ത് പറഞ്ഞാലും ഓക്കെ പറഞ്ഞാണ്. അങ്ങനെ പുള്ളിയുടെ പേര് തന്നെ ലോൺ എടുത്ത് പുള്ളി ഒരു കാറും എടുത്ത് പുള്ളി സാമ്പിളുമായിട്ട് പോയി. അപ്പോൾ ഈ തിരുവനന്തപുരം സൈഡിലേക്ക് പോയപ്പോഴാണ് ഞാൻ ആദ്യം ഈ സൈഡ് മാത്രമായിരുന്നു. അവിടെ എത്തിയപ്പോഴും പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കൂടി വരിക.
അങ്ങനെ ഈ മോഡലിൽ ഞങ്ങൾ 10-20 പേരെ വെച്ചപ്പോഴേക്കും അവരെല്ലാവരും ഓണ്ടർപ്രണേഴ്സ് ആയി മാറി. അവർക്ക് സ്വന്തമായിട്ട് പെർസെൻറ്റേജ് കിട്ടാൻ തുടങ്ങിയതോടുകൂടി അവർ നല്ല രീതിയിൽ. പക്ഷേ അതിൻ്റെ സൈഡിൽ കൂടി വേറെ കാര്യം നടക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കാത്തൊരു കാര്യം, എൻ്റെ ക്യാപിറ്റലും ഈ ലോൺ എടുത്ത ഫണ്ട് മുഴുവൻ മാർക്കറ്റിൽ ക്രെഡിറ്റ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അടുത്ത ഘട്ടത്തിൽ പറയാം. അങ്ങനെ വന്ന സമയത്ത് ഞാൻ സക്സസ് ആയി എന്നുള്ള ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് 2 ചെറുപ്പക്കാർ എന്നെ കാണാൻ വന്നു. എന്നോട് വന്ന് കാണാൻ വന്ന് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ക്രിയേറ്റീവ് ഏജൻസിയാണ്. അപ്പം ഞാൻ ഓൾറെഡി രാജാണ് ഏറ്റവും വലിയ ക്രിയേറ്റീവ് ഏജൻസി, അല്ലെങ്കിൽ നമ്മൾ അല്ല, ഞാനങ്ങനെ മോശമല്ല, രാജ്യം മോശമല്ല. ഇവന്മാർ വന്നിട്ട് 2 പേരും വന്നിട്ട് പറഞ്ഞു, ഷൈജു കമാൽ എന്ന ഒരാളുടെ പേര്. അപ്പോൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ലോഗോ തീരെ പോരാന്ന്. എൻ്റെ എല്ലാം ഞാൻ അത്രയും കാലം ഈ ലോഗോ കണ്ടിട്ടാണ് ജനങ്ങൾ ഇത് വാങ്ങുന്നത്. നമ്മുടെ ഒരു ചിന്തയാണല്ലോ, നമ്മുടെ ഈ ബ്രാൻഡിന്റെ ലോഗോ എഴുതി വെച്ചത് അത് കണ്ടിട്ടാണ് ആൾക്കാർ വാങ്ങുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അത് സാർ അത് ശരിയല്ല എന്നാണ്. ഞാൻ പറഞ്ഞു, എന്താ ശരിയല്ലാത്തത്? അപ്പോൾ കുറേ ഒത്തിരി കുറ്റം പറയാം. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് നിങ്ങൾ ശരിയായ ഒരു ലോഗോ ഉണ്ടായിക്കൊണ്ടാണ് പറഞ്ഞു. വെറുതെ ചുമ്മാ എനിക്ക് പറയാൻ തോന്നിയാ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇവർ വരുമൊന്നുമില്ല എന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇവരുണ്ട് എൻ്റെ CD, ഇപ്പോൾ ഒരു CD-യിലൊക്കെ പോപ്പീസുണ്ട്, നല്ല ഇപ്പോൾ ഉള്ള ലോഗോ വെച്ച് CD, ഒരു കവർ, ഒത്തിരി എൻവലപ്പ്, ഒരു വിസിറ്റിംഗ് കാർഡ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം ആൾക്കാർക്ക് കൊണ്ടുവരുന്നത്. ഇതെല്ലാം കൊണ്ടുവന്ന് ചോദിക്കുക എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. നല്ല രസമായിട്ടുണ്ടല്ലോ എനിക്ക് തോന്നുക. പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ ലോഗോ തന്നെയാട്ടോ വലിയ ലോഗോ, കാരണം ഞാൻ കണ്ട് ഇരിക്കുന്ന ലോഗോ അതല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ വനിതയിൽ സ്പ്ലിറ്റ് എഡിഷനിലൊക്കെ മലപ്പുറത്ത് തുടങ്ങി. ഒരു മാസത്തിൽ 3 മാസം കൂടുമ്പോൾ ഒരു ക്രിസ്മസ്, ഓണമൊക്കെ സമയത്ത് പരസ്യമൊക്കെ കൊടുത്തു തുടങ്ങി, പതുക്കെ കൊടുത്തു തുടങ്ങിയിരുന്നു. അപ്പം ഇതൊക്കെ വന്നപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചു, ഇങ്ങനെ ലോഗോ മാറ്റുന്നതിനെ കുറിച്ച് എന്തെങ്കിലും. എല്ലാവരും എന്നോട് ഒരേപോലെ എതിർക്കാൻ തുടങ്ങി. ശരിയല്ല, കാരണം നീ ഇത്രയും പരസ്യം ചെയ്യണമല്ലേ. നിങ്ങൾ എൻ്റെ ടീം എല്ലാവരും സെയിൽസ്മാൻമാരും. പക്ഷെ എനിക്ക് ഇവർ കൊണ്ടുവന്ന് ഇഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഇച്ചിരി എന്നോടൊക്കെ ഒരു അസൂയയും കുറച്ച് വെറുപ്പൊക്കെ ഉള്ള 2 ആൾക്കാരെ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ലോഗോ ഒന്ന് മാറ്റിയാൽ എങ്ങനെയുണ്ട് ചോദിച്ചു. ഇവന്മാർ അപ്പം തന്നെ പറഞ്ഞു, ഒരു കാരണവശാലും മാറ്റരുത്. ഇവർ മാറ്റണം എന്ന് പറഞ്ഞാൽ മാറ്റില്ലെന്ന്, ഒരു കാരണവശാലും മാറ്റരുത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പതുക്കെ അവിടേക്കും എല്ലാവരും എതിർപ്പാ ലോഗോ മാറ്റുന്നതിനെ കുറിച്ച്. കാരണം ഞങ്ങൾ അത്രയും ഒരു 8-9 വർഷമായിട്ട് ലോഗോ ആയിട്ട്, പോപ്പീസിന്റെ ഏറ്റവും വലിയ ലോഗോ നമ്മുടേതാണ്. നമുക്ക് അങ്ങനെയാണല്ലോ, നിങ്ങൾക്കൊക്കെ ബ്രാൻഡ് ഉണ്ടെങ്കിൽ അറിയാം, നമ്മുടെ ബ്രാൻഡ് ലോഗോ ആയിട്ട് നമ്മൾ ഏറ്റവും വലിയ ചിന്തിക്കുക. അങ്ങനെ ഇത് മാറ്റി ഞാൻ എന്ത് ചെയ്തു, വനിത 3 പേജ് എടുത്തു. അന്ന് വനിതയാണ് ഏറ്റവും വലിയ മാധ്യമം എൻ്റെ വിശ്വാസത്തിൽ. കാരണം ഞാൻ മനോരമയിൽ ഒന്നും മാത്രമല്ല എല്ലാ വീടുകളിലും വനിതയുണ്ട്. ഞങ്ങൾ മാറുന്നു, ഒരു പേജിൽ അത് പഴയ ലോഗോ വെച്ചിട്ട്, അടുത്ത പേജിൽ പകുതി മുറിഞ്ഞിട്ട പേജും, അടുത്ത പേജിൽ ഫുൾ ഒരു ഫോട്ടോ വെച്ചിട്ട് പോപ്പീസിന്റെ ലോഗോ വെച്ചു. അങ്ങനെ അവളേക്ക് ഒരു ഗുണം കിട്ടിയത്, കുറേ ആളുകൾ വിളിക്കാൻ തുടങ്ങി പരസ്യത്തിന്. പരസ്യം പിടിക്കാൻ വേണ്ടി മറ്റുള്ള പത്രങ്ങളിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പൊ കുറെ ആൾക്കാർ നല്ല അഭിപ്രായങ്ങൾ പറയുന്നു, നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് ബ്രാൻഡിന്റെ ആ ലോഗോയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, അതാ അവരത് ക്രിയേറ്റീവ് ഒരു പറഞ്ഞൊരു കാര്യമാണ്. ഇതൊരു എന്താ പറയുക, ബട്ടർഫ്ലൈയുടെ ഒരു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അറിയില്ല, ഒരു പ്യൂപ്പ മുതൽ അതിന്റെ സമാധി അവസാനം ബട്ടർഫ്ലൈ ആയിട്ട് പോകുന്ന പോലെ ലോഗോ. അത് കഴിഞ്ഞോടുകൂടി സിംഗിൾ കളറായി. മറ്റേ ഈ 8 കളർ പ്രിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബാക്കിൽ പ്രിന്റ് ചെയ്യുക, ലേബൽ അടിക്കാനൊക്കെ കോസ്റ്റ് കൂടുതലാണ്. അത് സിംഗിൾ കളറായി, പിങ്ക് കളറായി, വൈറ്റിൽ പിങ്ക്. അത് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രിന്റ് ചെയ്യാനൊക്കെ വളരെ സൗകര്യമായി. മാത്രമല്ല ഭയങ്കര ഒരു യുണീക്കായി. അങ്ങനെ അതുകൂടി വെച്ച് ബോക്സൊക്കെ ഒന്നും കൂടി ഡിസൈൻ മാറ്റി ഞങ്ങൾ ഒരു ഫോറിൻ, ഞാനെന്ന് തന്നെ ഈ മലയാളി കുട്ടികളെ വെച്ച്, അത് ആദ്യകാലം മുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്, മലയാളി കുട്ടികളെ വെച്ച് പരസ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത് മലയാളി ബ്രാൻഡ് എന്ന് കാണുമ്പോൾ എൻ്റെ ഒരു പേടി എന്നത്, മലയാളി ബ്രാൻഡ് എന്ന് കാണുമ്പോൾ ആളുകൾക്ക് നോർമലി ഇത് വാങ്ങാൻ മടിയാണെന്ന് തോന്നിയുകൊണ്ട് ഫോട്ടോഷൂട്ടൊക്കെ നമ്മൾ മാക്സിമം ചെയ്യുന്നതൊക്കെ നമ്മൾ ഫോറിൻ കുട്ടികളെ, വിദേശ കുട്ടികൾ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കുട്ടികളെ വെച്ചാൽ ഷൂട്ട് ചെയ്തിരുന്നത്. ഒരു ഫോട്ടോഷൂട്ടും കൂടി ചെയ്തപ്പോഴേക്കും നമ്മളൊരു ലുക്കും ഒക്കെ ഒന്ന് മാറി. അങ്ങനെ പതുക്കെ ഞങ്ങൾ കർണാടകയിലെത്തി, തമിഴ്നാട്ടിലെത്തി, ബാക്കി പാൻ ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കോൺഫിഡൻസ് ഒക്കെ വീണ്ടും കൂടാൻ തുടങ്ങി. അങ്ങനെ സെയിൽസ് നല്ല എന്താ പറയുക, അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ. അപ്പോൾ ഞാൻ ഈ ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ, കാരണം സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ലോൺ ഇഷ്ടംപോലെ ബാങ്കുകൾ തരും. ബാങ്ക് പിന്നെ ഈ പറഞ്ഞ ബാങ്കുകളൊക്കെ എൻ്റെ BB+ ആയി, ആദ്യം ക്രിസിൽ റേറ്റിംഗ് BBB+ ആയി. ഇതൊക്കെ വന്നതിലും ബാങ്കേഴ്സ് അപ്പോഴേക്കും ഞാൻ എനിക്ക് പ്രോപ്പർട്ടി ആയി, ബിൽഡിങ്സ് വാങ്ങാൻ തുടങ്ങി. അതൊക്കെ ഓരോരോ ഘട്ടങ്ങളിൽ ഇങ്ങനെ വാങ്ങിയല്ലോ. അപ്പോഴേക്കും ബാങ്കേഴ്സൊക്കെ നമ്മൾ തിരഞ്ഞു വരാൻ തുടങ്ങി. എന്താ പറയുക, എത്ര ലോണാണ് വേണ്ടതെന്ന് ചോദിക്കുന്നത്. അപ്പം ആവശ്യത്തിന് ലോൺ ഇങ്ങനെ. അപ്പോഴേക്കും എൻ്റെ പാരൻസിനും നമ്മളെ കുറിച്ചൊരു കോൺഫിഡൻസ് വന്നു, എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് വന്നു. അപ്പോൾ ആവശ്യമുള്ള പ്രോപ്പർട്ടിയും ഇതൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും
ഞാൻ ഇപ്പം വിചാരിച്ചു ലോൺ വേറെ ഒന്നിനെ കുറിച്ച് നമ്മൾ ചിന്തയില്ല. ബിസിനസ് നന്നായിട്ട് ഓടുന്നു, ഇഷ്ടംപോലെ ലോൺ കിട്ടുന്നു, അതനുസരിച്ച് മാർക്കറ്റ് നല്ല ഡിമാൻഡ്, എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരുന്നു. അപ്പോഴാണ് ഒരു CA കാരൻ നമ്മുടെ കമ്പനി തൊട്ടു ക്യാഷ് ഫ്ലോ പ്രോബ്ലം ഉണ്ട് സാറേ എന്ന്. ഞാൻ ക്യാഷ് ഫ്ലോ അതെന്താ പ്രശ്നം, നമ്മൾ ക്യാഷ് ഫ്ലോ എന്നുള്ള കാര്യം ആ വേർഡ് ചെയ്യാം. അപ്പോൾ സാറേ സെയിൽ ചെയ്തിട്ട് ആ ഫണ്ട് നമുക്ക് വരുന്നില്ല, നമ്മൾ ഒരു മാസത്തെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ക്യാഷ് ഫ്ലോ എന്താണെന്ന് അറിയായിരിക്കും, ഒരു മാസത്തെ ചെലവിനുള്ള പൈസ നമുക്ക് തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ചു അങ്ങനെ ഉണ്ടോ, അപ്പോൾ അതിന് പകരം നമ്മൾ പുതിയ ലോൺ എടുത്ത് അവിടെ ഫില്ല് ചെയ്യാണ്, അത് പാടില്ല. അപ്പം അതിനെന്തൊരു സൊല്യൂഷൻ ചോദിച്ചപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാലും ഒരു സൊല്യൂഷൻ ചോദിക്കും എൻ്റെ സ്റ്റാഫിനോടൊക്കെ, എന്താ ഇതിനുള്ള സൊല്യൂഷൻ ചോദിക്കും. അപ്പോൾ പുള്ളി പറഞ്ഞു 2-3 സൊല്യൂഷൻ ഉണ്ട്. ഒന്ന് നമ്മൾ ക്രെഡിറ്റ് നിർത്തുക, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സെല്ല് ചെയ്യണ മാറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ മാറ്റുക എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതിൽ എളുപ്പമുള്ള മാർഗ്ഗം, ഇതിൽ ഏത് ചിന്തിക്കുമ്പോഴും എനിക്ക് പേടിയാണ്. കാരണം ഞാൻ എൻ്റെ മൈൻഡിൽ ഞാൻ സക്സസ് ആണ്, പക്ഷേ ആ പുള്ളിയുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് മൈൻഡിൽ സക്സസ് അല്ല. കാരണം ക്യാഷ് ഫ്ലോ ഇല്ലാത്ത കമ്പനി സക്സസ് ബിസിനസ് അല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് സംഗതി ഓടുന്നുണ്ട്, ബിസിനസ് ഉണ്ട്, ആൾക്കാരുടെ ഡിമാൻഡുണ്ട്, സെയിലുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറേ മാർഗങ്ങളെ കുറിച്ച് ആലോചിച്ചു. നമുക്കൊരു ഈ ഇഷ്യൂ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ ഞങ്ങൾ കേരളത്തിലെ കുറച്ച് ഡിസ്ട്രിബ്യൂഷനെ വിളിച്ചു. അപ്പോൾ അവർ പറയുന്ന പല ഡിമാൻഡ്സ് നമുക്ക് അത്രത്തോളം നോക്കും. അപ്പോഴേക്കും ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് ചാനൽ, ഇപ്പോൾ പുള്ളി തന്നെ നമുക്ക് കുറച്ച് ചാനൽ അഡ്വർടൈസ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ പതുക്കെ ഞങ്ങൾ ഏഷ്യാനെറ്റിലും മനോരമയിലും മഴവിൽ മനോരമയിലൊക്കെ ആയിട്ട് കുറച്ച് പരസ്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ എൻക്വയറി കൂടുതലായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ആഗ്രഹം, കുറേ ആളുകൾ എന്നോട് പറഞ്ഞു ഒരു ഷോറൂം തുടങ്ങിയാലോ എന്ന്. അപ്പോൾ എനിക്ക് ഈ 2 വയസ്സുള്ള കുട്ടികൾ ഉള്ളൂ, നമുക്ക് ചെറിയ ഡ്രസ്സുള്ളല്ലോ. അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും പ്രോട്ടോ ടൈപ്പ് ഉണ്ടോ, എന്തിൻ്റെയും ഡ്രസ്സാണെങ്കിലും എല്ലാത്തിനും പ്രോട്ടോ മോഡൽ ഉണ്ടാക്കും. അങ്ങനെ ഞങ്ങളുടെ ഓഫീസിൻ്റെ മുമ്പിൽ തന്നെ ഒരു പ്രോട്ടോ ടൈപ്പിൽ ഒരു 300 സ്ക്വയർ ഫീറ്റിൽ ഒരു സ്റ്റോർ തുടങ്ങി. അത് തുടങ്ങി എൻ്റെ അമ്മയാണ് ഉദ്ഘാടനം ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും ആളുകൾ അത്ഭുതം, നിങ്ങളോട് ഞാൻ പറയാം, ആളുകൾ വന്നിട്ട് 3000, 2000. ഞാൻ നോർമലി തുണിക്കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ മിക്ക ആൾക്കാർ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ പറയും നിങ്ങൾ സെയിലില്ല, നോർമലി പൈസ ചോദിക്കുന്ന പറയുന്ന. പക്ഷെ ഞങ്ങൾ അത്ഭുതം എന്താ വെച്ചാൽ ആളുകൾ വന്നിട്ട് ഇത് 3000, 5000 സിംഗിൾ ബില്ല്. അപ്പം ഞാൻ ഈ വന്ന ആൾക്കാരോട് ഇങ്ങനെ ചോദിക്കും, എന്താ നിങ്ങളിങ്ങനെ ഇത് എന്താണ് നമുക്ക് അറിയണമല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ അപ്പോൾ ഞങ്ങൾ ഓഫീസ് നോർമലി എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ ഇത്രയും സെലക്ഷൻ കിട്ടാറില്ല. അപ്പം നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്, ആവശ്യത്തിന് സെലക്ഷനും ഉണ്ട്. അപ്പം ഞാൻ കൂടുതൽ വാങ്ങി ഞങ്ങൾ ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ കൊടുത്തു വിടുന്നുണ്ട്, അവിടെ കിട്ടാനില്ലല്ലോ എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ട് നമുക്കൊരു ഷോറൂം തുടങ്ങിയാൽ. അപ്പോഴേക്കും 2017 കഴിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറയും, സാറേ നമുക്കൊരു സിസ്റ്റം വേണം. അപ്പോൾ എനിക്ക് എന്താ സിസ്റ്റം? അപ്പോൾ ഞാൻ തന്നെ ഓർഡർ എടുക്കും, ഞാൻ തന്നെ എന്താ പറയുക, ഇവരുണ്ട് സെയിൽസ്മാൻമാരുണ്ട്, അവർ റിവ്യൂ ചെയ്യുന്നത് ഞാനാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഡ്രീം, എനിക്ക് അന്ന് മുതലേ ഡ്രീം ഉണ്ടായിരുന്നു, എനിക്ക് ലിസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പുള്ളിയോട് ലിസ്റ്റ് ചെയ്യാനായി പുള്ളിനെ ഇത് കൊച്ചു സബ്ജക്റ്റിലെ പുള്ളി സാറിൻ്റെ സ്റ്റോറിയൊക്കെ വായിച്ചിട്ട് ലിസ്റ്റിംഗ് എൻ്റെ മൈൻഡിൽ ഭയങ്കര ഉണ്ട്. ഇത് IPO ചെയ്യാൻ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ IPO ചെയ്യണമെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കൊണ്ടു. അന്നത്തെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റെയർ ആയിട്ട് ആൾക്കാർ കിട്ടുന്ന അല്ല. അങ്ങനെയാണ് ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് പുള്ളി പറയാൻ തുടങ്ങി, സാർ IPO ഒക്കെ പോകണമെങ്കിൽ ആദ്യം നമ്മുടെ ഓർഗനൈസേഷനിൽ സിസ്റ്റം വേണമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ ഈ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നു? അപ്പോൾ പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഡിപ്പാർട്ട്മെന്റ് തിരിക്കും. അപ്പം നമുക്ക് ചെറിയ ഡിപ്പാർട്ട്മെന്റൊക്കെ, എൻ്റെ മൈൻഡിലുള്ള ഒരു ചെറിയ ഡിപ്പാർട്ട്മെന്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ രീതിയിൽ ഇപ്പം എല്ലാ ഡിപ്പാർട്ട്മെന്റ് പുള്ളി വന്ന് ഞങ്ങൾ ഓരോരുത്തരുടെ ഡിപ്പാർട്ട്മെന്റുമായി ഞങ്ങൾ അതായത് വലിയ ബ്രാൻഡുകളിൽ നിന്ന് വൈസ് പ്രസിഡന്റ് ആ ലെവലിലുള്ള ആളുകളൊക്കെ ഞങ്ങൾ എടുത്തു തുടങ്ങി. അങ്ങനെയാണ് ആ സമയത്താണ് ഞങ്ങൾ ഒരു ഫണ്ട് റൈസിങ്ങിനെ കുറിച്ച് ആലോചിച്ചു, ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നതൊക്കെ. അങ്ങനെ ഒരു സ്റ്റോർ തുടങ്ങുന്നതിന്, റീറ്റെയിൽ സ്റ്റോർ തുടങ്ങുന്നതിൻ്റെ ഒരു ആഗ്രഹമായിട്ട് ഒരു റീറ്റെയിൽ സ്റ്റോർ തുടങ്ങാനും വേണ്ടി ഒരു പ്ലാൻ കിട്ടും. അപ്പം വെറുതെ റീറ്റെയിൽ സ്റ്റോർ തുടങ്ങിയാൽ ഈ കുഞ്ഞു സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക നോർമൽ സ്റ്റോറാണ്. അപ്പം ഞാൻ അങ്ങനെ കണ്ടപ്പം ഒരു സ്റ്റോർ എന്ന് പറഞ്ഞാൽ ബേബി ഷോപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ കുറേ ആഗ്രഹങ്ങളുണ്ട്, അതുപോലെ സ്റ്റോർ വേണം. ആ ഡ്രീമിൽ എങ്ങനെ വരുത്തും? അങ്ങനെ ഞാൻ എൻ്റെ കൂടെയുള്ള ഈ പ്രസാദ് എന്ന് പറഞ്ഞിട്ട് പുള്ളി കിക്കോ എന്ന് പറഞ്ഞ ഒരു ഇറ്റാലിയൻ ബ്രാൻഡിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ അത് പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, നമ്മൾ 4D എന്ന് പറഞ്ഞ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു ആർക്കിടെക്റ്റ് ഉണ്ട് ബാംഗ്ലൂർ. അപ്പോൾ അവർ പക്ഷേ എക്സ്പെൻസീവ് ആണ്. ഞാൻ പറഞ്ഞാൽ എത്ര എക്സ്പെൻസീവ്? അവരൊരു സിറ്റിങ്ങിന് 10 lakh വാങ്ങുന്നതാണ്.
അപ്പോൾ നമ്മൾ അത്രയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്തായാലും എൻ്റെ ഡ്രീം എപ്പോഴും ഞാൻ അതുപോലെ സ്വപ്നം കാണുന്ന ആളാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു പ്രസാദ് എന്തായാലും നമുക്ക് അവർ വിളിക്കാം, നമുക്കൊന്ന് ഒരു അങ്ങനെ രണ്ടുപേരും കൂടി ഫ്ലൈറ്റിന് വന്നു. എൻ്റെ കൂടെ ഒരു ദിവസം അവർ ഫുള്ളിരുന്ന് എൻ്റെ സ്വപ്നങ്ങൾ എന്താണോ അതെല്ലാം അവർ കേട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്യില്ല എന്നാണ്. ഞാൻ പറഞ്ഞു ഇതിപ്പോൾ എൻ്റെ ഡ്രീം ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വരച്ചു. അവർ നല്ല ഭംഗിയുള്ള ഇപ്പോഴത്തെ പോപ്പീസിൻ്റെ ഷോറൂമിൻ്റെ ഡിസൈൻ വരച്ചു. അതായത് ഒരു സ്കൈ ആണ്, ആ സ്കൈയിൽ കുഞ്ഞുങ്ങൾ പൂക്കളാണ്, പൂമ്പാറ്റകളാണ് എന്നുള്ള ഒരു മോഡലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മോഡല് എനിക്ക് ഉണ്ടാക്കി തന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ ചെയ്യേ. അങ്ങനെ ഞങ്ങൾ 2019 നവംബർ 1 ആദ്യത്തെ ഷോറൂം ഞങ്ങൾ കൊച്ചിയിൽ തുടങ്ങി. നിങ്ങളോട് പറയുകയാണെങ്കിൽ അത്ഭുതകരമായ ബിസിനസ് ഞങ്ങൾ ഡിസംബറിലൊക്കെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഒരു 7 lakhs ആണ്. അത് 13 lakhs 14 lakhs ബിസിനസ് വരാൻ തുടങ്ങി. നമുക്ക് ഭയങ്കര എനിക്ക് ഓവർ കോൺഫിഡൻസ് ആയി. അപ്പോൾ ഞാൻ കണ്ണൂർ, ട്രിവാൻഡ്രത്ത്, ബാംഗ്ലൂർ, ഇന്ദിരാനഗറിലൊക്കെ ഓരോ ഷോറൂം എടുത്തു, ബിൽഡിങ്ങിന്റെ വർക്ക് തുടങ്ങി. അപ്പോഴേക്കും ഞങ്ങൾ ഫണ്ട് റൈസിങ്ങിന്റെ വർക്ക് ഇഷ്ടംപോലെ ഫണ്ട് റൈസിന് ഒരു തീരുമാനം ഏത് എടുക്കാം, ക്രൗഡ് ഫണ്ടിങ് മോഡലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു എന്താ പറയുക, ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫേം വന്നിട്ട് ഈ ഫണ്ട് റൈസിങ്ങിന്റെ നടക്കാൻ ഞങ്ങളെല്ലാം പിക്ചർ ഡെക്ക് ഒക്കെ ഉണ്ടാക്കിയപ്പോഴേക്കും ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫേം, ഒരു വിനോദ് എന്ന് പറഞ്ഞ കക്ഷി എന്നെ കാണാൻ വന്നിട്ട് പുള്ളി പറഞ്ഞു ഷാജു നിങ്ങൾക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഫണ്ട് ഇടാൻ പുള്ളിയുടെ കയ്യിൽ കുറച്ച് ആളുകളുണ്ട്. അങ്ങനെ പുള്ളി പറഞ്ഞു ഉറപ്പായിട്ടും കിട്ടും ഷാജു, ധൈര്യമായിട്ട്. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ വേണ്ട, ഞാൻ ക്രൗഡ് ഫണ്ട്, എനിക്ക് അത്ര ഫണ്ടിന്റെ ആവശ്യമില്ല. പുള്ളി എന്നെ നിർബന്ധിച്ച് ഇവരുമായിട്ട് മീറ്റിംഗ് ഒക്കെ നടത്തി. അപ്പോഴേക്കും എൻ്റെ സ്വപ്നം നമുക്കങ്ങനെ ഫണ്ട് വരുന്ന കേൾക്കുമ്പോൾ പുള്ളി പറഞ്ഞ 125 crore ഷാജു ഒരു 25% ഡയലൂട്ട് ചെയ്താൽ മതി, ഒരു 125 കോടി ഞാൻ റൈസ് ചെയ്യാമെന്നാണ്. അപ്പോഴേക്കും നമ്മുടെ സ്വപ്നം ഭയങ്കരമായിട്ട് വളർന്നു. കാരണം ഒരുപാട് സ്റ്റോർ തുറക്കാം. അങ്ങനെ പുള്ളിയുടെ കൂടെയുള്ള അവരുടെ അസിസ്റ്റൻസും കൂടി വന്നിട്ട് എല്ലാം റെഡിയാക്കി, എവിടെയൊക്കെ സ്റ്റോർ തുടങ്ങണം, സ്റ്റോർ ലൊക്കേഷൻ എല്ലാം ഫൈനലാക്കി അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കും ഞാൻ അപ്പോൾ കുറേ മോഹങ്ങൾ മാറ്റി വെച്ചൊക്കെ അപ്പം ഞാനൊരു ബ്രാൻഡ് അംബാസിഡറെ കൊണ്ടുവരാൻ വേണ്ടി ചിന്തിച്ചു. അങ്ങനെ അന്ന് മറ്റേ മണിരത്നത്തിന്റെ മൂവിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഐശ്വര്യ റായ്. അപ്പോൾ ഐശ്വര്യ റായ് ഒരുപാട് സിനിമകളിൽ എനിച്ചില്ല. അപ്പം എനിക്കൊരു ബോംബെയിലുള്ള ഫ്രണ്ടിനോട് വെച്ച് എനിക്ക് ഐശ്വര്യ റായ് നമുക്ക് ബ്രാൻഡ് അംബാസിഡറായി കിട്ടുമോ? അന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ കല്യാൺ ജ്വല്ലേഴ്സിന് മാത്രമേ ബ്രാൻഡ് അംബാസിഡർ ഉള്ളൂ. അങ്ങനെ ഞാൻ പുള്ളിയോട് പറഞ്ഞു ചെറിയ ബ്രാൻഡൊന്നും സാധ്യതയില്ല എന്ന് പുള്ളി. ഞാൻ പറഞ്ഞു ഞങ്ങൾ ചെറിയ, എൻ്റെ മനസ്സിൽ കേരളത്തിൽ വലിയ ബ്രാൻഡാ, എൻ്റെ മനസ്സിലും വലിയ ബ്രാൻഡ്, നിങ്ങൾ സംസാരിക്കണം. എൻ്റെ ഭാഗ്യത്തിന് അവർ പറഞ്ഞു, അവർ ഓഫീസിൽ കൊടുത്തു. പിന്നെ കുറേ ദിവസത്തേക്ക് യാതൊരുവിധ പ്രതികരണമില്ല. പക്ഷെ അവർ കൊച്ചിയിലേക്ക് അവരുടെ ഡയറക്റ്റ് ഏജൻസി വഴി നമ്മളെക്കുറിച്ച് അന്വേഷിച്ച് അവരെ ഫസ്റ്റ് അപ്രൂവലായിട്ട് എന്നോട് പറഞ്ഞു ബോംബെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ബോംബെയിൽ ഇവരുടെ ഒരു ഏജന്റ് ഉണ്ട്, ഇവരെ എന്താ പറയുക, ബ്രാൻഡ് മാനേജ് ചെയ്യുന്നത്. അവിടെ ചെന്ന് ഇരുന്നപ്പം അന്നാണ് ഞാൻ സൂം കാണുന്നത്. ഇവരുണ്ട് ഒരു മോണിറ്ററിൽ ഇവർ നേരിട്ട് വന്നിട്ട് എന്നോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. ആ ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ ആൻസർ പറഞ്ഞു. ഐശ്വര്യ റായ് വന്നിട്ട് എന്നോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഇതിനെല്ലാം ആൻസർ പറഞ്ഞപ്പോഴേക്കും പിന്നെ അധികം സംസാരിക്കുന്നില്ല. എന്നോട് മെയിൽ അയക്കുന്നതുകൊണ്ട് പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പം ഇവർ അറിയിപ്പ് വന്നു, പുള്ളിക്കാരത്തി വില്ലിംഗ് ആണ്, 2 days 3 crore. അപ്പം ഇവർ ചോദിച്ച എന്നോട് എത്ര രൂപ ചെയ്യാൻ പറ്റും, എത്ര ഫണ്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാനൊരു 3 കോടി എൻ്റെ മനസ്സിൽ കണ്ടിരുന്നു. അപ്പോൾ 3 കോടി രൂപയ്ക്ക് ഇവർ റെഡിയായി. അപ്പോൾ ഏകദേശം ഒരു കോസ്റ്റ്യൂമർ, പിന്നെ ഇതിന് പുറമെയുള്ള കുറേ എക്സ്പെൻസ്, അവർ പറയുന്ന ക്യാമറാമാൻ, അതെ, അവർ പറയുന്ന ലൊക്കേഷൻ, പിന്നെ കുഞ്ഞിനെ അവർ കയ്യിലെടുക്കില്ല, അങ്ങനെ കുറേ ഡിമാൻഡ്സ് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. കാരണം അവർ വന്നു കഴിഞ്ഞാൽ ബ്രാൻഡ് മറ്റേ ആ മൂവി അന്ന് റിലീസാകാൻ നിൽക്കുക. പിന്നീട് കോവിഡ് കഴിഞ്ഞിട്ട് ആ പടം റിലീസായത്. ഒരു ഡേറ്റും ഫിക്സ് ചെയ്തു, ഇവരെ ബ്രാൻഡ് അംബാസിഡർ കൊണ്ട്. അപ്പോഴേക്കും ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടും എനിക്ക് ഏകദേശം മാർച്ചായി. അത് കഴിഞ്ഞ് ഡേറ്റ് 26-ാം തീയതി, മാർച്ച് 26-ാം തീയതിയോ 21-ാം തീയതി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു, ഒരു ഷൂട്ടും ഫിക്സ് ചെയ്തു, ഇവരെ കോസ്റ്റ്യൂംസ് തയ്ക്കാൻ കൊടുത്തു, എല്ലാം റെഡി. കറക്റ്റ് ലോക്ക്ഡൗൺ. അതായത് 5 മാസം കൃത്യമായി ലോക്ക്ഡൗൺ. എൻ്റെ പ്രൈവറ്റ് ഇക്വിറ്റി ഫേം വരാന്ന് പറഞ്ഞവർ ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും അപ്പൊ പ്രതിസന്ധി ഒന്നുമില്ല. കോവിഡിന് ഞാൻ വിചാരിച്ചു ഭയങ്കര. അപ്പോഴേക്കും കുട്ടികൾക്ക് ഡ്രസ്സില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു CM 4ാമത്തെ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് കിട്ടാനില്ല. അപ്പൊ ആരെങ്കിലും മാനുഫാക്ചേഴ്സിന്, അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് മാനുഫാക്ചറിംഗ് വരാൻ പറ്റുന്നില്ല, നിങ്ങൾ മെഡിക്കൽ ഷോപ്പുകളിൽ എത്തിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വൈഫ് 4ാമത്തെ ദിവസം അങ്ങനെ ന്യൂസ് എന്നും CMന്റെ പത്രസമ്മേളനം കാണുമല്ലോ, അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കുന്നത്. ഞാൻ അപ്പം തന്നെ മെയിൽ അയച്ചു, ഇങ്ങനെ ഞങ്ങൾ ഫ്രീ ആയിട്ട് തരാം. കാരണം മെഡിക്കൽ ഞങ്ങൾ പരസ്പരം പറഞ്ഞത്
ഈ കുട്ടികൾക്ക് എന്താ പറയുക, സ്വകാര്യ ആശുപത്രിയിലേക്ക് ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ അവിടെ തന്നെ ഉണ്ടായിരിക്കും. കാരണം ഞങ്ങളെ കുട്ടികളൊക്കെ ഉണ്ടായപ്പോൾ അവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഗവൺമെന്റ് ആശുപത്രിയിൽ കുട്ടികൾക്ക് ഇത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ CM-ന് മെയിൽ അയച്ചു, ഞങ്ങൾ ഫ്രീ ആയിട്ട്, ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ ഫ്രീ ആയിട്ട് തരാമെന്നാണ്. അപ്പോഴേക്കും അന്നത്തെ വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിൽ പുള്ളി പറയുന്നുണ്ട് പോപ്പീസിന്റെ പേര്. അന്ന് ഒരു ബ്രാൻഡിന്റെ പേര് CM പറയാന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അത് കഴിഞ്ഞ ഉത്തരവാദിത്തം ഭയങ്കരമായിട്ട് കൂടി. ഞങ്ങളെ അത് ഒരു പഞ്ചായത്തിന് അടുത്ത പഞ്ചായത്ത് പോകാൻ പറ്റില്ല. ആ അവസ്ഥയിൽ ഞങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ലേ, പല സ്ഥലത്ത് ഫോൺ വിളി, ഈ ഗാർമെന്റിനെ വിളി വരാൻ തുടങ്ങി. അപ്പോഴേക്കും ഞങ്ങൾ കാസർഗോഡേക്ക് പോകാൻ പറ്റാത്ത കാലത്തിൽ ഞങ്ങൾ എല്ലാ ടീം ഭയങ്കര സ്ട്രോങ് ആയിട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഞങ്ങൾ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് എത്തിച്ചു. ഞാനിത് പറയാൻ വന്നത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും സമൂഹത്തിന് കൊടുത്താൽ സമൂഹം തിരിച്ചു തരുന്നതിൻ്റെ ഒരു കാര്യമാണ്. ഇതെല്ലാം കോവിഡ് കഴിഞ്ഞിട്ട് ഈ ഞങ്ങളെ കൊടുത്ത കുട്ടികളുടെ അമ്മമാർ കരഞ്ഞുകൊണ്ടൊക്കെ പറയണേ, നമ്മളാരും ചിന്തിക്കാത്ത കാര്യമാണ്. കുട്ടീൻ്റെ ഡെലിവറിന്റെ ഡേറ്റ് ഞങ്ങൾ തീരുമാനിച്ചു. കുട്ടിക്കൊരു ഉടുപ്പ് എവിടുന്ന് കിട്ടുന്ന ഞങ്ങൾക്ക് അറിയില്ല. കാരണം കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ എവിടുന്ന് ഉടുപ്പില്ലാത്ത അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പോൾ നിങ്ങളെ ഉടുപ്പ് അന്ന് നഴ്സുമാർ കൊണ്ടുവന്നൊരു 4 5 ഞങ്ങൾ കൈ കൊണ്ടു തരുമ്പം അതുകൊണ്ട് ഞങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളെ പിന്നെ ഞങ്ങൾ പോപ്പീസ് മാത്രമേ വാങ്ങുള്ളൂ എന്ന് പറയുമ്പോണ്ടല്ലോ, അതാണ് പിന്നീട് കോവിഡ് കഴിഞ്ഞിട്ട് പോപ്പീസിന്റെ ഒരു സെക്കൻഡ് അടുത്ത സ്റ്റോർ തുറക്കുമ്പോൾ ആ സ്റ്റോറുകളിലൊക്കെ ഓരോ സ്ഥലത്ത് വരുമ്പോഴും പോപ്പീസിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായിട്ട് മാറണം. എനിക്ക് ഐശ്വര്യയൊന്നും ആവശ്യം വന്നില്ല. ഈ കിട്ടിയ അമ്മമാരായിരുന്നു ശരിക്ക് നമ്മുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. അതെ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെയാണ് ഈ കോവിഡ് ലോണൊക്കെ കിട്ടി. ഫസ്റ്റും കഴിഞ്ഞു, സെക്കൻഡും കഴിഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞ ബാങ്ക് മാനേജ്മെന്റ് തെരഞ്ഞു വരലൊക്കെ നിന്നു. കാരണം നമ്മുടെ ബാലൻസ് ഷീറ്റ് ലോസായി. 2021-22 ബാലൻസ് ഷീറ്റ് ലോസായി. 2 വർഷത്തെ ലോസ്. ഞാനാണെങ്കിൽ സ്റ്റാഫിനെ മുഴുവൻ നിലനിർത്തി. ഞങ്ങൾക്ക് ഏകദേശം 1600 മുകളിൽ അന്ന് സ്റ്റാഫുണ്ട്. എൻ്റെ ബാംഗ്ലൂർ ഫാക്ടറിയും എല്ലാ ഫാക്ടറിയിലെ സ്റ്റാഫിനും ഇവരുടെ സാലറി എല്ലാം കൊടുത്തപ്പോഴേക്കും ഞാൻ വിചാരിച്ചു, പിന്നെ സീസൺ മാറിപ്പോയി. അങ്ങോട്ട് 2 സീസണും കൂടി മാറിയപ്പോഴേക്കും നമ്മൾക്ക് കൃത്യമായ അപ്പോഴേക്കും ഈ സീനിയർ സ്റ്റാഫൊക്കെ കുറച്ച് പേർ റിസൈൻ ചെയ്ത് പോയി. ചില ആൾക്കാർ ഈ കോവിഡിന്റെ സമയമൊക്കെ നാട്ടിലേക്ക് ബാംഗ്ലൂരിൽ നിന്നും ഒക്കെ വന്നിരുന്ന സീനിയർ സ്റ്റാഫ് അവർ പോയി തുടങ്ങി. പിന്നീട് നമ്മൾ 2022 എന്ന ശരിക്ക് ഒരു വ്യവസായി എന്ന നിലയ്ക്ക് ഏറ്റവും പ്രതിസന്ധിയുള്ള ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. ബാങ്കിൽ നിന്ന് സപ്പോർട്ടില്ല, മറ്റേ സപ്ലൈസും ബുദ്ധിമുട്ടായി. ഈ സൂം മീറ്റിംഗ് വന്നതോടുകൂടി മില്ലുകളെല്ലാം കൂടി സൂം മീറ്റിംഗ് ചേർന്ന്, പണ്ട് ഇഷ്ടംപോലെ ഫാബ്രിക്കും യാണൊക്കെ സപ്ലൈ ചെയ്യുന്നു. അതുപോലെ നമ്മുടെ നാട്ടിലുണ്ടായ സംഭവം എന്താ വെച്ചാൽ, തുണിക്കടക്കാരെല്ലാം കൂടി അസോസിയേഷൻ ആയിട്ട് ടെക്സ്റ്റൈൽ ഓണേഴ്സ് എല്ലാവരും കൂടി ഈ പോപ്പീസിനെതിരെ, പോപ്പീസ് സ്വന്തം ഷോറൂം തുടങ്ങുന്നതുകൊണ്ട് അതിനെ എഗനസ്റ്റ് ഉള്ളൊരു ആ സമയത്തുണ്ട്. ഇപ്പോഴൊക്കെ മാറി എല്ലാവരുമായിട്ട് ധാരണയായി. അങ്ങനെ ആ ഒരു പ്രശ്നം വന്നു. എല്ലാ പ്രതിസന്ധികളും കൂടി ഒരുമിച്ചാണ് ആ സമയത്ത് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അതിനിടയ്ക്ക് ഞങ്ങൾ ഫ്രാഞ്ചൈസി ഓപ്പറേറ്റഡ് മോഡലാണ് ഞങ്ങൾ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്തത്. ഫ്രാഞ്ചൈസി തന്നെ ഓൺ സ്റ്റോറായിട്ടാണ് കൊടുത്തത്. അപ്പൊ അവരൊക്കെ സംരംഭകരാ. അപ്പൊ അവർക്ക് ഓരോ ആഗ്രഹങ്ങളുള്ള സാധനങ്ങൾ, ഇവർ 10-37 ഈ സ്റ്റോറാണ് വന്നിരിക്കുന്നത്. ഇവർ ഓരോന്ന് ചോദിച്ച് വിളിക്കുന്നു. ഈ എല്ലാ ടെൻഷനിടയ്ക്ക് നിങ്ങൾ ചിന്തിച്ച ഒരു 30 കോൾ അഡീഷണൽ കോളും കൂടി വരാൻ തുടങ്ങി എല്ലായിടത്തും. അങ്ങനെ വന്നപ്പോൾ അപ്പം ഞാൻ എപ്പോഴും നമ്മളത് ദൈവാനുഗ്രഹമാണത്. കാരണം ഞാൻ എന്തിനും ഒരു പ്ലാൻ എ പ്ലാൻ ബി എപ്പോഴും കാണുന്ന ആളാണ്. ചിലപ്പോൾ 3 പ്ലാൻ അല്ലെങ്കിൽ 4 പ്ലാൻ ഉണ്ടാവും. അപ്പം ഞാനൊരു ഫീക്കോയെ കുറിച്ചൊരു പ്ലാൻ, ഫ്രാഞ്ചൈസി ഇൻവെസ്റ്റഡ് കമ്പനി ഓപ്പറേറ്റഡ് മോഡൽ നമ്മൾ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫ്രാഞ്ചൈസി ഇൻവെസ്റ്റഡ് കമ്പനി ഓപ്പറേറ്റഡ് എന്നൊരു മോഡൽ ഞങ്ങൾ അനൗൺസ് ചെയ്തു. അതിന് ഇഷ്ടം പോലെ ആളുകൾ, കാരണം റിസ്ക് ഇല്ല. പോപ്പീസിന്റെ സ്റ്റോർ ആർക്കും തുടങ്ങാം, അവർ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. റൺ ചെയ്യുന്നത് കമ്പനിയാണ്. അപ്പം നമുക്ക് നല്ല സ്റ്റാഫിന് വെക്കാൻ പറ്റും, നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും, അവർക്ക് ഓരോ മണിക്കൂറിലും മിനിറ്റിലും അറിയുന്ന സെയിൽസ് അവർക്ക് അറിയാൻ പറ്റും, അവർക്ക് അവരുടെ മൊബൈലിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ ആ മോഡലിലേക്ക് ആളുകൾ ഒരുപാട് നമുക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ 96 ഔട്ട്ലെറ്റ് തുറന്നിട്ടുണ്ട് നമ്മൾ മൊത്തം കേരളത്തിലും. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് ദുബായിൽ ഞങ്ങൾ UAE 3 സ്റ്റോർ, 2 ഒന്ന് അബുദാബിയിലും ഒന്ന് ഷാർജയിലും. ദുബായ് മാളിലൊരു സ്റ്റോർ ഓപ്പണിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വർഷം ഞങ്ങൾ ഈ ഫിനാൻഷ്യലിൽ അടുത്ത 100 സ്റ്റോർ കൂടി തുടങ്ങാനുള്ള പദ്ധതിയിലാണ്. ഞങ്ങൾ മാർക്കറ്റിംഗ് ഹെഡ് ഉണ്ട് ഇവിടെ. ഞങ്ങൾ ഇവർക്ക് മാസം 3-4 സ്റ്റോറൊക്കെ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അടുത്ത മാസം ഒരു 4-5 സ്റ്റോറുകൾ തുറക്കാനുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഞങ്ങളൊരു എൻ്റെ 2007-2008 ഞാൻ ഓരോ ബെഞ്ച് മാർക്ക് ചെയ്ത് ഓരോ മൈൽ സ്റ്റോൺ
ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത് ഒരിക്കലും ഗോൾ മാത്രമാകരുത്, നമ്മൾ ബെഞ്ച് മാർക്ക് ചെയ്യുക, നമ്മൾ മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്ത് പോകുന്നത്. ഞാൻ അങ്ങനെ ചെയ്തതിൽ എൻ്റെ 2027-28 ലിസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ അന്നത്തെ എല്ലാ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിരുന്നു 2027-28 പോപ്പീസ് ലിസ്റ്റ് ചെയ്യുന്നു, IPO ചെയ്യുന്നു. അത് 2 ലോസ് ബാലൻസ് ഷീറ്റ് ഒക്കെ വന്നപ്പോഴേക്കും എന്നോട് ഞാൻ അന്വേഷിച്ചിടത്തോളം അതൊരു പ്രാക്ടിക്കലായിട്ട് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൻ്റെ വാല്യുവേഷൻ. SME IPO പറഞ്ഞെങ്കിലും എനിക്ക് SME IPOയോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കമ്പനിയെ ഞാൻ ടേക്ക് ഓവർ ചെയ്തു. ആ കമ്പനി ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്ത BSE ലിസ്റ്റ് ചെയ്തൊരു കമ്പനി ടേക്ക് ഓവർ ചെയ്തു. ആ ടേക്ക് ഓവർ ചെയ്ത കമ്പനിയിലേക്ക് പോപ്പീസ് റിവേഴ്സ് മെർജറിങ് ഷെയർ സ്വാപ്പിംഗ് ചെയ്യാണ്. ഈ വർഷത്തോടെ ഷെയർ സ്വാപ്പിംഗ് കംപ്ലീറ്റ് ആവും. എൻ്റെ സ്വപ്നം പോലെ 2027-28 ഒരു പബ്ലിക് IPO ഫണ്ട് റേസിങ്, IPO എന്ന് പറയുമ്പോൾ റിവേഴ്സ് മെർജറിങ്ങും ഞാൻ എന്താ വെച്ചാൽ ഭയങ്കര രസകരമായ ഒരു കഥയാണ് സാർ പറഞ്ഞത്. പക്ഷെ എനിക്കെതിരെ നമ്മൾ ഒരു ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പം നമ്മൾ ആദ്യം ഒരു ചെറിയ സ്റ്റോറിൽ കുറേ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നു. സോ ഇപ്പം ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഇപ്പം നമുക്കൊരു സാറിന് പൈസയില്ല, കൊള്ള പൈസയൊക്കെ തീരുന്നു. അപ്പം ഇത് ഇനീഷ്യലി ഈ സെയിൽസ് കൂട്ടാൻ സാർ ചെയ്തത് എന്തൊക്കെയായിരുന്നു എന്ന് പറയാം. എങ്ങനെയായിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ സെയിൽ കൂട്ടിയിട്ടുള്ളത്? അത് എങ്ങനെയാണ് നമ്മൾ ആ പ്രൊഡക്റ്റിലേക്ക് ആളുകളിലേക്ക് എത്തിച്ചത്? ആ ഒരു ഏർലി സ്റ്റേജിൽ സ്റ്റോറുകളിൽ നമ്മൾ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്, അവിടെ കൊണ്ട് വെക്കാൻ ആർക്കും പറ്റും. അപ്പോൾ ആളുകൾ എങ്ങനെ അവിടേക്ക് എത്തിച്ച് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് എങ്ങനെ അട്രാക്ഷൻ കൊണ്ടുവന്നത്? അതിനെന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത്? ഈ ഏറ്റവും ആദ്യം ഞങ്ങൾ സ്റ്റോറ് തുടങ്ങുന്നത് റെൻ്റൽ അല്ല ഞങ്ങൾ നോക്കുക. മെയിനായിട്ട് ഞങ്ങൾ നോക്കുന്ന ഒരു ലൊക്കേഷൻ. ഞങ്ങൾ മോട്ടോനെ ലൊക്കേഷൻ ഇത് മാത്രമേ ഞങ്ങൾ പറയൂ. ലൊക്കേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ തുടങ്ങുന്ന ഇപ്പം നിയർ ബൈ ഒരു സ്റ്റോർ ഉണ്ട്, ഈ ലൊക്കേഷൻ ഏറ്റവും നല്ല ലൊക്കേഷൻ ഒരു സമയത്ത് ലൊക്കേഷൻ തന്നെ ഡാമേജ് ആകുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സ്റ്റോർ. കാരണം ഈ ബ്രിഡ്ജ് വരുന്നതിന് മുമ്പ് 20 lakh ബിസിനസ് നടന്ന സ്റ്റോറാണ്. ബ്രിഡ്ജ് വന്നതിന് ശേഷം ഇപ്പം 7.5 lakhs ഈ സ്റ്റോർ. അപ്പോൾ ഈ ലൊക്കേഷൻ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുക. അപ്പം നമ്മൾ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ലൊക്കേഷനിലാണ്. അവിടെ മിക്ക ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, റെൻ്റൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മിക്ക ഫ്രാഞ്ചൈസികളും ഞങ്ങൾ ചെയ്തത്, അവർ ഫ്രാഞ്ചൈസിയുടെ റെൻ്റ് അവരുടെ സ്കോപ്പ് ആകുമ്പോൾ എന്ത് ചെയ്യും, ലൊക്കേഷൻ മോശമായ ലൊക്കേഷനിൽ അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്വന്തം ബിൽഡിങ്ങിലേക്ക് പോയി തുടങ്ങും. ആ വഴിക്ക് വാക്കിങ്സ് കുറവായിരിക്കും. നോർമലി ഒരു സ്റ്റോറിലേക്ക് അട്രാക്ട് ചെയ്യുക, അതിൻ്റെ മുമ്പിൽ കൂടി നടന്നു പോകുന്ന ആളുകൾ കണ്ട് അട്രാക്ട് ചെയ്ത്, അല്ലെങ്കിൽ പിന്നീട് അപ്പം അവർക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നീട് അവർ വന്ന് മേടിക്കലാണ്. അപ്പം ലൊക്കേഷൻ ഇതാണ്. അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത് നമ്മൾ തുടങ്ങി കഴിയുമ്പം ഞങ്ങളുടെ പിങ്ക് കളറും ശരിക്കും എനിക്ക് ഫുൾ പിങ്ക് മോഡലിനോട് ഞാൻ നോർമലി യോജിപ്പില്ല. പക്ഷേ ഞങ്ങളൊരു 150 സ്റ്റോഴ്സ് വരെ ഞങ്ങൾ ഈ പിങ്ക്, ഞങ്ങൾ ഓൾറെഡി ദുബായിലെ കളറൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് വേറെ കളറിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ആ കളറിലേക്ക് ഭാവിയിൽ വരാൻ പോവാണ്. കാരണം ഇത്രയും ഭയങ്കര ഡാർക്ക് പിങ്ക് എന്ന് പറയുമ്പം ഒരു ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ ഡാർക്ക് പിങ്ക് ഫുള്ളായിട്ട് ചെയ്തിരിക്കും. അത് ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരാൾ സഞ്ചരിച്ചാൽ പോപ്പീസിന്റെ ഷോറൂം കണ്ണിൽ പെടാതെ എന്തായാലും പോകില്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യം ആകട്ടെ. പിന്നെ ഞങ്ങൾ ഇപ്പം ഞാൻ ചോദിക്കരുത്, ഞങ്ങളിപ്പോൾ ഒരു ക്യാമ്പയിൻ നടന്നിരിക്കുകയാണ്. അവിടെ എല്ലായിടത്തും ഞങ്ങൾ ലോക്കൽ ഹോസ്പിറ്റൽസുമായിട്ട് ഞങ്ങൾ ടൈപ്പ് ആകും. അവരുമായിട്ട് അവിടെ ഞങ്ങളൊരു ഗിഫ്റ്റ് ബോക്സ് കൊടുക്കും. അവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്കൊരു ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് ഫ്രീ കൂപ്പണും ഡിസ്കൗണ്ടും ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഒക്കെ ഫ്രീ ആയിട്ടുള്ള കൊടുക്കും. അതുപോലെ തൊട്ടടുത്ത ക്യാച്ച്മെന്റ് ഏരിയ. ഇതിൽ ഞാൻ സംശയിച്ചത്, അപ്പം നമ്മളിപ്പോൾ ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഫ്രാഞ്ചൈസി മോഡൽ ചെയ്യുന്നു. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫ് ഇങ്ങനെ സെയിൽസ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നു, റീറ്റെയിൽ വരുന്നു, കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ എങ്ങനെയാണ് നമ്മൾ ശരിക്കും ഇതിനകത്തൊരു SOP തന്നെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം, ഇത്തരം ഹോസ്പിറ്റലിൽ പോകണം? അത് SOP തന്നെ പറഞ്ഞിട്ട് അതൊരു സ്റ്റോർ മാനേജറുടെ ഡിസിഷനാണോ, അതോ നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണോ? അല്ല, നമ്മളൊരു ഷോപ്പ് മാനുവൽ ഉണ്ട്, SOP ഉണ്ട്, ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നമുക്കുണ്ട്. അപ്പോൾ അത് പ്രകാരം ഒരു സ്റ്റോർ മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസ് ഉണ്ട്, അവിടെ സ്റ്റോർ അസിസ്റ്റന്റ് ഡ്യൂട്ടീസ് ഉണ്ട്, അവിടെ സെക്യൂരിറ്റിക്ക് ഡ്യൂട്ടീസ് ഉണ്ട്, അതുപോലെ എന്താ പറയുക നമ്മുടെ ബാക്ക് എൻഡിൽ അഡ്മിൻ ലെവൽ ഡ്യൂട്ടീസ് ഉണ്ട്, HR ലെവൽ ഡ്യൂട്ടീസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഇവരെന്ത് സപ്പോർട്ട് മാർക്കറ്റിങ്ങിന്റെ ഡ്യൂട്ടീസ് ഉണ്ട്. ഇവരൊക്കെ നമ്മുടെ ബാക്ക് എൻഡിൽ ഇതൊക്കെ ഫിനാൻസിന്റെ ഡ്യൂട്ടീസ് ഉണ്ട്. ഇവരിപ്പോൾ ഡെയിലി ഇത്ര രൂപ കളക്ഷൻ വന്നു കഴിഞ്ഞാൽ ക്യാഷ് എന്ത് ചെയ്യണം, ആ ക്യാഷ് എപ്പോൾ ബാങ്കിൽ അടയ്ക്കണം. അല്ലാതെ നമ്മൾ എവിടെയും പോയിട്ട് അതുപോലെ ഇത്ര സ്റ്റോറിനൊരു ക്ലസ്റ്റർ മാനേജർ ഉണ്ട്. ആ ക്ലസ്റ്റർ മാനേജർ വീക്കിലി 1 time എല്ലാ സ്റ്റോറും വിസിറ്റ് ചെയ്യണം. ആ ക്ലസ്റ്റർ മാനേജർ ഒരു റീറ്റെയിൽ ഹെഡിന് റിപ്പോർട്ട് ചെയ്യും, റീറ്റെയിൽ ഹെഡ് CEOയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. എല്ലാവരും സിസ്റ്റം ഉണ്ട്, എല്ലാവർക്കും ഓരോ ഒരു ഇത് ചെയ്യാനുള്ള ഒരു മാനുവൽ അവിടെ ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു റീറ്റെയിൽ സ്റ്റോറിൽ പോകണം, ഹോസ്പിറ്റലിൽ പോകണം, അതൊക്കെ വളരെ കൃത്യമായിട്ട് വെൽ ഡിഫൈൻഡ്. ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രശ്നം, ഈ തോറ്റ റീറ്റെയിൽ സ്റ്റോറും മറ്റൊരു തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്തായിരിക്കും വെച്ചാൽ, ഈ സെയിൽസ് പേഴ്സണ് എന്തുണ്ടാവില്ല, BTL ആക്ടിവിറ്റി ഉണ്ടാവില്ല.
അതിങ്ങനെയാണ് സ്റ്റോർ പൊട്ടിപ്പോകുന്നത്. നിങ്ങളൊരു സ്റ്റോർ ഒരു 4-5 ബ്രാഞ്ച് സെറ്റ് ചെയ്യും, പക്ഷെ അവർ BTL ചെയ്യേയില്ല. അവർ സെയിൽസ് പേഴ്സൺ ആയിട്ട് അകത്തിരിക്കും, ഇങ്ങോട്ട് വന്നാൽ പിടിക്കാന്നുള്ള അവസ്ഥയല്ല. ആ ഒരു സാധനം വെച്ചാൽ സാധനം പൊട്ടിപ്പോകുന്നതായിട്ടാണ് ഞാനിതുവരെ കേരളത്തിൽ പഠിച്ചിട്ടുള്ള എല്ലാ തോറ്റുപോയ റീറ്റെയിൽ സ്റ്റോറിൻ്റെ ഒരു കാരണം അതാണ്. അപ്പോൾ അതെനിക്ക് സാറ് പറഞ്ഞ. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നമ്മളൊരു IPO അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നം കാണും. സാർ ഒരു ബെഞ്ച് മാർക്കിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അത് നമ്മളൊരു ഇപ്പം അറ്റോമിക് ഹാബിറ്റ്സിൻ്റെ ഒക്കെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഒരു വലിയ സ്വപ്നം, ഒരു അടുത്ത 10 വർഷത്തെ സ്വപ്നത്തെ ഒരു 1000 പീസായിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിൽ ഓരോ സ്റ്റെപ്പായിട്ട് കയറുക എന്ന് പറയുമല്ലോ. അപ്പോൾ അതാണ് സാർ പറഞ്ഞ ഈ ബെഞ്ച് മാർക്കിങ്. ഇതെങ്ങനെയാണ് സാർ അടുത്തൊരു 10 വർഷത്തേക്ക് സാർ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് മനസ്സിലുണ്ടാവുക? ഞാനൊരു 5 വർഷം കൊണ്ട് ഒരു ഡ്രീമുണ്ട്. ഞാൻ മെയിനായിട്ട് ഒരു കാലത്ത് ടോപ്പ് ലൈനിൻ്റെ പുറകെ ഓടിയിരുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ടോപ്പ് ലൈൻ അല്ല, ബോട്ടം ലൈൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് വാല്യുവേഷൻ്റെ കാര്യങ്ങൾ ബോട്ടം ലൈനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മനസ്സിലായതുകൊണ്ട് ഞാനിപ്പോൾ 5 വർഷം കൊണ്ട് 550 സ്റ്റോർ പാൻ ഇന്ത്യയിൽ തുറക്കുക. അത് എത്രയും പെട്ടെന്ന് തുറക്കുക, എത്രയും പെട്ടെന്ന് ഏറ്റവും നല്ല ലൊക്കേഷനിൽ ഇന്ത്യയിൽ മുഴുവൻ 550 സ്റ്റോർ തുറക്കുക. ഇതാണ് ഈ 50ന്റെ കണക്കെന്താ? 500 ഓക്കെ ആയിരുന്നു. 550 സ്റ്റോർ ഞങ്ങൾ ഓരോ സ്റ്റോറിന്റെ ഡീറ്റെയിൽ, ഏത് ലൊക്കേഷനാണ് അതിന്റെ ഡീറ്റെയിൽ, ഓരോ സ്റ്റോറിന്റെ റവന്യൂ വെച്ചിട്ട് ഈ 1000 കോടി ടേൺ ഓവർ, ഇത്ര കോടി പ്രോഫിറ്റ്, പാറ്റ് വരെ ബാലൻസ് ഷീറ്റ് വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്റ്റോറിന്റെ പാറ്റും അതിന്റെ സ്റ്റോർ വൈസ് ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് തന്നെ നമ്മൾ ആ ഗോളിലേക്ക് ഇങ്ങനെ വർക്ക് ചെയ്തോളൂ. അതെ. പിന്നെ സാർ ഈ ക്വാളിറ്റി പറഞ്ഞല്ലോ. ഇപ്പൊ ഈ അടുത്തിടെ ഈ നമ്മൾ അഡ്വർടൈസിംഗിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഈ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ക്വാളിറ്റി തന്നെ പ്രൊഡക്റ്റ് വിറ്റുള്ളൂ. അപ്പൊ ഈ കുറച്ച് നമ്മൾ എന്താ പറയുക, ഈ അഡ്വർടൈസിങ് സ്പെൻഡും കൂടി പ്രൊഡക്റ്റിന് മുകളിൽ സ്പെൻഡ് ചെയ്യുക. പക്ഷെ അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ സാർ അത് പറയുകയും ചെയ്യുന്നുണ്ട്, ഒരു നല്ല പ്രൊഡക്റ്റ് വെറുതെ വിറ്റോളൂ. അത് ഒരു ബ്രാൻഡായി വരുമ്പം അഡ്വർടൈസ്മെന്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഞാൻ ബിഗ് ബോസിന്റെ ബ്രാൻഡിങ് 2019 ഓഫീസായിരുന്നു. ഓക്കെ. അന്ന് എനിക്ക് തോന്നുന്നു സരിഗമ ഒരുപാട് ബിഗ് എല്ലാ ചാനലിനെയും 2019 അത് അന്നത്തെ ഞാൻ പറഞ്ഞേ, നമ്മൾ അത്രയും എക്സ്പാൻഷൻ പ്ലാൻ ഉള്ളതുകൊണ്ടും നമ്മൾ ഫണ്ട് റൈസിന്റെ സമയമായതുകൊണ്ട് അത്രയും ഞങ്ങൾ സ്പെൻഡ് ചെയ്തിരുന്നു. അതിന്റെ റിസൾട്ട്, അഡ്വർടൈസ്മെന്റ് അതിന്റെ റിസൾട്ട് പിന്നീട് ആസ് എ ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് എല്ലാ ആളുകളും പോപ്പീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തിരിച്ചറിയുന്ന രീതിയിൽ ബ്രാൻഡിന്റെ വിസിബിലിറ്റി മാറി. പിന്നീട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ടൗണിൽ ഒരു മിനിമം 20-25 ബേബി ഷോപ്പ് ഉണ്ടാവും ആ ടൗണിൽ. ആ ബേബി ഷോപ്പിൽ മിക്കയിടത്തും പോപ്പീസ് കിട്ടുന്നുണ്ട്. കാരണം ഞങ്ങൾ പോപ്പീസ് തന്നെ അവിടെ ഞങ്ങൾ ഹോൾസെയിൽ ഡിവിഷൻ അവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആ സ്ട്രീറ്റിൽ പോപ്പീസിന്റെ സ്റ്റോർ ഉണ്ട്. അവിടെ നമ്മൾ പ്രത്യേകിച്ച് മാർക്കറ്റിംഗ്, ഞാൻ പറഞ്ഞ നല്ല ലൊക്കേഷൻ മാത്രമേ എടുത്തുള്ളൂ. അവിടെ ഞങ്ങൾക്ക് വിതിൻ 2 months ഉള്ളിൽ ബ്രേക്ക് ഈവൻ സെയിലേക്ക് എത്തുക. അപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ, ഈ ഒരു പ്രാവശ്യം ഞങ്ങളുടെ റിപ്പീറ്റ് കസ്റ്റമർ റേഷ്യോ ഞങ്ങൾക്ക് ഭയങ്കര കൂടുതലാണ്. ഒരു പ്രാവശ്യം മിക്ക ആളുകളും ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു സാധനം വാങ്ങി പെട്ടുപോകുന്നവരല്ലേ, പിന്നെ തിരിച്ച് ആ സ്റ്റോറിൽ കയറില്ല. നമ്മൾ ചില ബ്രാൻഡുകളുണ്ട്, നമ്മൾ അടുത്ത കാലത്ത് കുറേ സ്റ്റോർ തുറക്കും, അതുപോലെ ക്ലോസ് ചെയ്ത് പോകുന്നു. അതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർക്ക് എന്ത് വേണം എന്നുള്ളത് കൊടുക്കാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനുള്ള ക്വാളിറ്റി സർവീസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ കൊടുക്കാതിരിക്കുന്ന സമയത്ത് റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ഇല്ല. റിപ്പീറ്റ് കസ്റ്റമേഴ്സ്, എസ്പെഷ്യലി ഞങ്ങളത് ഒരു 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ റിപ്പീറ്റ് കസ്റ്റമേഴ്സ് 6 വയസ്സ് വരെ ഞങ്ങൾക്ക് ഉള്ളൂ. ആ റിപ്പീറ്റ് കസ്റ്റമേഴ്സ് പിന്നീട് ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ സെക്കൻഡ് ഡോട്ടറോ അല്ലെങ്കിൽ ബേബിയോ ഉണ്ടായി കഴിഞ്ഞാലും പോപ്പീസ് വാങ്ങാൻ വരാൻ വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ നമ്മൾ ഓരോ ദിവസവും ഒരുക്കും. അത് പുതിയ 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 കാര്യങ്ങൾ ഞങ്ങൾക്ക് ഡിസൈനേഴ്സ് ആയാലും അവരെ ട്രാവൽ ചെയ്ത് അവരെല്ലാ കാര്യങ്ങളും പുതുമ കൊടുക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടും ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഞങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഡബിൾ ആക്കണമെങ്കിൽ ഞങ്ങളുടെ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഒരു 20-30% കുറച്ചാൽ പ്രൊഡക്ഷൻ ഡബിൾ ആക്കാൻ പറ്റും. പക്ഷെ ചെയ്യുന്നില്ല. അപ്പോൾ ആ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, പോപ്പീസിന്റെ പ്രൊഡക്റ്റ് നിങ്ങളോട് ഞാൻ പറയുന്നത്, പോപ്പീസിന്റെ പ്രൊഡക്റ്റ് പോലൊരു പ്രൊഡക്റ്റ് നിങ്ങൾ എടുത്തിട്ട് 1 മാസം കൊണ്ട് നിങ്ങൾ അതുപോലെ സെയിം പ്രൊഡക്റ്റ് കേരളത്തിൽ എവിടെയെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ 1 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരും. അതൊരു ഭയങ്കര ഇതില് ഞാൻ അതേപോലെ ഇപ്പം എന്നോട് ഒരുപാട് പേര് പലരും എൻ്റെ മണ്ണിൽ കാണാൻ വരാറുണ്ട്, സംസാരിക്കാറുണ്ട്. എനിക്ക് ആളുകൾ സംസാരിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് അവർ പറയുന്നത് ഞങ്ങൾക്ക്. അപ്പം ഈ അടുത്ത കാലത്ത് ഒരാൾ എൻ്റെ അടുത്ത് വന്നു, അയാളുടെ ചോദിച്ചു, അടുത്തൊരു 5 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? യാതൊരു പിടിയുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, അയാൾ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളാണ്, അത്യാവശ്യം നല്ല, എൻ്റെ അടുത്ത് ബ്രാൻഡ് ചെയ്യാനാണ് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം ഒരു 5 വർഷം സ്വപ്നം ഉണ്ടാക്കുക, എന്നിട്ട് നമുക്ക് ബ്രാൻഡിങ്ങിനെ കുറിച്ച് അറിയാം. ഈ സ്വപ്നം ഇല്ലാത്തൊരു ബ്രാൻഡില്ല. അതേപോലെ ഒരു സാധനമാണ് ചില ആളുകൾ നമ്മുടെ അടുത്ത് ഒരു ഐഡിയ ഉണ്ടാവും. പക്ഷെ സാറ് പറഞ്ഞ ഈ പ്രോട്ടോടൈപ്പ്
അത് ഞാൻ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് കണ്ടത്. നമ്മളൊരു സാധനം ചെയ്ത് നോക്കുക, അത് ചെയ്ത് ഒരു പരിധി വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ സാധനത്തിൻ്റെ കുറേ ഡൗട്ട് അങ്ങോട്ട് ക്ലിയർ ആവും. നിങ്ങൾ പ്രോട്ടോടൈപ്പ് ചെയ്ത് നോക്കി, നിങ്ങൾ ചെയ്ത് നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ മണ്ടത്തരങ്ങളെങ്കിലും മനസ്സിലാവും. അപ്പോൾ ഈ പ്രോട്ടോടൈപ്പ് എന്നുള്ള ഐഡിയ സാർ ഏതൊക്കെ കാലത്ത് കൊണ്ടു നടക്കുന്നുണ്ട്, അതെങ്ങനെയാണ് ചെയ്യുന്നത്? അതിന് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ടോ, അതോ സിമ്പിളായിട്ട് ചെയ്ത് നോക്കുകയാണോ ചെയ്യുക? അതിനകത്ത് ഞാൻ ഈ കുഞ്ഞുങ്ങൾ ഉടുപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ തുടക്കകാലം മുതൽ തന്നെ ഞാൻ എന്താ പറയുക, ഒരു ഈ പ്രോട്ടോടൈപ്പ് ഒക്കെ ഞാൻ ഈ ജേർണലിസ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ പഠനത്തിലൊക്കെ പ്രോട്ടോടൈപ്പിലൊക്കെ വരുന്നതാണ്. അങ്ങനെ അതെന്താണെന്നുള്ളത് ഞാൻ ഈ ഉടുപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് മിക്കപ്പോഴും അതിന് മുമ്പൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡിസൈൻ ചെയ്യും, അത് പ്രൊഡക്ഷൻ ചെയ്ത് വരുമ്പോഴേക്കും ഇതിൽ പലപ്പോഴും കണ്ട പോലെ ആയിരിക്കില്ല, പേപ്പറിൽ കണ്ട പോലെ ആയിരിക്കില്ല പ്രൊഡക്റ്റ് ഔട്ട്പുട്ട് വരുന്ന സമയത്ത്. പിന്നീട് ഞങ്ങളത് കമ്പൽസറി ആയിട്ട് ഒരു ഡ്രസ്സ് ഉണ്ടാക്കണമെങ്കിൽ ആ സിമിലർ ഫാബ്രിക് എടുത്ത് ഏതാണ്ട് സിമിലർ ഒരു പ്രോട്ടോ ഉണ്ടാക്കണം എന്നുള്ളത്, ഒരു പ്രോട്ടോ മോഡൽ വേണം എന്നുള്ളത് നിർബന്ധമാക്കി. അപ്പോൾ ആ പ്രോട്ടോ വന്നു കഴിയുമ്പോൾ ഇറങ്ങുന്ന പ്രൊഡക്റ്റ് 100% നമുക്ക് സക്സസ് ആവും മാർക്കറ്റ്. അപ്പൊ പിന്നെ അതിന്നാണ് ഞങ്ങൾ പിന്നെ ബിസിനസ്സിലേക്ക് സ്റ്റോറിലേക്ക് വന്നപ്പം സ്റ്റോറിന്റെ പ്രോട്ടോ വേണം. ഇപ്പൊ ഇവരൊരു എന്താ പറയാ, ഫോട്ടോഗ്രാഫിക്ക് ഞങ്ങൾ ഇപ്പോൾ ഒരു ഫോട്ടോഷൂട്ടിന് പോവുകയാണെങ്കിലും ഞാൻ അപ്പം തന്നെ പറയാ അതിൻ്റെ ഒരു മൂഡ് ബോർഡ് സിമിലർ നമുക്ക് നെറ്റിൽ നിന്ന് എടുത്തിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു എങ്ങനെ വേണം, കുട്ടികൾ എങ്ങനെ വേണം, സ്കിൻ ടോൺ എന്ത് വേണം, അതുപോലെ ഏത് ഡ്രസ് ഇത് അതുപോലെ ഞങ്ങൾ വീഡിയോ ആഡ് ചെയ്യാൻ ഫിലിം ചെയ്യുകയാണെങ്കിലും ആദ്യം ഞാൻ അവരോട് പറയും, എത്ര വലിയ ക്രിയേറ്റീവ് ആളാണ് ഞാൻ പറയും, എനിക്ക് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കട്ട് ചെയ്തിട്ട് അതുപോലെ ഈ ഒരു ടോണൊക്കെ വെച്ചിട്ട് മ്യൂസിക് വേണം നിങ്ങൾ ചെയ്തോ, ഒരു പ്രോട്ടോ മ്യൂസിക് വരെയെങ്കിൽ ഒരു സാമ്പിൾ മ്യൂസിക് ചെയ്തിട്ട് അത് വെക്കും. അപ്പൊ നമുക്ക് എന്താ പറയുക, അതിന് കിട്ടുന്ന ഫൈനൽ ഔട്ട്പുട്ട് ഭയങ്കര ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട് ആയിരിക്കും. കറക്റ്റ്. ഈ ഫ്രാഞ്ചൈസി ഇൻവെസ്റ്റഡ് കമ്പനി ഓൺഡ് ഓപ്പറേഷൻ, ഇതിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉള്ളത്. ഇപ്പോൾ ഫ്രാഞ്ചൈസിക്ക് ഇപ്പോൾ ഞാനൊരു ഫ്രാഞ്ചൈസി എടുത്താൽ എനിക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉറപ്പാണോ? അതായത് എനിക്ക് പ്രോഫിറ്റ് ഉറപ്പാണോ? ഇപ്പോൾ സപ്പോസ് അതിന്റെ സെയിൽസിൽ ഈ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന എങ്ങനെ അത് വർക്ക് ചെയ്യുന്നത്? കാരണം ഓപ്പറേഷൻ കോസ്റ്റ് മൊത്തം കമ്പനി എടുക്കും. അതെ, അതിൽ 2 മോഡലുണ്ട്. ഒരു മോഡൽ 100% ഇത് റെന്റൽ കമ്പനിയാണ്, ഇലക്ട്രിസിറ്റി ബില്ല് കമ്പനിയാണ്, എല്ലാം സാലറി എല്ലാം കമ്പനിയാണ്. അവിടെ നടക്കുന്ന സെയിൽസിന്റെ ടോപ്പ് ലൈനിന്റെ 13% ഫ്രാഞ്ചൈസി ഓണർക്കാണ്. 13% പ്ലസ് ഇന്റീരിയർ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുപോലെ സ്റ്റോക്കിന് ഡെപ്പോസിറ്റ് തരുന്നത്, ആ സ്റ്റോക്ക് ഡെപ്പോസിറ്റിന്റെ 8% നമ്മൾ ഒരു ഗ്യാരണ്ടി ഇട്ട് കൊടുക്കും. ഓക്കെ. അപ്പൊ ചില ആൾക്കാർ പറയും ഞങ്ങൾക്ക് ഇങ്ങനെ 8%, ചില ആൾക്കാർ ഇപ്പോൾ ഇൻട്രസ്റ്റിന്റെ പ്രോബ്ലം ഉള്ള ആൾക്കാരുണ്ട്, അപ്പൊ അവർക്ക് 8%-ന് പകരം അവരെ പ്രോഫിറ്റിൽ ഡിഫറെന്റ് ആക്കും. അപ്പൊ നമ്മളൊരു അഷ്വർഡ് ബിസിനസ് കൊടുക്കുന്നില്ല, പക്ഷെ നമ്മൾ പറയുന്നത് 13% ഓഫ് ദ ടോപ്പ് ലൈൻ നമ്മൾ എന്ത് ചെയ്യും, വർക്ക് കൊടുക്കും. അതെ, അഷ്വറൻസ് പറഞ്ഞാൽ നമ്മൾ ഈ 96 സ്റ്റോറാണ് നമ്മൾ അഷ്വറൻസ്. സക്സസ് ആയി റൺ ചെയ്യുന്ന 96 സ്റ്റോറുകളാണ് നമ്മൾ അഷ്വറൻസ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഓട്ടോമാറ്റിക്കലി ഒരു മോഡലാണ്. പിന്നെ നമ്മൾ വേറൊരു കാര്യം, ഈ ഡിജിറ്റൽ വന്നു തുടക്കത്തിൽ, ഇത് ഒരു കംപ്ലീറ്റ്ലി വനിതേന്റെ ആഡ് ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് തോന്നുന്നു ഒരു പേജിന് 4.5 ലക്ഷം രൂപ ഒക്കെ, 4.5 ലക്ഷം ഒക്കെ ചാർജ് ചെയ്ത സമയം ഇപ്പൊ എത്രയാണെന്ന് എനിക്കറിയില്ല. അത്രയും കോസ്റ്റ്ലി ആയിരുന്ന ഒരു ആഡ് കുറേയൊക്കെ സ്പെൻഡ് ചെയ്തിരുന്നു. എനിക്ക് പോപ്പീസ് ഒരു 2014, 15, 16 ആകുമ്പോൾ ഞാൻ ഈ പരസ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ പരസ്യമൊക്കെ ചെയ്യുന്ന കാലത്ത് നിന്ന് കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് പരസ്യം ചെയ്യാത്തൊരു ബ്രാൻഡായിട്ട് പോപ്പീസ് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പരസ്യങ്ങൾ എവിടെയും കാണാനില്ല. അപ്പൊ നിങ്ങളുടെ ഔട്ട്ലെറ്റ് തന്നെ പരസ്യമായി മാറി. സ്റ്റുഡിയോന്റെ കേസിലൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയാണോ ശരിക്കും അതിപ്പോൾ വർക്ക് ചെയ്യുന്നത്? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പോപ്പീസിന്റെ ശരിക്ക് കസ്റ്റമേഴ്സ് ആരാണ്? ശരിക്ക് ഒരു 45 ഇയേഴ്സിന് താഴെയുള്ള പാരൻസ് ആണ്. അപ്പം അതുപോലെ യങ് പാരൻസ്, ഇവരാരും ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഭൂരിഭാഗം ആൾക്കാരും ചാനലും ടി വി ഷോയും കാണുന്നത് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ തീരുമാനം എടുത്തത്, എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ് എല്ലാ ആളുകളും എന്താ പറയുക സോഷ്യൽ മീഡിയയിലേക്ക് മാറി. അപ്പം ഞങ്ങൾ മാക്സിമം സ്പെൻഡ് ചെയ്യുന്നത്, കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ ചെയ്തത് നല്ല വ്ളോഗേഴ്സ് മാക്സിമം എല്ലാവരെയും, അതുപോലെ ഇൻഫ്ലുവൻസേഴ്സിനെ മാക്സിമം ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഒരുവിധം മലയാളത്തിൽ അറിയുന്ന എല്ലാ ആളുകളും ഞങ്ങളുടെ സ്റ്റോർ ഇനാഗ്രേഷനോ അല്ലെങ്കിൽ സ്റ്റോർ വിസിറ്റൊക്കെ ആയിട്ട് ഞങ്ങൾ ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് നമുക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പ്ലസ് എന്താ പറയുക, മോഡല് അഡ്വർടൈസ്മെന്റ് മോഡൽ ഹോർഡിങ് മാത്രമാക്കി. പിന്നെ സ്റ്റോറുകൾ, ഓരോ സ്ഥലത്ത് സ്റ്റോർ തുടങ്ങുന്നത് തന്നെ നമുക്ക് ശരിക്കും അടുത്ത അഡ്വർടൈസ്മെന്റ് ആയി മാറി. ശരിക്കും അതുകൊണ്ട് ബ്രാൻഡ്, ഇപ്പം നമ്മൾ എത്ര പരസ്യം ചെയ്താലും ചില ആളുകൾ അറിയാത്ത ആളുകളുണ്ട്. ഇനി എത്ര സ്പെൻഡ് ചെയ്ത് നമ്മൾ പരസ്യം ചെയ്താലും ആ ബ്രാൻഡ് അറിയാത്ത ആളുകളുണ്ട്. അവരെന്തായാലും നോർമലി നടന്നു പോകുന്ന സമയത്ത് സ്റ്റോർ കാണും, സ്റ്റോർ വഴി ഇത് അറിയുന്ന ആളുകൾ പരസ്യമാകുന്നുണ്ട്.
ശരിക്കും സ്റ്റോർ ശരിക്കും ഇപ്പൊ ഈ നാഷണൽ ബ്രാൻഡല്ലോ ഫസ്റ്റ് ക്രൈ പോലെയുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഇന്റർനാഷണൽ ബ്രാൻഡ്സും ഇന്ത്യൻ ബ്രാൻഡ്സും ഉണ്ട്. അപ്പൊ ഇതിനിടയിലൊക്കെ നമ്മൾ എങ്ങനെ ഈ കേരള ബ്രാൻഡ് പിടിച്ചു വെക്കുന്നത്? കേരള ബ്രാൻഡ് പിടിച്ചു നിൽക്കുന്ന വെച്ചാൽ കേരള ബ്രാൻഡിന്റെ ഞാൻ മെയിനായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റിയാണ്. അത് നിങ്ങൾ ഞാൻ ഒരു ബ്രാൻഡിനെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. നിങ്ങൾ പോപ്പീസിന്റെ ഒരു പ്രൊഡക്റ്റ് എടുക്കുക. ഞാൻ എല്ലാവരും പറയുന്ന കസ്റ്റമേഴ്സിനോട് പറയാം, പോപ്പീസിന്റെ പ്രൊഡക്റ്റ് മേടിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ വലിയ വലിയ സ്റ്റോറുകളിൽ അവിടെ പോയിട്ട് ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പം ആ ഫീലാണല്ലോ, ആ വ്യത്യാസമായി നമ്മൾ കൊടുത്തിരിക്കുന്ന ഫീൽ ഉണ്ട്. രണ്ട് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി വേറെ ആർക്കും. ഞാൻ പറയുന്നത് നമ്മൾ അത്രത്തോളം R&D ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ ബാംബൂല് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണലി ബാംബു ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിന് ബാംബു യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഏതെങ്കിലും സ്റ്റോറിൽ ബാംബു പ്രൊഡക്റ്റ് കിട്ടാനുണ്ടാവും. ഞങ്ങളിപ്പം കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തു. ഇപ്പൊ ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ എല്ലാ സ്റ്റോറിലും നല്ല റെസ്പോൺസ് ആണ്. അപ്പം അതുപോലെ ഞങ്ങൾ ഓർഗാനിക് സർട്ടിഫൈഡ് ആണ് ഞങ്ങളുടെ ഫാക്ടറി. ഞങ്ങൾ ഓർഗാനിക് പ്രൊഡക്റ്റ് കുട്ടികൾക്ക് വേണ്ടി ഓർഗാനിക് പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള ഇപ്പൊ ടോയ്സിനൊക്കെ ഞങ്ങളിപ്പം പോപ്പീസിന്റെ ടോയ്സ് വരാൻ പോവാ. മിക്ക കാറിലും എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് 3 കുട്ടികളാണ്. ഒരു 4-5 ഓടാത്ത കാറുകളുണ്ട് അവിടെ. മിക്ക ആളുകളും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്, ഒരു കുട്ടിക്ക് ഒരു വലിയ ഒരു ഇലക്ട്രിക് കാർ വാങ്ങിക്കഴിഞ്ഞാൽ അതിന് സർവീസ് ഇല്ല. അപ്പോൾ ഞങ്ങൾ കാറ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, നമ്മള് സർവീസ് സെന്റർ ഉൾപ്പെടെ വാറണ്ടിയോട് കൂടിയാണ് നമ്മൾ കാർ ഇറക്കാൻ പോകുന്നത്. ബെൻസിനൊക്കെ കോമ്പറ്റീഷൻ ആവും. ഇതില് ഞാൻ വേറെ ഈ ഇൻഡസ്ട്രിക്കുള്ള ഒരു പ്രശ്നം വെച്ചാല്, ഒരിക്കൽ എൻ്റെ ഫസ്റ്റ് കുട്ടി ഉണ്ടാവുമ്പോൾ ഞാൻ വാങ്ങും, സെക്കൻഡ് കുട്ടി ഉണ്ടാവും, ഇപ്പം അതും ഉണ്ടാവുന്നില്ല, മൊത്തത്തിൽ ഒരു കുട്ടി. സോ ഒരു കസ്റ്റമർ ഒറ്റ ടൈമിലേ വരുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും എല്ലാ വർഷവും പുതിയ കസ്റ്റമറാണ്. ഇപ്പം സാധാരണ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു റീറ്റെയിലിൽ ഇനി ഇപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ ഒരു 20 വർഷം ഈ കസ്റ്റമറെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ നടക്കില്ല. പിന്നെ അല്ലെങ്കിൽ അടുത്ത ആരുടെയെങ്കിലും എന്തെങ്കിലും ബർത്ത്ഡേയോ മറ്റോ വരണം. എങ്ങനെയാണ് പുതിയ കസ്റ്റമറെ കിട്ടിക്കൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ ഈ ഒരു സാധാരണ ബിസിനസ്സുകളിൽ എങ്ങനെ വന്നാലും ഒരു 35% റിട്ടൻഷൻ ഉണ്ടാവും. ഇവിടെ ആ സാധ്യതയില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ചലഞ്ചിനെ നേരിടുന്നത്? അത് ഈ ചോദ്യങ്ങൾ എന്നോട് ഇൻവെസ്റ്റേഴ്സ് സൈഡിൽ നിന്നും പല ഭാഗത്തു നിന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ നമ്മുടെ ടോട്ടൽ ഞങ്ങൾ 25 വാക്കിങ്സ് പെർ ഡേ മതി ശരിക്കും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ സ്റ്റോർ തുറക്കുന്നത് മാക്സിമം ഞങ്ങളൊരു മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധികളിലാണ് ഞങ്ങൾ സ്റ്റോർ തുറക്കുന്നത് മെയിനായിട്ട്. പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞാൽ ഇവർ കൊണ്ടുപോയ ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് അപ്പം നമുക്ക് ശരിക്കും മാസം ഒരു 650 മുതൽ 800 ആളുകൾ നമ്മുടെ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സ്റ്റോറും ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരു ചുരുങ്ങിയത് 24,000 മുതൽ 30,000 ആളുകൾ ഒരു മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്നുണ്ടാവും. എല്ലാ ഞങ്ങളെ ടീം ഒരു സ്ഥലത്ത് സ്റ്റോർ എടുക്കേണ്ട അവിടുത്തെ ആ ക്യാച്ച്മെന്റ് ഏരിയ നോക്കും. ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ കൊടുവള്ളി ആണെങ്കിൽ കൊടുവള്ളിന്റെ ചുറ്റും വരുന്ന എത്ര ആളുകൾ കൊടുവള്ളിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വരുന്നുണ്ട്. ഒരു മാർക്കറ്റ് റിസർച്ച് ആൻഡ് അനാലിസിസ് നടത്തും. ആ മാർക്കറ്റിൽ ഏതൊക്കെ ടൈപ്പ് ആളുകൾ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ കണക്ക് കൂട്ടും, ഈ 600 ആളെ കണ്ടിന്യൂസ് നമുക്ക് നമ്മുടെ സ്റ്റോറിലേക്ക് വരാനുള്ള ഒരു ലൊക്കേഷൻ ആണോ ഈ മുനിസിപ്പാലിറ്റിയിൽ ഈ റോഡിൽ തുടങ്ങിയാൽ ഇത് വരുമോ അത് പ്രകാരം ഞങ്ങൾ തുറന്നെടുത്തപ്പോൾ ഞങ്ങൾ ആദ്യം തുറന്ന കൊച്ചി ഷോറൂം അവിടെ റെന്റൊക്കെ ഭയങ്കരമായിട്ട് ഈ 5 വർഷം കൊണ്ട് കൂടി. ഇപ്പോഴും ഞങ്ങൾ അതേ സക്സസിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ റോഡ് പണിയാണ് കറക്റ്റ്. ആ റോഡിന്റെ ഇപ്പുറത്ത് സർവീസ് റോഡിന്റെ വർക്കുകൾ എങ്കിൽ പോലും ഞങ്ങൾ ബ്രേക്ക് ഈവൻ സെയിൽ അവിടെ ഇപ്പോഴും ഉണ്ട്. ശരിയാ, അവിടെ റോഡ് പടസം തോന്നല്ലേ? അതെ, അപ്പൊ ക്ലോസ് ചെയ്തിട്ട് പോലും ആളുകള് അതിന്റെ തൊട്ടപ്പുറത്ത് ഈ പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രാൻഡ് എല്ലാ അപ്പുറത്തുണ്ട്. എങ്കിൽ പോലും നമ്മുടെ സ്റ്റോറിൽ ആവശ്യത്തിന് കസ്റ്റമർ ഉണ്ട്. പിന്നെ സാർ എനിക്ക് ഇതിനകത്ത് ഇപ്പൊ സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ ഒക്കെ വന്നതിന് ശേഷം നമ്മൾ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഊബർ പോലെയുള്ള കമ്പനികൾ വന്നതിന് ശേഷം നമ്മൾ എല്ലാവരെയും ഓൺടർപ്രണേഴ്സ് ആക്കുന്ന ഒരു ആക്ടർ പറയും. എനിക്കിപ്പോൾ സാർ ആദ്യം പറഞ്ഞുകൊണ്ടുവന്ന സമയത്ത് ഒരു ഡ്രൈവറെ ഓൺടർപ്രണർ ആക്കി അയാളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു കമ്പനിയിൽ അവരൊക്കെ ഇപ്പോഴും ഉണ്ടോ? അല്ലെങ്കിൽ എന്തായിരുന്നു സാറിൻ്റെ ഈ കമ്പനി സ്ട്രക്ചർ? ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പേടിയാവുമല്ലോ. കൂടെയുള്ള ആളുകൾ ലോങ് ടൈം ആയിട്ടുള്ള ആളുകളാണോ, അതോ പ്രൊഫഷണൽസിനെ മാറ്റി ചെയ്യണം? എങ്ങനെയായിരുന്നു നമ്മുടെ ഒരു HR പോളിസി? അതിൽ ഞാൻ പറയാം, ആഫ്റ്റർ കോവിഡ് നമ്മുടെ ഒത്തിരി ആളുകൾ, നമ്മുടെ സൈഡിലെ ഒത്തിരി ആളുകൾ നോർമലി നമ്മളൊരു നല്ല റിലേഷൻഷിപ്പ്, നല്ല സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോഴും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മറ്റുള്ള കമ്പനികളിലേക്ക് പോയി. അപ്പം എങ്കിലും പ്രധാനപ്പെട്ട 1-2, അത് ഞാൻ പബ്ലിക്കായി പറഞ്ഞ 1-2 സ്ഥലങ്ങളിലുള്ള നമ്മുടെ കൂടെയുള്ള ആളുകൾ സ്ട്രോങ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലെ പുതിയ ആളുകൾ വന്നു, ഞങ്ങൾ എക്സ്പീരിയൻസ് ആയ പുതിയ ആളുകൾ, ഇപ്പം ഞങ്ങൾ IPOന്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നതുകൊണ്ട് അത്തരം ആളുകൾ വന്നിട്ട് ഇപ്പം ഞങ്ങളെ CEO ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് മിസ്റ്റർ ജയാനന്ദാണ്. അദ്ദേഹം റിലയൻസിന്റെ സൗത്ത് ഹെഡായിരുന്നു, ജിയോയുടെ സൗത്ത് ഹെഡായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് നല്ല ഒരു ക്വാളിറ്റി ടീം ഞങ്ങളുടെ കൂടെ ഉണ്ട്. പിന്നെ ഇപ്പം ഈ തിരുവാലി അല്ലേ, തിരുവാലി പോലെ ആരും അറിയാത്ത, നമ്മൾ മലയാളത്തിൽ പറയണ പട്ടിക്ക് പറയാ, ഒരു ഓണം കയറാൻ മൂലയെ കൊണ്ടുപോയിട്ട് കട വെച്ചിട്ട് അവിടെ എങ്ങനെ നല്ല റിസോഴ്സിനെ കിട്ടും? നമ്മളൊക്കെ എല്ലാവർക്കും കോഴിക്കോട് കമ്പനി നടത്തും പേടിയാണ്. അപ്പൊ ഈ റിസോഴ്സ് അവിടെ വരുന്നതിൽ കുഴപ്പമില്ല.
ഓക്കെ ആണോ? അത് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. എസ്പെഷ്യലി ഞങ്ങളെ മലപ്പുറം ജില്ലയ്ക്കുള്ള എന്താ വെച്ചാൽ ഏറ്റവും നല്ല, ഞാൻ എപ്പോഴും പറഞ്ഞ ഏറ്റവും നല്ല ക്വാളിറ്റി റിസോഴ്സ് ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. അതെ. പക്ഷേ ഞങ്ങൾ ആളുകൾ എല്ലാവരും എന്താ സംഭവിക്കുന്നത്, എല്ലാവരും അബ്രോഡാണ്, വിദേശത്താണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ക്വാളിറ്റി ആളുകളെ ഇപ്പോൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും വിദേശത്താണ് ഉള്ളത്, ഒക്കെ എന്നെ പുറത്ത് പോയിക്കൊണ്ടേയിരിക്കും, എപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പം കോഴിക്കോട് ഒരു ഓഫീസ് തുടങ്ങി, അടുത്തപ്പോൾ കൊച്ചി ഒരു ഓഫീസ് തുടങ്ങി, പതുക്കെ ബാംഗ്ലൂർ ഒരു ഓഫീസുണ്ട്. അപ്പോൾ പതുക്കെ ഒന്ന് മാറ്റുന്ന രീതിയിലാണ് പോകുന്നത്. ഓഫീസുകൾ മാറ്റി, ഫാക്ടറിയും ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു, മാറ്റി തുടങ്ങി. ഞാൻ ഇതിൽ ഈ HR ബന്ധപ്പെട്ട് എപ്പോഴും എൻ്റെ ഉള്ളിലുള്ള ക്വസ്റ്റൻ ആണ്, അത് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആർക്കും ഉണ്ടാവില്ല. ഈ കമ്മിറ്റഡ് പേഴ്സൺ വേഴ്സസ് എക്സ്പേർട്ട്, അല്ലെങ്കിൽ ഭയങ്കര കഴിവുള്ള ഒരാൾ വേഴ്സസ് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾ, ഇതിൽ ആരെയാ സെലക്ട് ചെയ്യുക? എനിക്കതിൽ ഏറ്റവും തോന്നിയിട്ടുള്ളത് കമ്മിറ്റഡ് ആയ ആളുകളാണ്. കാരണം കഴിവുള്ള ആളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, കഴിവുള്ള ആള് രണ്ടുണ്ട്. ഒന്ന് നെഗോസിയേഷൻ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. രണ്ടാമത് ഞാൻ വേണ്ടതല്ലോ ഉണ്ട്. രണ്ടാമത് ഇദ്ദേഹത്തിന് എന്താ പറയുക, ഓഫറുകൾ പുറത്തുനിന്ന്, ഇപ്പം ഇന്നത്തെ സമയത്ത് ലിങ്ക്ഡിനും ബാക്കി എല്ലാം ഉള്ളതുകൊണ്ട് ഒരുപാട് ഓഫേഴ്സും പുറത്തുനിന്ന് വന്നുകൊണ്ടേയിരിക്കും. അതേസമയത്ത് നമ്മളോട് കമ്മിറ്റഡ് ആയി നിൽക്കുന്ന ബ്രാൻഡ് കുറേ പല ടൈപ്പ് കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ. ഓണറോടുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ബ്രാൻഡിനോടുള്ള കമ്മിറ്റ്മെൻറ്റ്, അദ്ദേഹം സ്വയം ചെയ്യുന്ന ജോലി എന്നുള്ള സാറ്റിസ്ഫാക്ഷനോടുള്ള കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആളാണെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അത്തരം കമ്മിറ്റഡ് ആയ ആളുകളാണെങ്കിൽ ബ്രാൻഡിൻ്റെ കൂടെ നിൽക്കുക അവർ അതിൻ്റെ കാലം വേണമെങ്കിലും. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഒരു ഇൻറ്ററാക്റ്റീവ് സെക്ഷനിലേക്ക് പോകാൻ തോന്നുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഞാൻ ഈ ചോദിക്കണ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കണ ഒരു 5 മിനിറ്റ് വേണ്ടിവരും, ബുദ്ധിമുട്ടില്ലല്ലോ? ഓക്കെ. ഞാനൊരു മൊബൈൽ സർവീസറാണ്. ഇപ്പോൾ നിലവിൽ 2 ഷോപ്പ് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉപ്പ ഉസ്താദാണ്. ഉസ്താദ് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മളെ പള്ളിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു ഉസ്താദാണ്. അപ്പോൾ ഇവരൊക്കെ ധരിക്കുന്ന ഒരു ഡ്രസ്സ് ഉണ്ട്, നമ്മൾ അറബികളൊക്കെ ഇടുന്ന കമീസ്, ടോപ്പ്. ടോപ്പ്. അപ്പോൾ ആ സാധനമാണ് ഇവർ കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിക്കണ എല്ലാവരും എനിക്കൊരു പ്രശ്നമായിട്ട് കണ്ടത്, നമ്മുടെ മുസ്ലിം ഇതിൽ ഔറത്ത് കാണാൻ പറ്റില്ല എന്നൊരു സംഭവം ഉണ്ട്. അതായത് ഈ കമ്മീസ് ഇടുമ്പോൾ ബൈക്കിലൊക്കെ കയറുമ്പോൾ ഇത് മേളിലേക്ക് കയറുക, കാല് മുട്ട് കാണുക, ഇതൊക്കെ അവരെ സംബന്ധിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്, അവർക്ക് അതിൻ്റെ അകത്ത് ഇടാൻ പറ്റിയ ഒരു നല്ലൊരു പാൻറ് ഇല്ല എന്നൊരു പ്രോബ്ലം. അപ്പോൾ ഞാനിത് ഇവിടെ ചോദിക്കാൻ വേണ്ടി കരുതിയല്ല. അപ്പോൾ നിങ്ങൾ ഈ കാതർപേട്ട തിരുപ്പേൻ്റെ ഒക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ വന്നൊരു ഇതാണ്. അതായത് ഞാനിപ്പോൾ ഉപ്പാക്കും കാരണവരും ഇതേ ഡ്രസ്സാണ് ഉപയോഗിക്കാം, അവർക്കും ഉണ്ട് ഈ പ്രോബ്ലം. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്കറ്റിൽ നോക്കിയപ്പോൾ ഇത് നമ്മൾ സാധാ ബനിയൻ ഉണ്ടല്ലോ ഇടുന്ന, ആ ക്ലോത്തിൽ മാത്രമേ പാൻ്റ് ഉള്ളൂ. തീരെ ക്വാളിറ്റി ഇല്ലാതെ ഉറുമ്പൊക്കെ തിന്നുന്ന ആ ഒരു ക്വാളിറ്റിയിൽ മാത്രമേ പാൻ്റ് ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് അന്വേഷിച്ചപ്പോൾ ഈറോഡ് വരെ ഒന്ന് പോയി. ഈറോഡ് പോയപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചൊരു ക്ലോത്തിൽ ഞാൻ ഇങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വരാത്തൊരു ക്ലോത്ത് നോക്കിയിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ഒന്നും ഇല്ല. അങ്ങനെ വരെ തിരുപ്പൂര് കാതർപേട്ട എന്ന സ്ഥലത്താണ് ഞാൻ എത്തിപ്പെട്ടത്. അതായത് ഇപ്പോൾ ഒരു 6 മാസമായി. അവിടുന്ന് നമുക്ക് സൂപ്പർ പോളി പറഞ്ഞൊരു ക്ലോത്ത് കിട്ടി. അപ്പോൾ ഞാനൊരു ക്ലോത്തിങ് ഹോൾസെയിൽ വിൽക്കണവിടെ പോയിട്ട് ഈ ക്ലോത്ത് എടുത്തിട്ട് അവിടുന്ന് ഒരു 1-2 തുന്നുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവിടെ പോയിട്ട് അവരെടുത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു 10-15 ഒരു മോഡല് കൊടുന്നു. മോഡല് കൊടുത്തിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു 10-12 ആൾക്ക് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഈ സാധനം ഞാൻ ഹോൾസെയിൽ കടയിലേക്കൊന്ന് കാണിച്ചു കൊടുത്തു നോക്കി. നമ്മൾ ചെമ്മാട് ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഹോൾസെയിൽ വിൽക്കുന്ന ഒരു കട ഉണ്ട്, അവിടെ കാണിച്ചു കൊടുത്തു നോക്കി. അപ്പോൾ അവർക്ക് ഈ ക്ലോത്തിൽ ഇതുവരെ ആരും ഉപയോഗിച്ച് അവർ കണ്ടിട്ടില്ല. അങ്ങനെ എനിക്ക് അവിടുന്ന് ഒരു 100 പീസ് ഓർഡർ കിട്ടി. അങ്ങനെ ഞാൻ ഓർഡർ എടുത്ത് അവിടെ കൊണ്ടുവന്ന് കൊടുത്തു. അതിൻ്റെ പിറ്റേഴ്സ് എനിക്ക് 2000 പീസാണ് ഓരോ ഓർഡർ തന്നത്. അങ്ങനെ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. അതിന് ശേഷം ഇപ്പോൾ ഞാൻ മാർക്കറ്റിൽ കൂടെ ഒക്കെ ജസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഒന്ന് നടന്നു നോക്കി, എല്ലാ അറിയുന്ന ഷോപ്പുകളിലൊക്കെ ഒരു സാമ്പിൾ പീസ് എടുത്തിട്ട് നടന്നു നോക്കി. ഒരു മിനിറ്റ് ബ്രേക്ക് എടുക്കട്ടെ. റിലാക്സ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ട്, പക്ഷെ ഇപ്പൊ എവിടെയും കൊടുത്തിട്ടില്ല. കാരണം ഇത് എല്ലാവർക്കും കോപ്പി അടിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. ആർക്കും വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ആർക്കും പോയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ആരും ഓർഡർ എടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു ജസ്റ്റ് എല്ലായിടത്തും പോയിട്ട് സാധനം ഉണ്ടോ നോക്കിയിട്ടുള്ളൂ. പക്ഷെ എല്ലാ ഷോപ്പിലും ഇതിന്റെ ആവശ്യക്കാരാണ്.
പക്ഷെ ഇതിനെങ്ങനെയാണ് ഇതിന് ഒരു ആരും കോപ്പി അടിക്കാത്ത രീതിയിൽ ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് ഇതൊരു ഓർഡർ എടുത്തിട്ടില്ല. ഞാൻ അതിന്റെ കൂടെ പോരൊന്നുമില്ല. ഞാൻ ആഴ്ചയിൽ 1-2 ദിവസം ഫ്രീ ആകുമ്പോൾ മാത്രമേ പിന്നാലെ നിന്നിട്ടുള്ളൂ. മൊബൈൽ ഷോപ്പിക്ക് ആണ് കൂടുതൽ ശ്രദ്ധ ഉണ്ടാകല്. അപ്പോൾ സാറിനെ കണ്ടപ്പോൾ ഈ ചോദ്യം ചോദിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണെന്ന് തോന്നിയപ്പോൾ സംസാരിച്ചു. ഓക്കെ, കോപ്പി എങ്ങനെ വരും എന്നുള്ളതാണ് അത് ശരിക്കും. അതെ, അത് ഇപ്പം നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതിന് 2 രീതിയിൽ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റും. ഒന്ന്, ഏറ്റവും വില കുറച്ച് വിൽക്കുക എന്നുള്ള ഒരു മോഡൽ 99 മുതൽ 999 കണ്ടില്ലേ നിങ്ങൾ, പുതിയ 999 രൂപ. അടുത്തത് ഏറ്റവും വില കൂട്ടി വിൽക്കുക, അർമാനി, ബിഗ് ബ്രാൻഡുകൾ, ആപ്പിൾ. നിങ്ങൾ ഇത് എന്തുകൊണ്ട് നമ്മൾ ആപ്പിളിൻ്റെ ഫോൺ എടുത്തിട്ട് ഈ ലോഗോ ഉള്ള ഭാഗം കട്ട് ചെയ്ത് നമ്മളെല്ലാ ഫോണിൻ്റെ പൊടി കയറാതിരിക്കാൻ നമ്മൾ കവർ ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ട് കാണിക്കുന്നു? ആ ലോഗോ കാണുന്നത് നമ്മൾ അഭിമാനമായിട്ട് വെക്കുന്നത് കൊണ്ടാണ് വിളിക്കുക. എത്ര വില കുറഞ്ഞ ഫോൺ ഉണ്ടെങ്കിലും അടുത്ത 17 ലോഞ്ച് ചെയ്യാൻ പോകുന്നത് 17 വാങ്ങാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ്. പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് അപ്പം തന്നെ ബുക്ക് ചെയ്യും. അത് ബ്രാൻഡിനെ ഹൈ പിച്ചിൽ ബ്രാൻഡിനെ നിർത്തുന്നതുകൊണ്ടാണ്. അപ്പം ഈ രണ്ടാമത്തെ മോഡൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ആൾക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ആർക്കും അനുകരിക്കാൻ പറ്റും. ഇപ്പം സൂഡിയോ നിങ്ങൾ നോക്ക്, ഓരോ ടൗണിലും സെയിം ഡിറ്റോ സൂഡിയോനെ അനുകരിച്ചുകൊണ്ട് മഞ്ചേരിയിലുണ്ട്, നിലമ്പൂരുണ്ട്. ആ പ്രാദേശികമായിട്ട് ഓരോ ബ്രാൻഡ്. ചില ആൾക്കാർ 4-5 സ്റ്റോർ തുടങ്ങി എല്ലാ മാളിലും പോയി നോക്കും. എല്ലാവരും അത് ഈസിയായിട്ട് അനുകരിക്കാം. അവർ സ്റ്റുഡിയോ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ, ഇപ്പം റിലയൻസ് ട്രെൻഡ്സ് വന്ന സമയത്ത് എല്ലാ ടൗണിലും ട്രെൻഡ്സ് വന്നു. ആളുകളെല്ലാം പോയി ഓഫറുകളും കൂപ്പണും വാങ്ങി അവിടെ എല്ലാം സ്റ്റുഡിയോ വന്നപ്പോൾ ആൾക്കാരെല്ലാം അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇവിടെ പോയി. ഇനി തൊട്ടടുത്ത് നമ്മൾ പ്രാദേശികമായിട്ട് ബ്രാൻഡ്, നമുക്ക് ഇപ്പം സ്റ്റുഡിയോൻ്റെ കുറേ എന്താ പറയുക നെഗറ്റീവ്സ് കാരണം അവർ ഒരു MOക്ക് 1 lakh പീസസാണ് വരുന്നത്. അപ്പോൾ ഒരു വെഡിങ്ങിന് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഒരേ ഷർട്ട് ഇട്ട് വരുന്നു എന്ന് നിങ്ങൾ കണ്ടില്ലേ? അപ്പം ആ മോഡല് പിന്നെ ക്രമേണ ആളുകൾ ഇപ്പോൾ ഓൾറെഡി ഇയർ ഓൺ ഇയർ ഒരു 30% ഡീഗ്രോത്ത് ആണെന്നാണ് കേട്ടത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, പ്രാദേശികമായിട്ട് നമുക്ക് പറ്റിയ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലുള്ള പ്രൊഡക്റ്റ് ആയിട്ട് ഒരാൾ ഈ പ്രൈസ് റേഞ്ചിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആളുകൾ അങ്ങോട്ട് മാറും. അപ്പം തൊട്ടടുത്ത ആൾ ഈ ആളെക്കാളും 99 to 999 അപ്പം ഇത് വെച്ചിരിക്കുന്നത്. അടുത്ത 89 മുതൽ 889 വെച്ച് കഴിഞ്ഞാൽ നാളെ അങ്ങോട്ട് പോകും. അപ്പം ഇത് അനുകരിക്കാതിരിക്കാൻ ഇപ്പം പോപ്പീസ് പോലെയുള്ള സാധനങ്ങൾ ചെയ്യുന്ന എൻ്റെ വില്ലേജിൽ മാത്രം മിനിസ്റ്റർ കഴിഞ്ഞ വ്യവസായ മന്ത്രി കഴിഞ്ഞ 36 കമ്പനികളുണ്ട് തിരുവാലിയിൽ മാത്രം. ഒരു അനുകരിക്കാതിരിക്കാൻ ഒന്നും ചെയ്യാനില്ല. പിന്നെ നമുക്ക് യുണീക്കായിട്ട് അതിലെന്തെങ്കിലും ഒരു ബ്രാൻഡ് ആദ്യം തന്നെ ബ്രാൻഡ് വെക്കുക. ആ ബ്രാൻഡ് ആദ്യം തന്നെ നമ്മൾ എല്ലാവരും പോപ്പീസ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ട്, കുട്ടികൾക്കുള്ള കുറേ കാര്യങ്ങൾ. ആ ക്ലെയിം മറ്റാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വെറുതെ ക്ലെയിം പറഞ്ഞാൽ പോരാ, ആ ഒരു ക്വാളിറ്റി നമ്മൾ എൻഷുർ ചെയ്തിട്ട് ഞങ്ങൾ ഇപ്പം ആപ്പിൾ കുറേ ക്ലെയിം ചെയ്യുന്നുണ്ട്. അവർ ആ ക്ലെയിം ചെയ്യുന്ന കാര്യം അവരിപ്പോഴും ഇത് പാലിക്കുന്നതുകൊണ്ടാണ് ആളുകൾ വീണ്ടും റിപ്പീറ്റായിട്ട് ആപ്പിളിലേക്ക് വരുന്നത്. ഇതിനു മുമ്പ് ചില ഫോണുകൾ വന്നിട്ട് അവർ പറഞ്ഞ ക്ലെയിം ഒന്നും ഇല്ലാത്ത ഫോൺ വന്നു. ആ ഫോൺ അതുപോലെ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നല്ലോ, ആപ്പിൾ മുമ്പ് ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നല്ലോ, അത് ക്ലെയിം അല്ലാതെ വന്നിട്ട് അവസാനം അവരൊന്നും മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോയിട്ടുണ്ട്. ഇതിൽ ശരിക്കും ഇപ്പം നമ്മളൊരു ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം സിമ്പിളായിട്ട്. ഇപ്പം BIS എന്ന് പറയുന്ന, ഇപ്പം നമ്മളിപ്പോൾ ഒരു നാട്ടിലൊരു ചർച്ചയാണ്, ഗോൾഡ് ഭീമയിൽ കൂടുതൽ ക്വാളിറ്റി ഉണ്ട്. എന്തുകൊണ്ടാണ് ആളുകൾ ഗോൾഡിന് ക്വാളിറ്റീൻ്റെ മുകളിൽ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യത കുറവാണ്? എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, BIS മുദ്ര എന്ന് പറയുന്ന സാധനം ആദ്യമായിട്ട് കേരളത്തിൽ പരസ്യം ചെയ്ത ആരാണ്? ഭീമയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും കേരളത്തിൽ നിങ്ങൾ സാധാരണക്കാരെടുത്ത് പോയിട്ട് നല്ല ഗോൾഡ് എവിടെയെന്ന് വെച്ചാൽ ഭീമയിലെന്ന് പറയും. ഇതിൻ്റെ ഒരേ ഒരു കാരണം BIS ആദ്യമായിട്ട് കേരളത്തിൽ പരസ്യം ചെയ്തത് ഭീമയാണെന്നുള്ളതാണ്. നിങ്ങൾ ഈ സാധനം അധികം നമ്പർ ഇറക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു മൗത്ത് പബ്ലിസിറ്റി അടിക്കണം. നിങ്ങളുടെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഈ സാധനം ആദ്യമായിട്ട് കൊണ്ടുവന്നു എന്നുള്ളത് അടിക്കുക. അപ്പോൾ അത് എല്ലാ എൻക്വയറിയും നിങ്ങൾ തരും. പിന്നെ ഇത് ആൾ ഫോളോ ചെയ്താലും നിങ്ങൾ എപ്പോഴും ഫ്രണ്ട് റണ്ണർ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഇവിടെ ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഈ ഫ്രണ്ട് റണ്ണർ അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ, നിങ്ങൾ ആ ഒരു അഡ്വാൻറ്റേജ് യൂട്ടിലൈസ് ചെയ്ത് പോകണം. അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഷോർട്ടാക്കി നിർത്തുക. എന്നിട്ട് നിങ്ങൾ ബ്രാൻഡ് പെട്ടെന്ന് ബിൽഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ ഈ കാര്യം ഈ പറഞ്ഞ കോപ്പിയടി എന്തായാലും ഉണ്ടാവും. സാറ് പറഞ്ഞ പോലെ ഈ ലോകത്ത് എന്തും കോപ്പി അടിക്കും. എന്തും കോപ്പി അടിക്കുക എന്നുള്ളതല്ല, ലോകത്തെ എല്ലാം കോപ്പി അടിച്ചിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. സ്റ്റീവ് ജോബ്സ് എങ്ങനെയാണ് മാക്കിൻടോഷ് ഉണ്ടാക്കുന്നത്? സ്റ്റീവ് ജോബ് പോയിട്ട് റൂമിൽ വെച്ച് അയാൾ കാലിഗ്രാഫി പഠിക്കാൻ പോയ ഒരു റൂമിൽ കണ്ട ഒരു പ്രൊഡക്റ്റ് അതേപോലെ മനസ്സിൽ കൊണ്ടുവന്ന് കോപ്പി അടിച്ച സാധനമാണ് നമ്മൾ പിന്നീട് കാണുന്ന മാക്കിൻടോഷ്. സ്റ്റീവ് ജോബ്സ് പോലും പറഞ്ഞിട്ടില്ല അത് ഒറിജിനൽ പ്രൊഡക്റ്റാണ്, എക്സെപ്റ്റ് ഡിസൈൻ.
അയാൾ മുമ്പ് ഈ കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ട്. മാക്കിൻടോഷ് കീർണമായി കണ്ടിട്ട് ആ റൂമിൽ അവർ പുറത്തിറക്കാതെ അവരുടെ ഒഫീഷ്യൽ പർപ്പസിന് വെച്ചിരുന്ന പാലോ ആൾട്ടോ അങ്ങനത്തെ ഒരു കമ്പനിയുടെ പേര് ഞാൻ മറന്നുപോയി, അതവിടെ എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഇവിടെ കൊണ്ട് കോപ്പി അടിക്കണം. പക്ഷെ ബുദ്ധിയുള്ള സ്റ്റീവ് ജോബ്സ് എന്ത് ചെയ്ത് അത് അയാളുടെ പേരിലാക്കി. എന്നിട്ട് ഇപ്പം ഈ ലോകത്തിലെ ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ മാക്കിൻടോഷ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, പുള്ളി പരസ്യം ചെയ്ത് നമ്മളത് വിശ്വസിക്കുകയും ചെയ്തു. അപ്പം നിങ്ങളുടേതാണ് ഈ പ്രൊഡക്റ്റ് എന്ന്, ഈ കാറ്റഗറി നിങ്ങൾ ക്രിയേറ്റ് ചെയ്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റിയാൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ലോങ് ടൈമിൽ ആ റിട്ടൻഷൻ അവിടെ നിൽക്കും. നിങ്ങളെ പുറത്താക്കാൻ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതാണ് അതിനുള്ളൊരു മെത്തേഡ്. എനി അതർ ക്വസ്റ്റ്യൻ? സാർ, എൻ്റെ പേര് ഷിഫാസ്. എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, സാർ ആൾറെഡി ജേർണലിസത്തിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ട് ഇപ്പോഴത്തെ കോർപ്പറേറ്റുകളൊക്കെ സോഷ്യൽ റെസ്പോൺസിബിളായിട്ട് CSR എന്നുള്ളത് ആൾറെഡി പല കമ്പനികൾക്കും ഉണ്ടെങ്കിൽ പോലും സോഷ്യൽ റെസ്പോൺസിബിളായിട്ട് കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകില്ല. എസ്പെഷ്യലി ബേബി ഫുഡ്സ്, ബേബി ഡ്രസ്സ്, ഇതുപോലുള്ള കാര്യങ്ങൾ. ഇതിൽ കോർപ്പറേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന വരേണ്ട മാറ്റം എന്താണ്? അതുപോലെ തന്നെ നമ്മൾ സാധാരണക്കാർ നമ്മൾ ഇതിനെ അവെയർ ആയിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. CSR ഫണ്ടിനെ കുറിച്ച് കമ്പൽസറി അറിയാലോ അല്ലേ? കോർപ്പറേറ്റ് റെസ്പോൺസ് ഫണ്ടിനെ കുറിച്ച് അറിയാലോ. അത് ഇത്ര കോടി പ്രോഫിറ്റ് ഉള്ളവരാണ് നിർബന്ധമായിട്ടും CSR ഫണ്ട് വിനിയോഗിക്കേണ്ടത്. അപ്പോൾ അത് ആരൊക്കെ, ഞാൻ പറഞ്ഞ അത് എന്താ പറയുക, വിവാദമാകുന്നൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും. അപ്പം ഞങ്ങൾക്ക് കമ്പൽസറി സോഷ്യൽ ആയിട്ടില്ല, ഞങ്ങൾക്ക് നിർബന്ധം ആയിട്ടില്ല. പക്ഷേ എങ്കിലും ഞങ്ങളുടേതായ ഒത്തിരി കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലാതെ ഞങ്ങളുടെ ഗ്രാമത്തിലും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ജനങ്ങൾ അവെയർ ആയിരിക്കേണ്ട, ഞാൻ നേരത്തെ എൻ്റെ സ്റ്റോറി പറഞ്ഞല്ലോ, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് ഫ്രീ കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ കൊടുത്തപ്പം ഒരു എന്താ പറയുക, എന്തുകൊണ്ട് ബിഫോർ കോവിഡ്, ഞാൻ പറയുന്ന ഒരു ഉദാഹരണം, ബിഫോർ കോവിഡ് ടാറ്റ എന്നുള്ള ബ്രാൻഡിനെ ആളുകൾ കണ്ടതും ആഫ്റ്റർ കോവിഡ് ടാറ്റ എന്ന ബ്രാൻഡിനെ ആളുകൾ കാണുന്നത് തമ്മിൽ വ്യത്യാസം ശ്രദ്ധിച്ചോ? ടാറ്റ കോവിഡിൻ്റെ സമയത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. നമ്മുടെ കാസർഗോഡ് ഉൾപ്പെടെ ഹോസ്പിറ്റൽ ഉണ്ടായി. ടാറ്റ എന്ന ബ്രാൻഡിന് ആളുകൾ അതിനു മുമ്പ് ടാറ്റ കാറുകളുടെ സെയിൽസ് ഇയർ ഓൺ ഇയർ താഴോട്ടായിരുന്നു. രണ്ട് കാര്യങ്ങൾ നടന്നു. അവർ ഒരു വേൾഡ് ബ്രാൻഡിനെ വാങ്ങി, അതിൽ അവർ ടെക്നോളജിയൊക്കെ മാറി. പക്ഷേ എന്താ പറയുക, അവർ സമൂഹത്തിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയത് കൊണ്ടാണ് ആ ബ്രാൻഡ് എന്നൊരു ട്രസ്റ്റായിട്ട്, ടാറ്റ എന്നുള്ള ട്രസ്റ്റായിട്ട് ആളുകൾ, ഷെയർ പ്രൈസ്, ടാറ്റയുടെ എല്ലാ പ്രൊഡക്റ്റിൻ്റെ ഷെയർ പ്രൈസ് ഒക്കെ നമ്മൾ നോക്കൂ, അതുപോലെ ആളുകളൊരു ട്രസ്റ്റായിട്ട് കാണുന്നത്. അപ്പം ജനങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് എന്താ പറയുക, ജനങ്ങൾ ഇതിനെങ്ങനെ അവെയർ ആയിരിക്കണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളോടും നിങ്ങൾക്ക് എഴുതി വിവരാവകാശപ്രകാരം എഴുതി ചോദിക്കുക, നിങ്ങൾ ചെയ്ത CSR കഴിഞ്ഞ വർഷം ചെയ്ത CSR പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം ജനങ്ങൾക്ക് ചോദിക്കാം. കാരണം പബ്ലിക് ലിമിറ്റഡ് കമ്പനി പറഞ്ഞാൽ പൊതുജനങ്ങളുടെ കമ്പനിയാണ്, ഇൻവെസ്റ്റേഴ്സിന്റെ കമ്പനിയാണ്, നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് അങ്ങനെ ചോദ്യമായിട്ടല്ല, പക്ഷെ ഞങ്ങളുടെ ഒരു അനുഭവം പറയാൻ വെച്ചാൽ, എൻ്റെ അനിയത്തിയുടെ കല്യാണം കഴിച്ചൊരു കോസ്റ്റൽ ഏരിയ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് കുഞ്ഞുണ്ടായതിന് മുന്നേ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യായിരുന്നു കുറേ സ്ഥലത്ത്. പക്ഷെ ഞങ്ങൾക്ക് കുഞ്ഞായപ്പോൾ ഞങ്ങൾ കുറേ ബ്രാൻഡുകൾ പരീക്ഷിച്ചു. അതിൽ ഫസ്റ്റ് ക്രൈം പോപ്പിയാണ് ഞങ്ങൾ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും വെയിലാണല്ലോ, ഭയങ്കര വെയിലായിരിക്കും. അപ്പോൾ ഈ ഉടുപ്പ് ആറിയിടുമ്പോൾ പെട്ടെന്ന് നരച്ചു പോകുന്നു. ഞങ്ങൾ എത്ര എണ്ണം വാങ്ങിയിട്ടും ഞങ്ങൾക്ക് നിൽക്കുന്നില്ല. അതിലൊരു ഫസ്റ്റ് ക്വാളിറ്റിയിൽ പോപ്പീസ് നിൽക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴും പറയാറുണ്ട്. ഭയങ്കര എത്ര വെയിലെത്തിട്ടാലും നന്നായി നിൽക്കും. പക്ഷേ ഞങ്ങളുടെ പിന്നീട് ഞങ്ങളെ കുഞ്ഞിപ്പോൾ 4 വയസ്സായി. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയും, ഒരു 12 വയസ്സ് വരെയുള്ള ഒരു എലഗൻറ്റ് ഡ്രസ്സ് നിങ്ങൾ തരുമെന്ന്. കാരണം ഞങ്ങൾ ഇപ്പോൾ അവൾക്ക് കുറച്ച് വലിയ ഉടുപ്പുകളൊക്കെ കൊണ്ടുവരുന്നത് പുറത്തുനിന്നാണ്. കാരണം ഇവിടുന്ന് വാങ്ങിയിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആ ഒരു റിക്വസ്റ്റ് ഞങ്ങൾ അനുഭവസ്ഥരുന്ന രീതിയിലുണ്ട്. പിന്നെ കുറച്ച് ഒരു നല്ല ഭംഗിയിൽ ഇപ്പൊ സമ്മർ ഓക്കെ അപ്പൊ ഒരു 12 വയസ്സ് വരെയെങ്കിലും ഇപ്പൊ എപ്പോഴും നമുക്ക് ചൂടായത് കൊണ്ട് നല്ല സമ്മർ ഉടുപ്പുകൾ അതേ ടൈപ്പിൽ കിട്ടുന്ന ഒരു പ്ലാൻ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ, ഞാൻ ഓൾറെഡി ഒരു ജേർണലിസ്റ്റ് ആണ്, ഇപ്പൊ ഒരു ബ്രേക്ക് എടുത്തതാണ്. അപ്പോൾ ഞാൻ എനിക്കൊരു ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടി ഞാൻ ഒരു ഡോൾസ് ഉണ്ടാക്കിയിരുന്നു. അത് നന്നായിട്ട് ആ സമയത്ത് പോയി. അപ്പം എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു, നിങ്ങൾക്കിങ്ങനെ, ഞാൻ തന്നെ ഉണ്ടാക്കിയതായിരുന്നു. കോവിഡ് കാലത്ത് ഞാൻ ലോക്കൽ ഗാർഡിയനായ 2 കുട്ടികൾക്ക് ക്യാഷ് കൊടുക്കാനില്ല, ആ സമയത്ത് ചെയ്തതായിരുന്നു. 1.5 lakhs എൻ്റെ പാവകൾ അന്ന് സോഷ്യൽ മീഡിയയിൽ വിട്ടുപോയി. അങ്ങനെ ഞാൻ പാവകൾ ഒരു ടെഡി അങ്ങനെ തുടങ്ങി കുറേ പാവകൾ പഠിച്ചു. ഇപ്പം ഞാനൊരു ബ്രാൻഡ് ആലോചിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പാവകൾ, സോഫ്റ്റ് ടോയ്സ്, പ്ലഷീസ് എന്നുള്ള മെറ്റീരിയൽ നമ്മുടെ അടുത്തൊന്നും അവൈലബിൾ അല്ല.
അപ്പോൾ അതാണ് ഒരു പ്ലാൻ. അപ്പം ഞാൻ നിങ്ങളെ എപ്പോഴും ഫോളോ ചെയ്യാറുണ്ട്. ആ ഒരു നിങ്ങളുടെ സ്റ്റഡി, നിങ്ങളുടെ റിസർച്ച്, അതുപോലെ തന്നെ സാറിനെയും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏറെയും ഇതിൽ വന്നത്. അപ്പം എനിക്ക് നിങ്ങളുടെ ആ ഒരു ജേണി, ഭയങ്കര ഒരു പുതിയ ബിസിനസ്സുകാർക്കുള്ള ജേണിയുടെ ഏറ്റവും ബെസ്റ്റിലെ ടോപ്പ് അതിൽ വരുന്ന ഒരു സ്റ്റഡിയാണെന്നുള്ള ഒരു അഭിപ്രായമാണ്. ഈ ജൂനിയർ ബ്രാൻഡ് തുടങ്ങാൻ പറ്റുമോ? അത് പറഞ്ഞുതരാം. അതായത് രണ്ട് കാര്യങ്ങളുണ്ട്. എനിക്ക് 3 കുട്ടികളാണ്. മൂത്ത ആൾക്ക് 15 വയസ്സ്, ഒരാൾക്ക് 13 വയസ്സ്, ഒരാൾക്ക് 10 വയസ്സ്. ഈ ചെറിയ ആളുള്ളത് കഴിഞ്ഞ വർഷം വരെ ഞങ്ങളായിരുന്നു സെലക്ട് ചെയ്യുന്നത്. ഇപ്പം മോള് തന്നെ കുറച്ച് പ്രൊഡക്റ്റൊക്കെ അവൾ യൂട്യൂബിലൊക്കെ നോക്കി സെലക്ട് ചെയ്ത് വരും. എനിക്കിത് മതി, ഈ കളർ മതി, ഒക്കെ സെലക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം ഒന്നത് ഞാൻ പറയുന്നത്, കുഞ്ഞുങ്ങൾ ഞങ്ങൾ അമ്മമാരെയാണ് ക്വാളിറ്റി ഒക്കെ നോക്കുക, അമ്മമാരെ. കുട്ടികൾ നോക്കുക, സ്റ്റൈലാണ് നോക്കുക. അമ്മമാർ പാരൻസ് സെലക്ട് ചെയ്യുന്ന സമയം വരെ അവർ ക്വാളിറ്റി നോക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റൈലാണ് നോക്കുക കുട്ടികൾ. അപ്പം നമ്മൾ ഈ ഏജ് ഗ്രൂപ്പിൽ വരുമ്പം ഇഷ്ടം പോലെ, ഞാനീ പറഞ്ഞ 99 to 9 ആ റേഞ്ചിൽ ഇഷ്ടം പോലെ ബ്രാൻഡ്. അത് ഇപ്പം ഈ അടുത്ത കാലത്ത് ഞാൻ ആ ബ്രാൻഡിൻ്റെ പേര് പറയുന്നത്, ഞാൻ ആ സ്റ്റോറിൽ എൻ്റെ മോൻ ഭയങ്കര നിർബന്ധം വെച്ചിട്ട് ഞാൻ കയറിയിട്ടു. ഞാൻ സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട്, നിങ്ങൾക്ക് ആ സ്റ്റോറിൽ കയറുമ്പോൾ ആ പെർഫ്യൂം അല്ല, ഈ പ്രൊഡക്റ്റ് എടുത്ത് സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര സൾഫറിൻ്റെ സ്മെല്ലാണ്. കാരണം ആ അങ്ങനെയുള്ള ഡൈയിങ് ചെയ്ത് വരുന്ന സാധനം. അപ്പം ഞങ്ങൾ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് നമുക്കിതിന് MOQ, ഈ പറഞ്ഞ MOQ വരും. കാരണം ഈ LKG കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പിന്നെ കളർ ഡ്രസ്സിൻ്റെ, LKG ആയി കഴിഞ്ഞാൽ പിന്നെ കളർ ഡ്രസ്സിൻ്റെ ആവശ്യം കുറയും. അപ്പം നമ്മൾ നമ്പർ ഓഫ് ഡ്രസ്സിൻ്റെ ആവശ്യം, പിന്നെ വല്ല എന്താ പറയുക, പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ ആ സമയങ്ങളിൽ ഇത് വാങ്ങുന്നു. അപ്പോൾ MOQ വളരെ കുറച്ച് മതി, റേഷ്യോ വളരെ കുറയും. ഇപ്പം തന്നെ ഞങ്ങൾ കട്ടിങ് റേഷ്യോ, പ്രൊഡക്ഷൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ അത് 3 അറിയാം, 3:2 അങ്ങനെ ലാസ്റ്റ് ആകുമ്പോഴേക്കും 6 വയസ്സാകുമ്പോഴേക്കും 1 കുറയുന്നുണ്ട്. അത് തന്നെ നമുക്ക് ഇപ്പം എൻഡ് ഓഫ് സീസൺ സെയിലിൽ ഞങ്ങൾ വിറ്റ് പോകുന്നത് ഭൂരിഭാഗവും ന്യൂ ബോണൊന്നും ഇല്ല, EOS നടക്കുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റ് പോലും ന്യൂ ബോൺസ് കൊടുക്കാറില്ല. ഞങ്ങൾക്ക് ഉള്ളതെല്ലാം വലിയ കുട്ടികളാണ്. കാരണം അവിടെ ഭയങ്കരമായിട്ട് പ്രൊഡക്റ്റ് മോശമായതുകൊണ്ടല്ല, കാരണം അവിടെ നമ്പർ ഓഫ് പർച്ചേസ് വളരെ കുറവാണ്. അപ്പോൾ പിന്നെ ഓപ്ഷൻസ് കുട്ടികൾക്ക് യൂട്യൂബും സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടിട്ട് ഒത്തിരി ഓപ്ഷൻസ് വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു, എനിക്ക് ഡ്രീമൊക്കെ ഉണ്ടായിരുന്നു 12 വയസ്സൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ ഞങ്ങളുടെ റിസർച്ച് ആൻഡ് അനാലിസിസിൽ ഞങ്ങൾ കണ്ടെത്തിയത് അത് ആവശ്യമില്ല എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ളത്. അമ്മമാർക്ക് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ മെറ്റർനിറ്റി വെയർ ചെയ്യുന്നുണ്ട്. Warm greetings. I'm Genotom Isaac, a FAUGP BBA student of Alfonso College. In today's scenario, government is heavily supporting the small-scale industries. Comparing to your starting journey, how you view this? SMEസിന് സെൻട്രൽ ഗവൺമെൻറ് ഒത്തിരി സ്കീം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്കീമുണ്ട്. ഞാൻ ആദ്യ കാലഘട്ടത്തിൽ എനിക്ക് ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് എന്ന് പറഞ്ഞ ഖാദി, നമ്മുടെ തൃശ്ശൂർ നടത്തറയിൽ ഒരു ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൻ്റെ സബ്സിഡി സ്കീമുണ്ട്. അതായത് നമ്മൾ ഇത്ര ലോൺ എടുക്കുകയാണെങ്കിൽ അതിൽ 30% വരെ സബ്സിഡി. ആദ്യത്തെ ഞാൻ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ആദ്യത്തെ സബ്സിഡി ഒക്കെ വാങ്ങിയ ആളാണ്. അതുപോലെ ഒത്തിരി സബ്സിഡീസ് ഉണ്ട്. ഇതിനകത്ത് ഞാൻ ഫേസ് ചെയ്യുന്ന ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഇപ്പോൾ ഗവൺമെൻറ്റ്സിനകത്ത് എന്നോട് എല്ലാവരും പറയും ആ സബ്സിഡി ഉണ്ട്, ഈ സബ്സിഡി. ഞാൻ സബ്സിഡികളുടെ പുറകെ നോർമലി പോകാൻ ശ്രമിക്കാറില്ല. കാരണം മിക്ക ആളുകളും സബ്സിഡീസും അല്ലെങ്കിൽ ഗവൺമെൻറ് സപ്പോർട്ടും കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രീസ് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ മോഡലിൽ നോർമലി ഞങ്ങൾ അതിന് പോകാറില്ല. പക്ഷേ നിങ്ങൾ ആസ് എ സ്റ്റാർട്ടപ്സ് നിങ്ങൾ ഒത്തിരി അതായത് ലോൺ കിട്ടാൻ ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ തീരാത്ത അത്രയും കാര്യങ്ങളില്ല. ഞങ്ങൾ തമ്മിൽ വേറെ ഡിസ്കഷൻ വരുന്നുണ്ട്. അപ്പം ഗവൺമെൻറ് നിങ്ങൾക്കൊരു വ്യവസായം തുടങ്ങാൻ വേണ്ടി കേരള ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും ഒരുപാട് സ്കീമുണ്ട്. ഇപ്പോൾ 5% കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ 5% ഇൻട്രസ്റ്റിന് 2 കോടി വരെ വനിതകൾക്കും പുതിയതായിട്ട് വരുന്ന അതുപോലെ സ്റ്റാർട്ടപ്പ് മിഷൻ വലിയ സപ്പോർട്ടുണ്ട്. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് ഒരുപാട് സ്കീംസ് ഉണ്ട്. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ബാങ്കുണ്ട്, അത് കൊച്ചിയിലാണ് ഉള്ളത്. അവരൊക്കെ ഇതുപോലെ വരുന്ന പുതിയ സംരംഭകർക്ക് ഒരുപാട് വായ്പകളും സപ്പോർട്ടും അത് ബേസ് ചെയ്ത് ഓരോ സെഗ്മെൻറ്റ്, ഇലക്ട്രോണിക്സിന് വേറെ ഉണ്ട്, ഗാർമെൻറ്റ്സിന് വേറെ ഉണ്ട്, എല്ലാത്തിനും അതിൻ്റെയൊക്കെ സപ്പോർട്ടിങ് സബ്സിഡീസും സ്കീംസും ഉണ്ട്. One more last question. This is last question. When we apply for the government subsidies, we get some kind of cash. How we should manage? I mean the financial management.
അപ്ലൈ അത് ശരിക്കും പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ ശരിക്കും ഇത് ബാങ്കിൽ നിന്ന് ലോൺ അവൈൽ ചെയ്ത് കഴിയുമ്പോഴാണ് ശരിക്കും ചില സ്കീംസ് കിട്ടുന്നത്. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, MSME തൃശ്ശൂരുണ്ട് MSME എന്ന് പറഞ്ഞിട്ട് ഒരു കേട്ടിട്ടുണ്ടോ നിങ്ങൾ? MSME ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള സംരംഭങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് MSME ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ ചെല്ലുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് യൂണിറ്റ് തുടങ്ങാനുള്ള പ്രൊജക്ട് റിപ്പോർട്ട് മുതൽ നിങ്ങൾക്ക് എവിടുന്ന് ഫണ്ട് അവൈൽ ചെയ്യണം, എന്തെല്ലാം സബ്സിഡീസ് ഉണ്ട്, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് പ്രൊജക്ട് റിപ്പോർട്ട് അവർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി തരും. ഇതൊന്നും മിക്ക സംരംഭകർക്കും അറിയാത്ത കാര്യമാണ്. MSME ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂരുണ്ട്, അവർ സപ്പോർട്ട് ചെയ്യും. അതുപോലെ എല്ലായിടത്തുള്ള ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ ആര് വ്യവസായം തുടങ്ങിയിട്ടും ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ ഏറ്റവും ഇന്ന് കേരളത്തിൽ ഞാൻ പറഞ്ഞ ഏറ്റവും എഫിഷ്യൻ്റ് ആയതും ഒരു രൂപ പോലും ഒരു കൈക്കൂലിയും കൊടുക്കാതെ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അവിടെ ചെല്ലുകയാണെങ്കിൽ ഒത്തിരി ആൾ, ഞാൻ മലപ്പുറത്ത് ബേസ് ചെയ്ത ഞാൻ പോകുന്നത് കൂടുതൽ മലപ്പുറത്താണ്, അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. നിങ്ങൾ എന്തെങ്കിലും വ്യവസായമായിട്ട് വരാൻ വേണ്ടി നിന്ന് കാത്തിരിക്കുക. അവരെല്ലാവിധ സപ്പോർട്ടും ചെയ്യും. ബാങ്കിനും ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ അവർ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ എത്ര ക്യാപിറ്റൽ വേണം, എത്ര ക്യാപിറ്റൽ വേണം, എത്ര ലോൺ എടുക്കണമെങ്കിൽ എത്ര ലോൺ എടുക്കണം, വേറെ എവിടെ നിങ്ങൾക്ക് ഫണ്ട് എടുക്കണം, ഇത്തരം കാര്യങ്ങളും അറിവുകളെല്ലാം അവർ പറഞ്ഞു തരുന്നതാണ്. അപ്പം നമുക്ക് സമയം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. ചെറിയൊരു ചടങ്ങും കൂടി നമ്മുടെ കയ്യിലുണ്ട്. നമ്മളെപ്പോഴും എല്ലാ മാസവും ഈ പരിപാടി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടുള്ള 2 യങ് ഓണ്ടർപ്രണേഴ്സിനെ നമ്മുടെ വേദിയിലൊന്ന് പരിചയപ്പെടുത്തുക എന്ന് പറയുന്ന ചടങ്ങ് എന്ന് പറയുന്ന ഒരു രീതി നമ്മൾ കൊണ്ട് ഓണ്ടർപ്രണേഴ്സിനെ നമ്മൾ അളക്കേണ്ടത് അവരുടെ ടേൺ ഓവർ കൊണ്ടല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് തുടക്കത്തിൽ, ഏർലി സ്റ്റേജിൽ. പിന്നീട് നമ്മൾ കമ്പനികളൊക്കെ ടേൺ ഓവറിൻ്റെ പുറത്തും മറ്റ് പല ഫാക്ടേഴ്സും വെച്ചിട്ട് റീഡ് ചെയ്യാം. അപ്പം നമ്മൾ സർക്കിളിൽ വന്നിട്ടുള്ള ഭയങ്കര വിഷൻ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന കുറേ ആളുകളെ നമ്മളെപ്പോഴും കാണുമല്ലോ. നമ്മൾ ഒരുപാട് ആളുകളെ പരിചയപ്പെടുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള 2 പേരെ ഇന്ന് ഞാൻ നമ്മുടെ ഒരു ഓഡിയൻസിൽ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് ഒന്ന് അഖിൽ. കുറച്ച് കാലം മുമ്പ് അഖിൽ വയനാട്ടുകാരനാണ്. അപ്പോൾ അഖിലൊന്ന് വരുമോ സ്റ്റേജിലേക്ക് വന്നാൽ? എന്താ വെച്ചാൽ ഒരു വളരെ എനിക്ക് തോന്നുന്ന എഞ്ചിനീയർ ആണെന്ന് തോന്നുന്നു ബൈ പ്രൊഫഷൻ. എന്നിട്ട് അഖിലിൻ്റെ അടുത്ത് വന്നപ്പോൾ അഖിലിനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച്, എൻ്റെ ക്ലൈൻ്റൊന്നും അല്ല. അപ്പം ഞങ്ങളെന്ന് വെച്ചാൽ പുള്ളിയുടെ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ അഖിലിന് ഈ സോളാറിനെ വിൽക്കുന്നതിന് അതിൻ്റെ ഉള്ളൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. അതായത് ബൈക്ക് റീചാർജ് ചെയ്യാനുള്ള സ്ഥലം സോളാർ പാനൽ കമ്പനിക്കാരെ ഫ്രീ ആയിട്ട് ബത്തേരി ചെയ്തു കൊടുക്കുക. ഓക്കെ, ഒരു സോളാർ വെക്കുമ്പോൾ ഒരു ചെടി വെക്കണം എന്ന് തീരുമാനിക്കുക. അപ്പോൾ ഈ ബോഡി ഷോപ്പിൻ്റെ കഥയുണ്ടല്ലോ, ബോഡി ഷോപ്പൊക്കെ ഒരു നാട്ടിലെ കൾച്ചറിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതുപോലെ ഓരോ സോളാർ വെക്കുമ്പോൾ ഒരു ചെടി വെക്കണമെന്ന് തീരുമാനിക്കാൻ എളുപ്പമല്ല, കാരണം പറയാൻ എളുപ്പമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അത് അഖിലിൻ്റെ ഒരു കഥ ഒന്ന് നമ്മുടെ ഓഡിയൻസിനോട് വളരെ ചുരുക്കി പറയൂ. എനർജി എന്നാന്ന് തോന്നുന്നല്ലേ പേര്? NRG. അതെ, NRG സൊല്യൂഷൻസ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. എനർജി സൊല്യൂഷൻസ് ബേസിക്കലി അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ സോളാർ ഫീൽഡിൽ നമ്മുടെ കുറേ പേര് കോമ്പറ്റീറ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് ഒരു ബിസിനസ്സിലുപരി അതിലുപരിയായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം അതിൽ ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ എൻ്റെ ഒരു പ്രയോറിറ്റി ക്വാളിറ്റി നോക്കുക എന്നുള്ളതാണ്. അത് സാറ് പറഞ്ഞപ്പോഴാണ് ക്വാളിറ്റി നമ്മൾ ചുമ്മാ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് അഡ്വർടൈസ് ചെയ്ത് കാര്യമില്ല, അതിന് ഒരു ബ്രാൻഡ് ഫീലിംഗ് വരുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഹയർ പർപ്പസ് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു. അപ്പം നമ്മുടെ ഈ തുടക്കങ്ങൾ മാത്രമാണ് ഒരു പ്രൊജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു മരം നടുക. അത് മറ്റുള്ളവരാരെ അറിയിച്ചുകൊണ്ടല്ല, ഒരു കമ്മ്യൂണിറ്റി ചെറുതായിട്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു, ഇപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ജസ്റ്റ് ഒരു നമ്പേഴ്സ് വെച്ചിട്ടുള്ള കളികൾ മാത്രമാണ് ഞാൻ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പൈസ എന്നുള്ള രീതിയിൽ മാത്രം. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കസ്റ്റമർ ഉണ്ടെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പ്രൊജക്റ്റ് A to Z ഫോളോ അപ്പ് ചെയ്ത ശേഷം ഞങ്ങളുടെ ഒരു പ്രത്യേകത, പെട്ടെന്നൊന്നും നമ്മൾ ചെയ്ത ക്വാളിറ്റിൻ്റെ ബെനിഫിറ്റ്സ് മനസ്സിലായിക്കൊള്ളുന്നില്ല, സമയമെടുക്കും. അപ്പോൾ ആ ഗ്രൂപ്പിലും എല്ലാം ഈ അവരുടെ ഒരു വേറെ ഇൻവോൾവ്മെൻ്റ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഒരു മരം നടുകയും അതിൻ്റെ അപ്ഡേറ്റ്സ് ആ ഗ്രൂപ്പിലിടുകയും, ആ ഭാവിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ആ നട്ട മരത്തിൻ്റെ ആളുകളെല്ലാം വെച്ചിട്ട് ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുകയും അവർക്ക് വിസിറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും, പിന്നെ
ഒരു ലോങ് ടേം പ്ലാൻ ആണ്. ഒരു 5 years ഒക്കെ കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ക്ലബ്ബ് പോലെ ഇല്ലെങ്കിലും നമ്മളൊരു നമുക്കൊരു ഈ പറഞ്ഞ എൻ്റെ കസ്റ്റമേഴ്സിന് എല്ലാവരും കൊണ്ടുവരികയും ജസ്റ്റ് അവർ തമ്മിലുള്ള ഇൻട്രാക്ഷനും ബേസിക്കലി ഒരു ബിസിനസ്സിലുപരി ഒരു ഗുഡ്നെസ് എന്നുള്ളൊരു ആ ഒരു ഫാക്ടർ കൊണ്ടുവരണം എന്നുള്ള ഭയങ്കര ആഗ്രഹമാണുള്ളത്. അഖിൽ ഇന്ന് ഞാൻ വിളിച്ചപ്പോൾ വയനാട്ടിൽ നിന്ന് വന്നതാണ്. താങ്ക് യു അഖിൽ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതൊരു ഒരാൾ ചെടി വെക്കണം എന്ന് പറയുന്നത് എളുപ്പമൊന്നുമല്ല. കാരണം ഞാൻ ചെടി വെച്ച് കുടുങ്ങിപ്പോയ മനുഷ്യനാണ്. പണ്ടൊക്കെ എനിക്ക് ചെടി വെക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വെക്കാൻ പോകുമ്പോൾ അറിയാം എൻ്റെ ബുദ്ധിമുട്ട്. വെച്ചാൽ 4 ദിവസം കഴിഞ്ഞും പോകും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ചോളൂ. അത് കീപ്പ് ഇറ്റ് അപ്പ് ചെയ്താൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലോട് അഖിൽ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ബോഡി ഷോപ്പ് ഇങ്ങനെയാണ് വലിയ ബ്രാൻഡ് ഉണ്ടാക്കി. അവർ ഈ കാര്യം മാത്രം പറഞ്ഞു. അവർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം പുറത്ത് പറഞ്ഞു. ഇത് മാത്രം പ്രോപ്പറായിട്ട് പറഞ്ഞാലും ബ്രാൻഡ് പർപ്പസ് ബ്രാൻഡിങ്. അതെ, അപ്പോൾ അതൊന്ന് ഭയങ്കര പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയാൽ നന്നാവും തോന്നുന്നു. താങ്ക് യു ഫോർ കമ്മിങ്. ഇനി ഒരു ബ്രാൻഡിനെയും കൂടി ഞാൻ പരിചയപ്പെടുത്തി. ഇത് എഗെയിൻ വേറൊരു കാരണം കൊണ്ടാണ് ഇവരെ ഞാൻ ശ്രദ്ധിച്ചത്. ഒരുപാട് പേരെ നമ്മൾ പലതരത്തിൽ പരിചയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ക്രിയേറ്റീവ് ഏജൻസി എന്ന് പറയുന്ന ആളുകളെ നമ്മൾ സ്ഥിരമായിട്ട് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ തേങ്ങയേക്കാൾ കൂടുതൽ ക്രിയേറ്റീവ് ഏജൻസി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അത്രയ്ക്ക് ഉണ്ട്. പണ്ട് സാറ് പറഞ്ഞ സമയത്തൊക്കെ കോഴിക്കോട് 2-3 ഏജൻസി ഉള്ളൂ. ഇപ്പം അങ്ങനെയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സമയത്ത് ഷിൻഡോനെ ഞാൻ ഒരിക്കലും ഇങ്ങനെ പരിചയപ്പെട്ടു. ഷിൻഡോ ഒരിക്കൽ കാണാൻ വന്നു. അപ്പോൾ ഷിൻഡോയോ അഖിലും ഒന്ന് വരുമോ? ഇവർ ഏജൻസി നടത്തി തുടങ്ങിയ സമയത്ത് ഞാൻ ഇവർക്കൊരു ക്ലയൻറ്റിനെ കൊടുത്തു. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റാത്ത ക്ലയൻറ്റിനെ നമ്മൾ പരമാവധി വേറെ ആർക്കെങ്കിലും കൊടുക്കുമല്ലോ, റെഫറൻസ്. അപ്പോൾ എന്നോട് വിളിച്ചിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പുള്ളി ഇത് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞു. കാരണം പുള്ളി പറഞ്ഞാൽ ഞാൻ ചെയ്യാണ്, നന്നായി ചെയ്യും. പിന്നെ അപ്പം ഞാൻ ഷിൻഡോനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയ വെച്ചാൽ ഇവരുടെ കമ്പനി ഇവർ എല്ലാ ദിവസവും വൈകുന്നേരം പാട്ട് പാടും. ഓക്കെ, ഇവർ ക്രിയേറ്റീവ് ചെയ്യുന്നു എന്നുള്ളത് അവരുടെ വർക്ക് ചെയ്യാൻ കാണുന്നുണ്ട്, നല്ല വർക്കാണ്. അതേസമയത്ത് ഇവർ പാട്ട് പാടുന്നു, ഇവർ വലിയ ഗാനമേള നടത്തുന്നു. ഓക്കെ, അങ്ങനെ ഇവർ ക്രിയേറ്റീവ് ഏജൻസിക്ക് തന്നെ വേറൊരു മുഖം കൊടുക്കുക. അപ്പോൾ അവർ ചെയ്യുന്ന സാധനത്തിൽ അവർ ജീവിക്കുക. അപ്പോൾ ഇവരെ എനിക്കൊന്ന് കേരളത്തിൽ അടുത്തൊരു പൊട്ടൻഷ്യൽ ഏജൻസി ആയിട്ട് മാറണം ക്രോപ്പ് സർക്കിൾ എന്നാണ് ഷിൻഡോ എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എനിക്ക് കേരളത്തിൽ മിക്കവാറും എല്ലാ ഏജൻസിക്കാരെ അറിയാം. കാരണം ഈ ഏജൻസിക്കാരൊക്കെ നമ്മുടെ കൂടെ സ്ഥിരമായി കളിച്ചു നടക്കുന്ന ആളുകളാണ്. പക്ഷെ ഇവരോട് എന്തോ എനിക്കൊരു ഭയങ്കര സ്നേഹം തോന്നി. അപ്പോൾ ഇവരെ ഇന്നിവിടെ വിളിച്ചു വരുത്തണം, ഇവരെ ഇങ്ങനെ ഒന്ന് പറയണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇവർ ചെറിയ രീതിയിലാണ്. ഇവരെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ഇവർ കേരളത്തിലെ നമ്പർ 1 ഏജൻസി ആവട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങളുടെ ഏജൻസിയെ കുറിച്ചൊന്ന് സിമ്പിളായിട്ട് പറയൂ, ഇല്ല പാട്ട് പാടിയാലും മതി. ഷിൻഡോ നന്നായി പാടൂ. ഗുഡ് ഈവനിങ്. നമ്മൾ ഗൾഫിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് രണ്ടാളും. അപ്പോൾ കഴിഞ്ഞൊരു കോവിഡ് സമയത്താണ് നാട്ടിലേക്ക് വന്നത്. അപ്പോൾ നാട്ടിൽ വന്ന് ആ ലോക്ക്ഡൗണിലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വർക്ക് ജസ്റ്റ് വന്ന് തുടങ്ങിയ സമയത്ത് അഖിലിൻ്റെ വീട്ടിലൊരു കോഴിക്കോട്ടിലിരുന്നിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പിന്നെ അത്യാവശ്യം ഒക്കെ ആയപ്പോൾ നമ്മളൊരു ചെറിയ കമ്പനിയായിട്ട് തുടങ്ങി ഇപ്പം വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾ പോപ്പീസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴുള്ള പോപ്പീസിനെ സ്റ്റഡി ചെയ്യുക. എന്നിട്ട് എന്തോ ആയിക്കോട്ടെ, നേരത്തെ 2 പയ്യന്മാരും ഒന്നുമാരും നിങ്ങൾ എന്ത് ചേഞ്ചും നിങ്ങൾ പറഞ്ഞിട്ട് ഇനി അടുത്ത, ഞാൻ പറഞ്ഞ എൻ്റെ വിഷനൊക്കെ കേട്ടല്ലോ നിങ്ങൾ, അടുത്ത ഒരു പോകാൻ വേണ്ടി രീതിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ചെയ്യാം. ഒരു ചെറിയ ഞാൻ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഒരു റഫായിട്ടുള്ള സാധനം ചെയ്തു തരും. ഇതേപോലെ ഒരു പിച്ച് ജീവിതത്തിൽ ആർക്കും കിട്ടൂല കേട്ടോ, പബ്ലിക്കായിട്ട് പിച്ച് അല്ലേ. താങ്ക് യു ഷിൻഡോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫംഗ്ഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതിന്റെ കൂടെ ഷാജു സാറിനൊരു ചെറിയ സമ്മാനം കൊടുക്കാനായിട്ട് അർഷാദ് നമ്മുടെ അഡ്മിൻ ഹെഡാണ്. അർഷാദ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാഫാണ്. ബ്രാൻഡ് സ്വാമി തുടങ്ങുന്ന അന്ന് ഞാൻ എൻ്റെ കൂടെ ഇറങ്ങിപ്പോരാൻ പറഞ്ഞ സ്റ്റാഫുകളിൽ ഒരാളാണ്. ഇന്നും നമ്മുടെ കൂടെ ഉണ്ട്. താങ്ക് യു. അർഷാദാണ് നമ്മുടെ വലം കൈ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ധൈര്യത്തിന് എന്ത് പ്രശ്നം ഉണ്ടായാലും വൈകുന്നേരം ഞാൻ അർഷാദിനെ വിളിക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ ടെൻഷൻ വന്നാൽ ഞാൻ ആദ്യം അർഷാദിനെ വിളിക്കും. ഇങ്ങനത്തെ ആളുകൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാത്തൊരു ധൈര്യം ഉണ്ടാവുമല്ലോ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഞാൻ ഷാജു സാറുള്ള നന്ദി ഞാൻ പറയുന്നില്ല. സാറെ ഞാൻ വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. ഓക്കെ, ഇങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ പലതും പഠിക്കുന്നത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.